ക്രിസ്തീയത ചരിത്രവും വർത്തമാനവുമെന്ന വളരെ പ്രസക്തമായ ഒരു ശീർഷകം, ഒരു തലക്കെട്ട്, ഒരു ഹെഡിങ്, അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ടുള്ളത്. ആ സംഭാഷണം ആരംഭിക്കുന്നതിന് ഒരാമുഖമുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തീയത എന്നത് മതപരമായ ഒരാശയ സംഹിതയ്ക്ക് പുറത്ത്, അല്ലെങ്കിൽ ഒരു മതമെന്ന നിലയിൽ ലോകം കാണുന്ന ധാരണകൾക്ക് പുറത്ത് അതിന് വലിയൊരു അർത്ഥമുണ്ടെന്നും മതത്തിൻ്റെ ചട്ടക്കൂടിൽ തളച്ചിട്ട് കാണേണ്ട ഒരാശയമോ ഒരു വിഷയമോ മാത്രമായി അത് ഒതുങ്ങുന്നില്ല എന്നും ഒരു വാദം ആമുഖമായി തന്നെ എനിക്ക് ഉന്നയിക്കേണ്ടതുണ്ട്. അതിന് കാരണമുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ ചിന്തയുടെ ആരംഭകനോ അല്ലെങ്കിൽ അതിൻ്റെ തുടക്കക്കാരനോ സ്ഥാപകനോ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു മതം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ യാതൊരു തരം ഇടപാടുകളും നടത്തിയിട്ടില്ല. ലോകത്തിലേറ്റവും അധികം ആളുകൾ ക്രിസ്തുവിൻ്റെ അനുഗാമികളോ ബൈബിളിൻ്റെ വായനക്കാരോ ആയി പിൽക്കാലഘട്ടത്തിൽ രൂപപ്പെട്ടെങ്കിലും ക്രിസ്തു ദർശനത്തിലെവിടെയും മതം എന്ന നിലയിൽ ഈ വിശ്വാസ സംഹിതയെ കാണാനോ പഠിപ്പിക്കാനോ അല്ല ആ പഠനം മുമ്പോട്ട് വെക്കുന്നത്. അതിന് ഉള്ള കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു മതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന് പൊതുവായി നമ്മൾ കാണുന്ന ചില സ്വഭാവ മഹിമകൾ, സ്വഭാവ സവിശേഷതകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, മതത്തിന് എപ്പോഴും കൃത്യമായി തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ടാകും. ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രം, ഒന്നിലധികം തീർത്ഥാടന കേന്ദ്രങ്ങൾ. ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഭക്തർ നിർദ്ദിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും വ്രതമനുഷ്ഠിച്ചുകൊണ്ടും അല്ലാതെയുമൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അങ്ങനൊരു പുണ്യസ്ഥലമോ ഒരു തീർത്ഥാടന കേന്ദ്രമോ ഉണ്ട് എന്ന് ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തു ജനിച്ച ബേത്ലഹേമോ, യേശു വളർന്ന നസ്രത്തോ, യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ച ഗലീലിയൻ ഭൂപ്രദേശങ്ങളോ, അതല്ലെങ്കിൽ ജെറുസലേമോ, ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുന്ന ഭൂപ്രദേശം എവിടെയുമോ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന് പറയത്തക്ക വിധം ഒരു ഭൂമിയും ഇല്ല. അങ്ങനെ ഒന്ന് യേശു പഠിപ്പിച്ചിട്ടുമില്ല. സ്വാഭാവികമായി നിങ്ങൾക്ക് ഉരുത്തിരിയാവുന്ന ഒരു സംശയം, യേശു ജനിച്ച ബേത്ലഹേമും അതുപോലെ കാൽവറിയും ഗോൽഗൊഥയും ഒക്കെ അടങ്ങുന്ന യേശുവിൻ്റെ ക്രൂശീകരണ സ്ഥലം ഉൾക്കൊള്ളുന്ന ജെറുസലേമും ഒക്കെ ഹോളി ലാൻഡ് എന്ന പേരിൽ ക്രൈസ്തവ സഭ ആദരിക്കുന്നില്ലേ? ആ സ്ഥലങ്ങൾ കാണാൻ പോകുന്നില്ലേ? ഞാൻ പറയട്ടെ, ഈ സ്ഥലങ്ങൾക്കുള്ള ചരിത്ര പ്രാധാന്യത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ യേശു ക്രൂശിക്കപ്പെട്ട, മരിച്ചടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ, ശിഷ്യഗണങ്ങൾക്ക് പ്രത്യക്ഷനായ യേശുവുമായി ബന്ധപ്പെട്ട അവിടുത്തെ പാവന പാദങ്ങൾ പതിഞ്ഞ ഈ ഭൂപ്രദേശത്തിനും ഹരിപ്പാട് എന്നു പേരുള്ള ഈ സ്ഥലത്തിനും തമ്മിൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് പ്രത്യേക വിവേചനമില്ല. അതിൻ്റെ കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് തന്നെ ബൈബിൾ പറയുകയാണ്, ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതും തങ്ങളുടെ കർത്താവ് മരിച്ചു കിടന്നതുമായ സ്ഥലം. അങ്ങനെ വരുമ്പോൾ യെരുസലേം എന്നല്ല, ലോകത്തിലേതൊരു സ്ഥലവും ക്രൈസ്തവ വിശ്വാസികൾക്ക് തീർത്ഥാടന കേന്ദ്രമല്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ചരിത്ര പ്രാധാന്യം അതിനുണ്ട്, ഭൂമിശാസ്ത്ര പ്രാധാന്യം അതിനുണ്ട്, പുരാവസ്തു ശാസ്ത്ര പ്രാധാന്യം ഈ സ്ഥലങ്ങൾക്കൊക്കെ ഉണ്ട്. ആ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അവിടേക്ക് ആളുകൾ പോകാറുണ്ട്, അവിടെ ആളുകൾ പഠിക്കാൻ പോകാറുണ്ട്, വസ്തുതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, അവിടെയുള്ള ദേവാലയങ്ങൾ സന്ദർശനം നടത്താറുണ്ട്. പക്ഷേ അതിനൊരു തീർത്ഥാടനത്തിൻ്റെ സ്വഭാവമില്ല. ആ സ്ഥലത്ത് പോകാൻ വ്രതമനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും തരത്തിൽ അതിനെ പുണ്യഭൂമിയായി കാണുവാൻ, അതെന്നല്ല ലോകത്തിലെവിടെയും ഒരു പുണ്യഭൂമി ഉണ്ട് എന്ന് സവിശേഷമായി കരുതാത്ത ഒരു സമൂഹമാണ് യേശുവിൻ്റെ അനുഗാമികൾ. രണ്ടാമത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, യേശുവിൻ്റെ അനുഗാമികൾ ഏതെങ്കിലും ഒരു നിറം അവരുടെ നിറമായി കാണുന്നില്ല. വെള്ളയോ ചുവപ്പോ കറുപ്പോ മഞ്ഞയോ നീലയോ ഉൾക്കൊള്ളുന്ന ഒരു കൊടിക്കൂറ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പതാകയാണ് ഞങ്ങളുടേത്, ആ കാണുന്ന നിറമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഐക്യതയുടെ രൂപം, അതാണ് അടയാളമെന്ന് പറയുന്ന പതിവുമില്ല. ചുരുക്കത്തിൽ ഒരു പുണ്യസ്ഥലമില്ല. രണ്ടാമത് ഒരു കൊടിക്കൂറയോടോ ഒരു നിറത്തോടോ വിധേയത്വമില്ല. മൂന്നാമത്തെ കാര്യം, അതിനേതെങ്കിലും ഒരു ദിവസം പുണ്യമല്ല. യേശു ജനിച്ചു എന്ന് കരുതുന്ന ഡിസംബർ 25 യേശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നാം ആദരിക്കുന്ന ദിനങ്ങളോ ഒന്നും തന്നെ പുണ്യ ദിവസങ്ങളല്ല. മറ്റൊരു വിഷയം കൂടി, ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമോ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു സമയമോ സമയത്തിൻ്റെ ഏതെങ്കിലും നിർണായകമായ ഒരു മാത്രയോ ഒന്നും സവിശേഷതയുള്ളതായി ബൈബിൾ പഠിപ്പിക്കുന്നില്ല, യേശു പഠിപ്പിക്കുന്നില്ല, അപ്പോസ്തോലിക ഉദ്ബോധനങ്ങളിലില്ല. ഞായറോ തിങ്കളോ ശനിയോ വെള്ളിയോ ഇവയ്ക്കൊന്നും പ്രത്യേക പ്രാധാന്യമില്ല. ഒറ്റ വാക്കിൽ അതിനെ ഇങ്ങനെ സംക്ഷേപിക്കാം, ഭൂമിയിൽ ഒരു സ്ഥലത്തോടോ
ഒരു സമയത്തോടോ ഒരു നിറത്തോടോ ഒരു കൊടിക്കൂറയോടോ ഒരു പുണ്യസ്ഥലത്തോടോ ഏതെങ്കിലും തരത്തിൽ വിധേയത്വമില്ലാത്ത ലോകത്തിലെ വ്യത്യസ്തമായ ഒരു സമൂഹത്തിൻ്റെ പേരാണ് ക്രിസ്തുവിൻ്റെ അനുഗാമികൾ. ആ അർത്ഥത്തിൽ ഇതിനൊരു മതത്തിൻ്റെ ഛായയില്ല, മതത്തിൻ്റെ സ്വഭാവ സവിശേഷതകളില്ല. വീണ്ടുമുണ്ട് അത്തരത്തിലുള്ള ചില യുണീക്ക്നെസ് അഥവാ സവിശേഷതകൾ. അതിലേക്ക് ഞാൻ അടുത്തു വരാം. നോക്കണമേ, ഏതെങ്കിലും ലോകത്തിൽ ഒരു മതാചാര്യനെയോ ഒരു മതചിന്തയെയോ മറ്റൊരു മതസ്ഥനോ ഒരു നിരീശ്വരനോ വിമർശിക്കുന്ന പക്ഷം അവൻ നേരിടേണ്ടി വരുന്നത് അതിദാരുണമായ ശാരീരിക പീഡയാണ്. ഉദാഹരണം, തസ്ലിമ നസ്രിൻ എന്നു പേരായ ഒരു എഴുത്തുകാരി ബംഗ്ലാദേശിലുണ്ടായിരുന്നു. അവർ ലജ്ജ എന്ന പേരിൽ ഒരു നോവൽ എഴുതി. ലജ്ജ എന്ന ആ നോവൽ അവിടെ പ്രസിദ്ധം ചെയ്തത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന മതവിശ്വാസധാരകൾക്ക് വിപരീതമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ നാടുകടത്തുന്ന സ്ഥിതിവിശേഷം സംജാതമായി. നിങ്ങൾക്ക് വീണ്ടും അറിയാം, ഇത്തരത്തിൽ മതസംബന്ധിയായ ഒരു വിമർശനം ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും നിർവഹിച്ചു പോയാൽ മതവിശ്വാസികൾ തെരുവിലിറങ്ങുന്ന കാഴ്ച കാണാം. അവർ തങ്ങളുടെ മതാചാര്യനെയോ മത ആശികത്വം സംരക്ഷിക്കാൻ പരിധി വിട്ട് പെരുമാറുന്ന സ്ഥിതിവിശേഷങ്ങൾ കാണാം. അങ്ങനെ എല്ലാത്തരം ധാർമ്മിക നിയമങ്ങളെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഇടപെടുമ്പോൾ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഒരൊറ്റ ആശയം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ചുരുക്കത്തിൽ വാദിക്കാൻ, സംവാദിക്കാൻ തർക്കശാസ്ത്രത്തിൻ്റെ സാധാരണ രീതികൾ അനുസരിച്ചുകൊണ്ട് സത്യാന്വേഷികൾക്ക് മുമ്പിൽ വിരിമാറ് കട്ടിക്കൊണ്ട സത്യത്തിൻ്റെ ഉജ്ജ്വലമായ സിദ്ധാന്തം അവതരിപ്പിക്കാൻ കഴിയുമെന്ന ചങ്കുറപ്പും തൻ്റെയിടവും ഉലകത്തിന് മുമ്പിൽ വച്ച അജയ്യമായ സന്ദേശം നസ്രകനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ ഭയമില്ലാത്ത, വിമർശിക്കുന്നവനെയും സ്നേഹിക്കുന്ന, അല്ലല്ല ആക്ഷേപിക്കുന്നവനെ പോലും അംഗീകരിക്കുന്ന ഉജ്ജ്വലമായ മനോഹരമായ ഒരു മാർഗത്തിൻ്റെ പേരാണ് ക്രിസ്തീയത. അത് ലോകത്തിൻ്റെ 5 വൻകരകളിലും പടർന്നു പന്തലിച്ച് വ്യാപരിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിശ്വാസ സംഹിതയായി നിൽക്കുമ്പോൾ ഒരു കാര്യം ഇതോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ ആരംഭവും ഇതിൻ്റെ ആവിർഭാവ ഘട്ടവുമൊക്കെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഗതികളുമായി ചേർന്നു കിടക്കുന്നതാണ്. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? യേശു ജനിച്ച ആ സ്ഥലത്തിന് ചരിത്രകാരന്മാർ പറയുന്ന പേര് പാലസ്തീൻ എന്നാണ്. ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് ഇസ്രയേൽ എന്നാണ്. എന്നാൽ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന ആ ഭൂപ്രദേശം പിന്നീട് ഒരിക്കൽ റോമൻ സർവാധിപത്യത്തിൻ്റെ കീഴിൽ വരുമ്പോൾ റോമക്കാർ ജാതീയമായി വംശീയമായി ഏറെ വിരോധിച്ചിരുന്ന യഹൂദന്മാരെ പരിഹസിക്കാൻ വേണ്ടി അവരുടെ ശത്രുക്കളായ പാലസ്തീനികളുടെ, ഫെലിസ്തീനരുടെ പേര് ആ സ്ഥലത്തിന് ഇട്ടുകൊണ്ട് ആക്ഷേപിച്ച് വിളിച്ച പേരാണ് പാലസ്തീൻ. ചുരുക്കത്തിൽ ഇസ്രയേൽ എന്ന പദവും പാലസ്തീൻ എന്ന പദവും തമ്മിൽ ഒരു തരത്തിലും യോജിപ്പില്ലാത്ത, പൊരുത്തപ്പെടാത്ത 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. റോമക്കാർ യഹൂദന്മാരെ, ഇസ്രയേൽ മക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇട്ട വിളിപ്പേരായിരുന്നു പാലസ്തീൻ. എന്താകട്ടെ, പാലസ്തീൻ എന്ന് പേരുള്ള, അല്ലെങ്കിൽ പണ്ട് ഇസ്രയേൽ എന്ന് പേരുള്ള ആ സ്ഥലത്ത് ഏതാണ്ട് 120 മൈലോളം ചുറ്റളവുള്ള ഒരു ഭൂപ്രദേശത്ത്, നസർ ബെയ്ത്ത് എന്നറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശത്ത് വളർന്ന്, കുറെ കൂടി മുമ്പോട്ടിറങ്ങി പറഞ്ഞാൽ ബേത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവ് എന്ന് പറയുന്നത് 33.5 വർഷമാണ്. ഈ 33.5 വർഷത്തിൽ യേശുവിൻ്റെ പൊതുപ്രസംഗങ്ങൾ, സാമൂഹ്യ ഇടപെടലുകൾ, യേശുവിൻ്റെ അധ്യയനങ്ങൾ ഒക്കെ നീണ്ടുനിന്നത് കേവലം 3.5 കൊല്ലങ്ങളാണ്. ആ 3.5 കൊല്ലങ്ങളിലെ അവധി ദിനങ്ങൾ എടുത്തു മാറ്റുക. ആ 3.5 കൊല്ലങ്ങളിലെ ചന്ദ്രപഞ്ചാംഗമനുസരിച്ച് 360 ദിവസങ്ങളായിട്ടാണ് യഹൂദന്മാർ ജീവിതത്തെ കാണുന്നത്. ചന്ദ്രപഞ്ചാംഗം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ദിനങ്ങൾ 360 ഉള്ളൂ, 365 ഇല്ല. ഇങ്ങനെ ചില ദിനങ്ങൾ കൂടി എണ്ണിമാറ്റി കണക്ക് ക്രോഡീകരിച്ച് നോക്കിയാൽ 1050 പരം ദിവസം മാത്രമാണ് യേശു ഇഹലോകത്തിൽ പ്രവർത്തിച്ചത്, പ്രസംഗിച്ചത്. 33.5 വയസ്സിൽ 1000 പരം ദിവസം മാത്രം പ്രസംഗിച്ച, പഠിപ്പിച്ച യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ഭാഷ അരമായിക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രാദേശിക ഭാഷയായിരുന്നു. യേശുവിൻ്റെ അനുഗാമികളായി അനുധാവനം ചെയ്യാൻ വന്നിരുന്ന ആളുകളാകട്ടെ ഗലീല കടൽക്കരയിലെ നിരക്ഷര കുട്ടികളായ ഒരുപറ്റം സാധുക്കളായ മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു. ഒറ്റവാക്കിൽ ഇങ്ങനെ അതിനെ സംക്ഷേപിക്കാം. നിരക്ഷര കുട്ടികളായ ഗലീലിയായിലെ മത്സ്യബന്ധന തൊഴിലാളികളെ ചേർത്തുകൊണ്ട്, ആട്ടിടയന്മാരെ ചേർത്തുകൊണ്ട്, ജനസാമാന്യങ്ങളെ ചേർത്തുകൊണ്ട് അരാമിക്കെന്ന ഒരു ഭാഷയിൽ പ്രസംഗിച്ച് പാലസ്തീൻ്റെ പരിധി വിടാതെ അതിൻ്റെ ആ പരിധിക്കുള്ളിൽ മാത്രം നിന്നുകൊണ്ട് ഇത്രയും ദിവസം മാത്രം
പ്രസംഗിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് ലോകത്തിൽ അധികവും പ്രസംഗമുണ്ടായത്. ലോകത്ത് ഏറ്റവും അധികം പാട്ടുണ്ടായത്. ഒരു പാട്ടും എഴുതിയിട്ടില്ലാത്ത യേശുവിനെ പറ്റി പിറവി കൊണ്ട പാട്ടുകൾക്ക് കണക്കില്ല. ഇങ്ങനെ ഏറ്റവും അധികം പാട്ടുകൾ ഇനിയും പാടിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, ഇനിയും പിറവി കൊള്ളാനുള്ളതും യേശുവിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. വീണ്ടും പറയട്ടെ, ഈ പ്രസംഗത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത്, 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് യേശുക്രിസ്തുവിനാൽ ആരംഭിച്ച് ശിഷ്യന്മാരിലേക്ക് പകരപ്പെട്ട് അവരുടെ ശിഷ്യന്മാരുടെ വ്യാപരിച്ച് ഭൂമിയുടെ 5 വൻകരകളിലും മനുഷ്യ സാന്നിധ്യമുള്ള ഇടങ്ങളിലെല്ലാം ആധിപത്യം ഉറപ്പിച്ച ഈ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തുടങ്ങിയത് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പെങ്കിൽ എന്ന് ഇത് ആരംഭം കുറിച്ചുവോ അന്ന് മുതൽ ഞാനിന്ന് ഈ ഹരിപ്പാട് നിന്ന് ഈ സായന്തനത്തിൽ പ്രസംഗിക്കുന്ന ഈ സമയം വരെ ഇടതടവില്ലാതെ 24 മണിക്കൂറും ഭൂമിയുടെ 5 വൻകരകളിലും ഒരുപോലെ പ്രസംഗിക്കപ്പെടുന്ന ഒറ്റ സന്ദേശം, ഏക സന്ദേശം, അതുല്യ സന്ദേശം, അത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ആ സന്ദേശത്തിൽ വിരാജിക്കുന്ന യേശുവെന്ന ദൈവപുത്രനെ ഈ പ്രസംഗിക്കുന്നവരുടെ നടുവിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളവന്റെ വിശുദ്ധ നാമം അത് ഉദ്ഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആ മനോഹര നാമത്തെ ഉയർത്തുന്നതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം അങ്ങനെ പ്രസംഗിച്ച് പഠിപ്പിച്ച് ഞങ്ങൾ 2000 ആണ്ടുകളായി ലോകത്തിൻ്റെ വിവിധ മേഖലകളെ സന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഇന്ന് സാധാരണ കേൾക്കുന്ന ചില വസ്തുതകളുണ്ട്. സുവിശേഷകർ ഇന്ത്യ മഹാരാജ്യത്തിൽ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു. മതപരിവർത്തന ലോബി എന്നൊക്കെ പേരിട്ട് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉദ്യമങ്ങളെ ചെറുതായി കാണുവാൻ സമൂഹം ചിലരെങ്കിലും തയ്യാറെടുക്കുന്നു. അത്തരം ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ ഈ ദേശത്ത് പറയേണ്ട ചില ആവശ്യകതകളുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതിലേക്കൊന്ന് വരും മുമ്പ് ഘട്ടം ഘട്ടമായി ചില വസ്തുതകളിലൂടെ ഒന്ന് വരണം. പ്രിയ സഹോദരങ്ങളെ, യേശുവെന്ന ദൈവപുരുഷൻ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. യേശു മരിക്കുന്ന ആ സന്ദർഭം എന്ന് പറയുന്നത് യേശുവിൻ്റെ അനുഗാമികളെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭം അത്ര യോജിപ്പുള്ള സമയമായിരുന്നില്ല. കാരണം അവരിൽ ഒരു നല്ല പ്രസംഗകനില്ലായിരുന്നു, അവർക്കിടയിൽ ഒരു സമ്പന്നനില്ലായിരുന്നു. ഈ സ്ഥാപനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തനായ ഒരാളും അന്ന് കൂടെയില്ല. 12 ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. അതിലൊരുവൻ ഒറ്റിക്കൊടുത്തുകൊണ്ട് പിന്മാറിപ്പോയി. മറ്റൊരാളാകട്ടെ കാര്യത്തോടെടുക്കുമ്പോൾ ധൈര്യമില്ലാത്തവനായി, ആശങ്കാകുലനായി മാറി ഒരാൾ. മാത്രമല്ല ഇതര ശിഷ്യന്മാരൊക്കെ അന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥയെ ഭയപ്പെട്ടുകൊണ്ട് തങ്ങൾ ആക്രമിക്കപ്പെടും എന്ന ഭീതിയിൽ അതിന് വിധേയരായിക്കൊണ്ട് മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷ സംജാതമായി. ചുരുക്കത്തിൽ ഭയചകിതരാകിയ ശിഷ്യന്മാർ, തനിക്കൊരു സ്ഥാപനമില്ല, ഒത്തുകൂടാൻ ഒരിടമില്ല. യേശുവിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ സഞ്ചരിക്കാൻ ഒരു കഴുതയെ കടമെടുത്തവനാണ്, മരിച്ചടക്കപ്പെടാൻ ഒരു കല്ലറ കടമെടുത്തവനാണ്, പിറവി കൊള്ളാൻ ഒരു ഉദരം കടമെടുത്തവനാണ്. പിറവി കൊള്ളാൻ ഉദരം കടമെടുത്തവൻ, സഞ്ചരിക്കാൻ കഴുതയെ കടമെടുത്തവൻ, മത്സ്യത്തിൻ്റെ വായിലെ ചതുർദ്രഹ്മ പണം കൊണ്ട് തൻ്റെ കടം പരിഹരിക്കാൻ വിധേയനായി തീർന്നവൻ, ഇതാ മരിച്ചടക്കപ്പെടാൻ ഒരു കല്ലറ പോലും സ്വന്തമില്ലാത്തവൻ. അത്തരത്തിൽ ദരിദ്രരിൽ ദരിദ്രനായി മുദ്ര കുത്തപ്പെട്ട യേശുവിനെ ക്രൂശിക്കുമ്പോൾ യഹൂദന്മാരുടെ ചിന്ത ഇതാ തീർന്നിരിക്കുന്നു, ഒരു യുഗത്തിൻ്റെ അവസാനം. ഇതോടുകൂടി ഈ നാടിനെ ഇളക്കിമറിച്ച, ഈ ദേശത്തെ ഇളക്കിമറിച്ച, യെരുസലേമിൽ ആകപ്പാടെ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ഞങ്ങളുടെ മതത്തിനും ചിന്താധാരയ്ക്കുമൊക്കെ വിപ്ലവകരമായ മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾ ഭയന്ന ഒരുവൻ ഇതാ നിഷ്കാസിതനായിരിക്കുന്നു. അവനെ ഞങ്ങൾ ക്രൂശിച്ചിരിക്കുന്നു, അവനെ ഞങ്ങൾ തകർത്തിരിക്കുന്നു. അവനെ ക്രൂശിച്ചുവെന്ന് മാത്രമല്ല, അവൻ്റെ ശവശരീരം അടക്കം ചെയ്ത കല്ലറയുടെ മുമ്പിൽ വലിയ ഒരു കല്ലുരുട്ടി വെച്ചിട്ട് അതിൽ പശയും കീലുമൊക്കെ തൂത്തിട്ട് അതിൽ ഇമ്പീരിയൽ മുദ്ര വെച്ചടച്ചിട്ട് ഇനി ഒരിക്കലും ഈ ശവശരീരം പോലും ആർക്കും കാണാനാവാത്ത വിധത്തിൽ, അത് ഗംഭീരമായ വിധത്തിൽ തന്നെ കൃത്യമായി അടച്ച് സൂക്ഷിച്ചു വെച്ചു. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, നാളെ ഒരിക്കൽ ഈ ശവശരീരമോ അനുബന്ധ ഭാഗങ്ങളോ ആരെങ്കിലും കൊള്ളയടിച്ചു മാറ്റി ഒരു തിരുശേഷിപ്പായി, ഒരു തിരുവസ്തുവായി, ഒരു തിരുശരീരമായി എവിടെയെങ്കിലും വെച്ച് ആരാധിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ അപകരിച്ചിട്ടവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ ഇടവരാതിരിക്കേണ്ടതിന് ഗവൺമെൻറ് സ്വന്തം ചിലവിൽ 100 കണക്കിന് പടയാളികളെ വിന്യസിച്ചു, രഹസ്യ പോലീസുകാരെ വിന്യസിച്ചു. പക്ഷേ കാലം അല്ലെങ്കിൽ സമയം എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്ന അതിനെ നിർണായകതയിലേക്ക് അടുത്തപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്രിസ്തുയേശു മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന ഒരു യാഥാർത്ഥ്യത്തെ 500-ൽ പരം ആളുകൾക്ക് വ്യത്യസ്ത ഘട്ടങ്ങളിൽ തെളിയിച്ചുകൊണ്ട് സ്വജീവിതത്തിലൂടെ യേശു പ്രകടമാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. നിങ്ങൾക്ക് കേൾക്കണ്ടേ, അതിന് ഒരു 50 ദിവസത്തെ ഇടവേള മാത്രം മതിയായിരുന്നു ക്രൈസ്തവ സഭ ആലസ്യം വിട്ടെന്ന് ഉണരാൻ, സടകുടഞ്ഞൊന്ന് എഴുന്നേൽക്കാൻ. നിങ്ങൾക്കറിയണ്ടേ, പണ്ട്
പത്രോസ് എന്നൊരു മനുഷ്യൻ യേശുവിനെ തള്ളിപ്പറയുന്നുണ്ട്. ഞാൻ അവനെ അറിയുന്നു പോലുമില്ല എന്ന് പറയുന്നുണ്ട്. വേദനിപ്പിക്കുന്ന പീഡിത ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ആ സാധുവായ മനുഷ്യന് തൻ്റെ പ്രാണനെക്കുറിച്ചുള്ള ഭയം നിമിത്തം അത്തരം ചില പരിസ്ഥിതികൾക്ക് വിധേയനാകേണ്ടി വന്നു. പക്ഷേ അയാളാണ് ക്രൈസ്തവ സഭയ്ക്ക് ആരംഭം കുറിച്ചപ്പോൾ ആദ്യത്തെ പ്രസംഗകനായി കരുത്ത് കാട്ടി രംഗത്ത് വരുന്നത്. 50 ദിവസങ്ങൾക്കപ്പുറത്തെ അല്ലല്ല, ഒരു 50 ദിവസങ്ങൾക്കും ഏതാനും മണിക്കൂറുകൾക്കും അപ്പുറത്ത് യേശുവിനെ ക്രൂശിക്കാൻ ആളുകൾ ഓടി വരുമ്പോൾ തനിക്കും ആപത്ത് ഭയക്കുമെന്ന് കണ്ടുകൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യൻ, ഭയചകിതനായ മനുഷ്യൻ, അറസ്റ്റ് വരിക്കപ്പെടുമെന്ന് പേടിച്ച മനുഷ്യൻ, കയ്യാമം വെച്ച് നടത്തിച്ച് തന്നെ കൊണ്ട് കാരാഗൃഹത്തിൽ അടയ്ക്കുമെന്നോ ക്രൂശിക്കപ്പെടുമെന്നോ ഒക്കെ ഭയന്നുപോയ ആ മനുഷ്യൻ അറിഞ്ഞില്ല, ലോകത്തധികമധികം ആളുകൾക്ക് മരണഭയം മാറ്റുന്ന നാമത്തെയാണ് താൻ മറന്നു കളഞ്ഞതെന്ന്. മരണഭയത്തെ മാറ്റുന്ന ആ നാമത്തിൻ്റെ പ്രവൃത്തി പദ്ധതി ഇന്ന് രാത്രിയും ഈ വചനങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അവൻ ഇന്ന് നമ്മുടെ മധ്യ ആഗതനായിട്ടുണ്ടെങ്കിൽ, ഓൺലൈനിലൂടെ മാത്രമല്ല ഏത് പരിസ്ഥിതിയിൽ ശ്രദ്ധിക്കുന്നുവോ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ജീവൽ പ്രശ്നങ്ങൾക്ക് ഉത്തരമാണെന്ന് മനുഷ്യരാശിയെ ഇന്നും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ബോധ്യപ്പെടാൻ പത്രോസ് എന്ന മനുഷ്യന് ഏതാനും നാളുകൾ മതിയായിരുന്നു. പക്ഷേ 50 ദിവസം കഴിഞ്ഞു. ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ഒന്നാമത്തെ പ്രസംഗകനായി അദ്ദേഹം ഇതുപോലെ അങ്ങോട്ട് നിൽക്കുക. ആ പ്രസംഗം അങ്ങോട്ട് കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടിയപ്പോൾ പണ്ട് കണ്ട ഭയചകിതനില്ലേ, പണ്ട് കണ്ട് വിരണ്ടോടിയ ആ മനുഷ്യനില്ലേ, 3 ആവർത്തി യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസില്ലേ, ഇതാ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് പടയാളികൾ കുന്തമേന്തി പന്തമേന്തി ആയുധധാരികളായി കാത്തു നിൽക്കുന്ന നടുവിൽ നിർഭയനായി നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട യഹൂദ പരീക്ഷകളെ, റോമൻ ഭരണകൂടമേ, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. ആ സാക്ഷ്യപത്രത്തിന്റെ പേരാ സുവിശേഷം. ആ സാക്ഷ്യപത്രം ഈ രാത്രി ഞങ്ങൾ ഒരിക്കൽ കൂടി ഹരിപ്പാടെന്ന ഈ മേഖലയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മനുഷ്യരാശിക്ക് മുമ്പിൽ അതിലെഴുതിയിരിക്കുന്ന വിളംബരം സകലരെയും സമാധാനത്തിനും സന്തോഷത്തിനുമായി ഇങ്ങനെ ബോധ്യപ്പെടുത്തട്ടെ. മറ്റൊരു വലിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതുല്യ നാമം. ആ മഹാനാമത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്കൊരിക്കൽ കൂടി ദൈവ സന്നിധി ബോധത്തിലേക്ക് അടുത്തുകയില്ല. ക്രൈസ്തവ സഭ അവിടെ നിന്ന് ശക്തിപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. ഇതിൻ്റെ പിന്നിലെ ചേതോ വികാരം സമർപ്പിതരായ യേശുവിൻ്റെ അനുഗാമികളുടെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയ പ്രവർത്തനമാണ്. നിങ്ങളറിയണ്ടേ, ഇത് രൂപപ്പെട്ട ആരംഭ കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. ബൈബിളിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ യെരുസലേമിലെ സഭയ്ക്ക് ഒരു പീഡനം നേരിട്ടു. എന്തായിരുന്നു അവർ നേരിട്ട പീഡനം എന്ന് നിങ്ങൾക്കറിയണ്ടേ? അവർ നേരിട്ട പീഡനം അന്ന് നിലനിൽക്കുന്ന റോമൻ ഭരണകൂടവും യഹൂദ സമൂഹവും ഒരുമിച്ച് അവരെ പീഡിപ്പിച്ചു. അവരെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ചിലത് ഞാൻ നിങ്ങളോട് പറയാം. അവരുടെ പ്രസംഗങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന ചില വ്യവസ്ഥിതികളെ അടിമുടി തകർത്തു. അവരുടെ പ്രസംഗങ്ങൾ കേട്ട് ആളുകൾ കൂട്ടം കൂട്ടമായി ഈ പാത തിരഞ്ഞെടുത്തു. അത് പൗരോഹിത്യത്തിന് ബുദ്ധിമുട്ടായി തീർന്നു. അത് രാജ്യത്ത് നിലനിന്നിരുന്ന മതനിയമങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീർന്നു. അത് റോമൻ രാഷ്ട്രീയ സ്ഥിതിയെ കൂടി മാറ്റി. അവിടെ എനിക്കല്പം ഊന്നൽ കൊടുത്തു ചിലത് പറയാനുണ്ട്. പുരാതനമായ റോമിൽ ചിലതരം മനുഷ്യരുണ്ടായിരുന്നു. വലിയ സമ്പന്നരായ മനുഷ്യർ, സമൂഹത്തിലെ എലീറ്റ് ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചിലതരം മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് ഉന്നത പൗരത്വം റോമിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ആ ഉന്നത പൗരന്മാർക്ക് എല്ലാത്തരം ആനുകൂല്യങ്ങളും ആദരവുകളും കൊടുത്തുകൊണ്ടാണ് സമൂഹം ഇടപെടുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഭരണഘടനയിലില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും തരത്തിലൊരു പൗരൻ ഉന്നത പൗരനാണെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണം കൂടി നിങ്ങൾ അറിയാതിരിക്കരുത്. നമ്മൾ രാജ്യത്തെ വിമർശിക്കുമ്പോൾ തന്നെ ഒരു ഗുണം ഉള്ളത്, യാതൊരുവൻ കടക്കണിയിൽ അകപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, ആ കടം തിരിച്ചടയ്ക്കാൻ ആ മനുഷ്യൻ ബുദ്ധിമുട്ടുന്നു എന്ന് കണ്ടാൽ നമ്മുടെ രാജ്യം വിദേശ രാജ്യത്ത് വല്ലതും പോയി ജീവിക്കാൻ അവനൊരു മൗനാനുവാദം കൊടുക്കും. അവിടെ പോയി ജീവിച്ചോണം, പിന്നെ ഇങ്ങോട്ട് വരരുത്, പിന്നെ അവൻ്റെ കടം നമ്മളെല്ലാം കൂടി വീടണം. അങ്ങനൊരു ഭാഗ്യവാൻ്റെ പേരാണ് വിജയ് മല്യ. മനസ്സിലായില്ലേ? മറ്റൊരുവൻ്റെ പേരാണ് റോട്ടോമാക്ക്, ഒരു കമ്പനി. ഇങ്ങനെ എന്നെയും നിങ്ങളെയും പോലെ ഒരാൾ പോയിട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം, എന്തെല്ലാം പ്രയാസമാണ്. ഇത്തരം കടമ്പകളൊന്നുമില്ലാത്ത കുറേ ഭാഗ്യവാന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നു, ബാങ്കുകൾ തമ്മിൽ ലയനം നടക്കുന്നു. ഇത് കേട്ടുകൊണ്ട് ഞാൻ സന്തോഷിച്ച ഒരാളാണ്. കാരണം പൊതുമേഖലയിൽ ബാങ്ക് വേണം എന്ന് പറയുമ്പോൾ തന്നെ ഈ പൊതുമേഖല ബാങ്കുകൾ എത്ര സാധാരണക്കാരന് ലോൺ കൊടുക്കുന്നു എന്നറിയില്ല. ഇങ്ങനെ നിങ്ങൾ ചിട്ടി വെച്ചൊരു കമ്പനിയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ചിട്ടി ഒത്തുവന്നാൽ പോലും ഇത് തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. എന്തെല്ലാം ഡോക്യുമെൻറ്റുകൾ കൊടുക്കണം.
ഇതാണ് സ്ഥിതിവിശേഷമെങ്കിൽ ഇതൊന്നും ആവശ്യമില്ലാത്ത ആളുകളെയാണ് എലീറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അത്തരം ക്ലാസ്സുകൾ ഇന്ത്യയിൽ ഭരണഘടനാപരമായി നിർവചിച്ചിട്ടില്ലെങ്കിലും അലിഖിതമായി ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം നിലനിൽക്കെ റോമിൽ അത് നിയമം മൂലം തന്നെ ഉണ്ടായിരുന്നു. റോമിലെ ആ എലീറ്റ് ക്ലാസ് അറിയപ്പെട്ടിരുന്നത് പെട്രീഷ്യൻസ് എന്നായിരുന്നു. കൂടാതെ മറ്റൊരു ഗ്രൂപ്പുണ്ടായിരുന്നു, പ്ലീബിയൻസ്. എന്താണ് പ്ലീബിയൻസിൻ്റെ പ്രത്യേകത എന്നറിയണ്ടേ? അവർ എലീറ്റ് ക്ലാസ്സോളം വരില്ല, പക്ഷേ കുറേ നാൾ പണിയെടുത്ത് കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം ചക്രവർത്തിക്ക് ഒരു പ്രത്യേകതരം നികുതി അടച്ചാൽ അവർക്കും കിട്ടും ഈ എലീറ്റ് ക്ലാസ്സിലേക്ക് എത്താനുള്ള പെട്രീഷ്യൻ എന്നുള്ള ആ പൗരത്വം. ഇതിനാണ് സെയിൻറ്റ് പോളിനെ വിചാരണ ചെയ്യുന്നൊരു കോടതിയിൽ സെയിൻറ്റ് പോൾ മൊഴി കൊടുക്കുകയാണ്, ഞാനൊരു റോമാ പൗരൻ. അപ്പോഴേക്ക് കോടതിയിലിരിക്കുന്ന ആ മജിസ്ട്രേറ്റ് പറയുകയാണ്, നീ ഒരു റോമാ പൗരനെന്ന് ഞാൻ അറിഞ്ഞില്ല. വീണ്ടും പറയുക, അവൻ ഭയന്നു പോയി. കാരണം ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ ശിക്ഷിക്കാൻ പാടില്ല. ഭയന്നു പോയപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അത് ഏറിയ ദ്രവ്യം കൊടുത്തു വാങ്ങി, വലിയ മുതൽ മുടക്കിയാണ് ആ മജിസ്ട്രേറ്റിന് ഈ പെറ്റീഷൻ എന്ന പദവി കിട്ടുന്നതെങ്കിൽ സെയിൻറ്റ് പോളിൻ്റെ മറുപടി അതിനെ കടത്തി വെട്ടുന്നതായിരുന്നു. സാർ, അങ്ങേക്ക് മുതൽ മുടക്ക് കൊടുത്തത് വാങ്ങേണ്ടി വന്നെങ്കിൽ ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. തലമുറയായി കയ്യാളി വരുന്ന റോമൻ പൗരത്വത്തിൻ്റെ ശ്രേഷ്ഠത അത് വലിയ അംഗീകാരമാണ്. രണ്ടാമത് നിൽക്കുന്ന ആളുകൾക്കുമുണ്ട് അംഗീകാരമെങ്കിൽ റോമിൽ മൂന്നാം നിരയിൽ ചില ആളുകളുണ്ട്. അവരുടെ പേരാണ് ഡൂലോസ് അഥവാ അടിമകൾ. ഈ അടിമകളുടെ എണ്ണം ഏറെയായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ കന്നുകാലികളെ വിൽക്കുന്നത് പോലെ അടിമകളെ വിൽക്കുന്ന സ്ഥിതിവിശേഷം അന്ന് പൗരാണിക റോമിലുണ്ടായിരുന്നു. എന്തിന് റോമിനെക്കുറിച്ച് പത്രം പറയുന്നു? നമ്മുടെ നാട്ടിലും അടിമച്ചന്തകളുണ്ടായിരുന്നു. തൊട്ടടുത്ത ചങ്ങനാശ്ശേരി അടിമകൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറവഞ്ഞ അടിമകളെ കിട്ടുന്ന സ്ഥലമായിരുന്നു. 3 രൂപയായിരുന്നു ചങ്ങനാശ്ശേരിയിൽ ഒരടിമയുടെ വില. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അടിമയെ വിലക്ക് വാങ്ങിക്കൊണ്ട് നിങ്ങൾ മല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ അന്ന് ദുർഘടമാണ് വഴിയെങ്കിലും അവിടെ വരെ ബുദ്ധിമുട്ടി വന്നാൽ ഈ 3 രൂപയിൽ നിന്ന് നിങ്ങൾക്ക് 18 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുമായിരുന്നു. വിലപേശി വിൽക്കാനായിട്ടൊക്കെ സാധിക്കുമായിരുന്നു. അങ്ങനത്തെ അന്തരീക്ഷമുണ്ടായിരുന്നു. തിരുനക്കര മൈതാനവും അടിമച്ചന്തയായിരുന്നു. ഇതുപോലെ റോമൻ ഭരണകൂടത്തിൽ അടിമച്ചന്തകൾ ധാരാളമായി നിലനിന്നിരുന്നു. അപ്പോൾ അടിമകളുണ്ട്, യജമാനന്മാരുണ്ട്. 10ഉം 100ഉം അടിമകളെ സ്വന്തമാക്കാൻ കഴിയുന്ന വലിയ വലിയ സമ്പന്നർ ആ നാട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ പ്രകാശനം. ഈ ക്രിസ്തീയ വിശ്വാസം ഈ സമത്വത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച് ഒക്കെ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തിൻ്റെ പോലും ഏറ്റവും ശ്രേഷ്ഠമായ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ബൈബിളിലാണ്. ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഭരണക്രമം കാണാം. കാരണം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നു വരുന്ന ജനത എങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്നത് സംബന്ധിച്ച് ഒരു ചർച്ച രൂപപ്പെട്ടു വരുമ്പോൾ താനൊരുത്തൻ മാത്രം ഇവ നോക്കി കൈകാര്യം ചെയ്യാനുള്ള ആ വൈഷമ്യം പറയുമ്പോൾ മോശയുടെ പിതാവ് തൻ്റെ ഭാര്യാപിതാവ് പറയുകയാണ്, നിൻ്റെ കൂടെയുള്ള ആളുകളിൽ നല്ല കരുത്തന്മാരായ ആളുകളുണ്ടല്ലോ, അവരിലൊരു 70 പേരെ നീ തിരഞ്ഞെടുത്തിട്ട് നിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, നിന്റെ ചിന്താപരത, നിന്റെ ശേഷി അവരിലേക്ക് പകരപ്പെടണം. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവരിലേക്ക് അത് സന്നിവേശിപ്പിക്കുമ്പോൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരവിടെ ചർച്ച ചെയ്ത് തീർക്കണം. അവർക്ക് തീർക്കാൻ വയ്യാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് നിന്നിലേക്ക് കൊണ്ടുവരണം. നോക്കണമേ, ശ്രേണീകൃതമായ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രാക്തനമായ രൂപം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുമെങ്കിൽ വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോഴും അഡ്മിനിസ്ട്രേഷൻ്റെ ഇത്തരം ഒരു രൂപം ദർശിക്കാനായിട്ട് സാധിക്കും. അത് സ്ത്രീകൾക്കിടയിൽ അന്ന് നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾ തമ്മിൽ ചിലതരം വിവേചനങ്ങൾ, 2 ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിൽ യോജിക്കാൻ കഴിയാത്ത പരിതസ്ഥിതി സംജാതമായി. മേശമേലൊക്കെ വിവേചനം നേരിട്ടപ്പോൾ അത് പൊതുവിൽ ചർച്ച ചെയ്തെടുത്തപ്പോൾ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് രമ്യമായി പരിഹരിക്കാൻ നമുക്കിടയിൽ നിന്ന് ആത്മനിറവുള്ള, വചന പരിജ്ഞാനമുള്ള, പ്രസംഗ പാഠവമുള്ള, ഉൾക്കാഴ്ചയുള്ള, ദാർശനിക ബോധമുള്ള ഒരു 7 പേരെ തിരഞ്ഞെടുക്കണം. അവരെ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ തലവനായി ഞാൻ വരാമെന്നല്ല അപ്പോസ്തലൻ പറഞ്ഞത്. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുമ്പോൾ ഇവർ അഡ്മിനിസ്ട്രേഷൻ നോക്കട്ടെ, അവർ ഈ വ്യവഹാരങ്ങളൊക്കെ നോക്കിക്കൊള്ളട്ടെ. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ മുഖങ്ങൾ നിങ്ങൾക്ക് അവിടെ ദർശിക്കാനായിട്ട് സാധിക്കും. വീണ്ടും പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉജ്ജ്വലമായ ഉദാഹരണങ്ങൾ വിശുദ്ധ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ നിർദ്ദിഷ്ടമായ വിഷയത്തിലേക്ക് വേഗത്തിൽ എനിക്ക് വരണം. നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്ത് പൂർവികമായ ഒരു പരിതസ്ഥിതി എന്തായിരുന്നു? അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങളെ ഒന്ന് കാണേണ്ടതുണ്ട്. ഞാൻ ഘട്ടം ഘട്ടമായിട്ടൊന്ന് വരട്ടെ. റോമിൽ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? റോമിൽ ഈ പ്രസംഗം അങ്ങോട്ട് നടത്തി കഴിഞ്ഞപ്പോൾ ഇത് കേട്ട നിരവധി യജമാനന്മാർ, പെട്രീഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതാ, ഞങ്ങൾ ഇതുവരെ ചെയ്തത് തെറ്റാണ്. ഈ തെറ്റിനെതിരെ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്താനുണ്ട്.
അവർ പ്രായച്ചിത്ത വിവശരായി തീർന്നു. നിങ്ങൾക്കറിയേണ്ട വിശുദ്ധ ബൈബിളിൽ ഫിലമോൻ്റെ ലേഖനം എന്ന പേരിൽ ഒരു ലേഖനമുണ്ട്. എന്താണ്? ചെറിയൊരു ലേഖനമാണ്, ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാം. നിങ്ങൾക്ക് 5 മിനിറ്റ് പോലും വേണ്ട ആ പുസ്തകം വായിച്ചു തീർക്കാൻ. 2000 ആണ്ടുകൾക്കപ്പുറത്ത് നടന്നൊരു സംഭവമാണ്. ഈ ഫിലമോൻ എന്നറിയപ്പെടുന്ന ഒരു പെട്രീഷ്യൻ, ഒരു ഉന്നത കുലജാതൻ, ഒരു എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം വലിയ സമ്പന്നൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാളുടെ പേര് ഒനേസിമോസ് എന്നായിരുന്നു. ഈ ഒനേസിമോസ് ഫിലമോൻ എന്നു പേരായ ധനാഢ്യൻ്റെ വീട്ടിൽ ഒരു മോഷണം നടത്തുകയാണ്. ഈ തൊണ്ടി മുതലോടുകൂടി അവനെ പിടിച്ചു. അവൻ വന്ന് ജയിലിലകപ്പെട്ടു. അവൻ വന്ന ജയിലിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ജയിലിൽ കിടന്നത് സുവിശേഷ നിമിത്തം ബന്ധിയാക്കപ്പെട്ട ഒരു സുവിശേഷകനായിരുന്നു, ഒരു ദൈവപുരുഷനായിരുന്നു. ആരാണതെന്ന് ബൈബിൾ വായിക്കുന്നവർക്കറിയാം. ധനനായ പൗലോസ്. വെക്കണം, കൈകളിൽ ചങ്ങല ധരിച്ച് ഈ ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യന് മറ്റു തടവുകാർക്കിടയിലേക്ക് ഒരു ഭീകരനെ, ഒരു കുറ്റവാളിയെ, ഒരു കൊടും കുറ്റവാളിയെ, ഒരു മോഷ്ടാവിനെ കൊണ്ടിട്ടപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ജയിലിലിട്ടാൽ ഇതര ജയിൽ പുള്ളികൾ തന്നെ ഈ മനുഷ്യനെ ഉപദ്രവിക്കും. കള്ളനാണെന്ന് പറഞ്ഞ് വല്ലാതെ അടിച്ച് ചവിട്ടി വല്ലാത്ത പ്രയാസങ്ങളുണ്ടാക്കും. ആ ചങ്ങല കൊണ്ടൊക്കെ അവനെ ഉപദ്രവിക്കും. അതാ ഭീകരമായ പീഡയാണ് ഇവിടെ. പക്ഷേ പൗലോസിൻ്റെ സെല്ലിൽ അകപ്പെട്ട ഈ ചെറുപ്പക്കാരനെ കണ്ട് പൗലോസ് ചോദിച്ചു, കൂട്ടുകാരാ, എന്താ പറ്റിയത്? നീ എങ്ങനെ ഇവിടെ വന്നത്? അവൻ തൻ്റെ കഥകളൊക്കെ പറയുക. ഇതെല്ലാം കേട്ട് പൗലോസ് എന്ന മനുഷ്യൻ അവനോട് മോഷണത്തെപ്പറ്റി പറഞ്ഞു, അതിൻ്റെ ദുരിതങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി. ഇതാ ഞങ്ങളും ചെയ്യുന്നതേ. മദ്യത്തിൻ്റെ ദുരിതം എന്താണ്, പുകവലിയുടെ ദുരിതം എന്താണ്, തെറ്റായ വഴികളുടെ ദുരിതം എന്താണ്, ഇത് പറഞ്ഞ് മനസ്സിലാക്കും സമൂഹത്തെ. അതിന് ഞാൻ അല്പം കൂടെ ആഴത്തിൽ അതൊന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, മോഷണം ചെയ്യുന്ന ഒരാൾ വിചാരിക്കുന്നത് ഈ മോഷണം ചെയ്യുന്നതോടുകൂടി ഈ മുതലല്ല എൻ്റെ സ്വന്തമായിന്ന. അല്ലല്ല, നീ കുരുക്കിലകപ്പെടുകയാണ്. ഊരാൻ വയ്യാത്ത കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കള്ളം പറഞ്ഞ് എത്ര കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ഊരിപ്പോരാൻ വയ്യാത്ത ഒരു കുരുക്ക് നിന്നെ ചുറ്റി പൊതിയുകയാണ്. അനധികൃതമായ പണം കയ്യിൽ വന്നാൽ ആ പണം നിമിത്തം നീ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടാൻ അവസരം സംജാതമാകുകയാണ്. നീ ചെയ്യുന്ന ദുഷ്കൃത്യം കണ്ടുകൊണ്ട് ഒളിക്യാമറകൾ കണ്ണു തുറന്നിരിപ്പുണ്ട്. ചെയ്യുന്ന ദുഷ്കൃത്യം കണ്ടുകൊണ്ട് മറ്റു മനുഷ്യർ നോക്കി നിൽപ്പുണ്ട്. നിയമം നിന്നെ കയ്യാമം വെക്കും. അതുകൊണ്ട് നിന്നെ തുറുങ്കിലടയ്ക്കും. നിന്റെ പേരും വിലയുമൊക്കെ പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. വീണ്ടും പറയട്ടെ, ഈ മോഷണം മാത്രമല്ല, കുറ്റകൃത്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ ദൈന്യത നിറഞ്ഞ ചില മുഖങ്ങളെ കാണാം. കണ്ണീരോടെ നിൽക്കുന്ന സ്ത്രീകളെ കാണാം. അവിടെ രക്തം കൊടുക്കാൻ വേണ്ടി സാമൂഹ്യമായ ആ സന്നദ്ധത അറിയിച്ചുകൊണ്ട്, പ്രതിബദ്ധത അറിയിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്ന ചെറുപ്പക്കാരെ കാണാം. അവരൊന്നും പണം വാങ്ങില്ല. പണം വാങ്ങാതെ രക്തം കൊടുക്കുന്ന, പണം വാങ്ങാതെ പൊതിച്ചോറ് കൊടുക്കുന്ന, പണം വാങ്ങാതെ മറ്റേ രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ക്രൈസ്തവ സഭയുടെ നിരവധിയായ ഘടകങ്ങൾ ആ സ്ഥലത്ത് സൗജന്യ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന അനുഭവം നമുക്കുണ്ടല്ലോ. നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി തിരിഞ്ഞിട്ടുള്ള ആളുകളാണല്ലോ. പക്ഷേ അവിടെയും വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ കാണാം. കെട്ടുതാലി പണയപ്പെടുത്തി ഭർത്താവിൻ്റെ ഓപ്പറേഷന് വേണ്ടി കരുതി വച്ച പണം അങ്ങോട്ട് പോകുമ്പോഴേക്ക് കൊള്ളയടിക്കുന്ന കള്ളന്മാർ അതിൻ്റെ പരിസരത്തുമുണ്ട്. ഓർത്തു നോക്കുക, ഒരു സ്ത്രീയെ താലി പണയം വെച്ച് പ്രിയപ്പെട്ടവൻ്റെ പ്രാണനെ നിലനിർത്താൻ വേണ്ടി പോകുമ്പോൾ അത് കൊള്ളയടിച്ചിട്ട് അതുകൊണ്ട് ബിരിയാണി കഴിക്കുന്ന ഒരു മനുഷ്യൻ വാരിക്കഴിക്കുന്ന ഭക്ഷണം വിഷമാണെന്ന് അയാൾ അറിയുന്നില്ല. ഒരിക്കലത് അയാളെ തിരിഞ്ഞു കൊത്തുമെന്നറിയുന്നില്ല. ആ കനത്ത പാപത്തിൻ്റെ ബോധം അത് മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ട് അവനെ കുറ്റവാളിയാക്കി അങ്ങനെ തള്ളിവിടുകയല്ല സുവിശേഷം ചെയ്യുന്നത്. നോക്കണേ പ്രിയപ്പെട്ടവരെ, ചിലതുകൂടി എനിക്കൊന്ന് ചേർത്ത് പറയാനുണ്ട് പാപത്തിൻ്റെ ശക്തിയെപ്പറ്റി. നോക്കണം, മദ്യമുണ്ടാക്കുന്ന ആളുകൾ, മദ്യം വിപണനം ചെയ്യുന്ന ആളുകൾ, ഞാൻ അതേപ്പറ്റി പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഈ രാജ്യത്ത് ധാരാളം മദ്യശാലകളുണ്ട്, ധാരാളം ബാറുകളുണ്ട്. ഈ ബാറോ കള്ളുഷാപ്പോ ഒന്നും പ്രവർത്തിക്കുന്നത് മോശമായ ഒരു അന്തരീക്ഷത്തിലല്ല. അത് നിയമാനുസൃതം ഈ രാജ്യത്തിലെ ഗവൺമെൻറ്റിന് അടക്കേണ്ട നികുതിയൊക്കെ കൊടുത്ത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് അനിവാര്യമായ സംഭാവനകളൊക്കെ കൊടുത്ത് സാമൂഹികമായി തന്നെ പ്രവർത്തിക്കുന്ന അംഗീകൃത സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അതിൽ ലേലം വിളിച്ചെടുക്കുന്ന ആളിന് വലിയ ചിലവുള്ളതാണ്. അത് നിമിത്തം ധാരാളമായ തൊഴിലാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ മദ്യം എങ്ങനെയൊക്കെയാണ് പാപത്തിൻ്റെ വഴികളിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുപോകുന്നതെന്ന് പറയണ്ടേ. ആ വാറ്റി ഉണ്ടാക്കുന്ന മദ്യം കൊടുക്കുന്ന ഒരാൾ, അയാൾ ഉപജീവനത്തിനായി ചെയ്യുന്നൊരു ജോലിയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇത് കുടിക്കുന്ന ആളുകൾ ആരൊക്കെയാ? അധ്യാപകരുണ്ടാകാം, ഡോക്ടേഴ്സ് ഉണ്ടാകാം, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടാകാം, അപകടകരമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുണ്ടാകാം. ഈ പോകുന്ന മനുഷ്യൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഒരു വാഹനം ഓടിക്കുന്നു വിചാരിക്കുക. വാഹനം ഓടിച്ചു വന്ന് അയാൾ ഈ വാഹനം കൊണ്ട് ഇടിപ്പിക്കുന്നതേ കഴിഞ്ഞയാഴ്ച വിവാഹം നടന്ന ഒരു പയ്യൻ്റെ ദേഹത്താകും.
അതല്ലെങ്കിൽ ഗർഭവതിയായ നമ്മുടെ സഹോദരിയുടെ ദേഹത്താകും, അതല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള 100,000 പ്രതീക്ഷകളോടെ കലാലയത്തിലേക്ക് പോകുന്ന 4-5 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിലാകും. ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, ആ ഭവനത്തിൽ അതെന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴൊക്കെ വാർത്ത കാണുന്ന വേളയിൽ ഈ കുട്ടികളുമായി പോകുന്ന സ്കൂൾ വാനുകളൊക്കെ ഇടിച്ച് അവർ മരിക്കുന്നതും ആ വണ്ടി മറിഞ്ഞു വീഴുന്നതുമായ വാർത്തകൾ വരുമ്പോൾ വേദന കൊണ്ട് ശ്രദ്ധിക്കാറില്ല. പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകും. ഈ ഒരു മനുഷ്യനെന്ന നിലയിൽ അത് താങ്ങാനുള്ളൊരു ത്രാണിയില്ല. കാരണം പിഞ്ചോമനകളുടെ കയ്യിൽ, ചോറ്റുപാത്രം പിടിച്ച കയ്യിൽ, ഇത് അവരുടെ പുസ്തകക്കെട്ടുകളൊക്കെ ഇരിക്കുന്ന ബാഗുമൊക്കെ ഇരുന്ന് ഈ കുഞ്ഞുങ്ങളിങ്ങനെ കിടക്കുന്നു. എന്തൊരു വേദനാജനകം. പിറ്റേന്ന് അവരുടെ ശവശരീരമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അധ്യാപകരും കുട്ടികളുമൊക്കെ കാണാൻ ചെല്ലുക, സ്ഥല MLA കാണാൻ ചെല്ലുക, മെമ്പർ കാണാൻ ചെല്ലുക. അവരൊക്കെ അനുശോചനം പറഞ്ഞിട്ട് ഈ കുടിച്ച മനുഷ്യനെ അവനെ പിടിച്ച് കയ്യിൽ ആമം വെച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണും. അവനെ മാത്രം കുറ്റം പറയരുതേ സ്നേഹിത. നിങ്ങൾ ഒരു നേരത്തേക്ക് ചെയ്ത ഈ ദുഷ്കൃത്യം വളഞ്ഞ വഴിക്ക്, പരോക്ഷമായ വഴിക്ക് എത്ര മനുഷ്യന്റെ പ്രാണനെടുത്തു എന്ന് പറയുമ്പോഴാ പാവത്തിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. ഈ നിരന്നു കിടക്കുന്ന പിഞ്ചോമനകളുടെ ശവശരീരമില്ലേ, അത് നിർജീവമാണ്. അവയ്ക്കിനി കൈയടിക്കാൻ വയ്യ, അവയ്ക്കിനി ചിരിക്കാൻ വയ്യ, പാവകളെ നെഞ്ചോട് ചേർത്തി ലാളിക്കാൻ വയ്യ, അവയ്ക്കിനി പപ്പാ മമ്മി എന്നൊന്നും വിളിക്കാൻ വയ്യ. പക്ഷേ ആ നിഷ്കളങ്ക രക്തം നിലത്ത് കിടന്ന് നിലവിളിക്കുന്നുണ്ട്, ഒരു പ്രതികാരം ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം: ഞങ്ങൾ എന്ത് പിഴച്ചു, എന്ത് കുറ്റം ചെയ്തു, ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ്, നിരുപദ്രവകാരികളായ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? വീണ്ടും പറയട്ടെ, മദ്യം നിമിത്തം തെരുവിലിറങ്ങി യാചിക്കേണ്ടി വന്ന എത്ര മനുഷ്യരുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മദ്യനിമിത്തം അനാഥമായ എത്ര വീടുകളുണ്ടെന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ഓർക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ച ശേഷം ആയിരക്കണക്കിന് തെരുവ് യാചകരെ രൂപീകരിച്ച, അവരെ സൃഷ്ടിച്ച ഒരു വ്യവസായശാലയുടെ പേരല്ലേ മദ്യം. തൊട്ടടുത്തൊരു ബാറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ: ഈ രാജ്യത്ത് നിരവധി ആളുകളെ കുത്തുവാള എടുപ്പിച്ച, ദരിദ്രന്മാരാക്കി തീർത്ത പൈശാചികമായ ഒരു കേന്ദ്രത്തിൻ്റെ പേരാ മദ്യമെന്ന് പറയാൻ ഞങ്ങൾ അമാന്തിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? മദ്യം വരുത്തുന്ന ആധുനികമായ സിന്തറ്റിക് ഡ്രഗ്സുകൾ നൽകുന്ന ചിലതരം ഉന്മേഷമില്ലേ, ഇതിൻ്റെ പേരിൽ എത്ര പിഞ്ചോമനകളുടെ ജീവൻ ബലികടിപ്പിക്കേണ്ടി വന്നു, എത്ര പേരുടെ വിവാഹം റദ്ദ് ചെയ്യപ്പെടേണ്ട സ്ഥിതിയുണ്ടായി, എത്ര കുടുംബ കോടതികളിൽ 100 കണക്കിന് കേസുകൾ ഇങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഈ മദ്യപാനം, ഇതിൻ്റെ രൂക്ഷമായ ഈ പ്രശ്നത്തെ പറ്റിയേ സർക്കാർ ബോധവൽക്കരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇത് പ്രസംഗിക്കാൻ പ്രത്യേകിച്ച് അനുമതി തന്നിട്ടുണ്ട്, കൗൺസിലിങ്ങിന് അനുമതി തന്നിട്ടുണ്ട്. പക്ഷേ ഇനി സർക്കാർ നാളെ നിയമം മൂലം റദ്ദു ചെയ്താലും ഈ സ്ഥിതിക്ക് മാറ്റം വരില്ല. കാരണം വർഷങ്ങൾക്കപ്പുറത്ത് ഏപ്രിൽ 1 ചാരായം നിരോധിച്ചതുകൂടെ കൂടി എന്താ സംഭവിച്ചത്? പുതിയ സ്ഥിതിവിശേഷങ്ങൾ സംഭവിച്ചു. നിരോധനം കൊണ്ട് അർത്ഥമില്ല, അല്ലെങ്കിൽ ഈ വസ്തു അവൈലബിൾ അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല, ബാറുകൾ മുഴുവൻ പൂട്ടിപ്പോയത് കൊണ്ട് അർത്ഥമില്ല. ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ലോബികൾ മറ്റൊരു രൂപത്തിൽ പുറത്തു വരുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രായോഗികത. ഇന്ത്യ മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് മനുഷ്യരെ മദ്യാസക്തിയിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, പുകവലിയിൽ നിന്ന്, സിന്തറ്റിക് ഡ്രമ്മിൽ നിന്ന് എന്നേക്കുമായി വിമോചിപ്പിച്ചെടുത്ത ഉജ്ജ്വലമായ മാർഗമാണ് യേശുവിൻ്റെ മാർഗം എന്ന് പറയാൻ ഞങ്ങൾ ഈ സമയത്ത് അമാന്തിക്കുന്നില്ല. അതാണ് നമ്മുടെ അഭിമാനവും സന്തോഷവും. ഇതേ കാര്യം പൗലോസ്ലീഹ ഈ ജയിലിൽ വെച്ച് നടത്തുക. നീ ഇനിമേൽ മദ്യപിക്കരുത്. കാര്യങ്ങളെല്ലാം കേട്ട് അവൻ പൊട്ടിക്കരഞ്ഞ് മാനസാന്തരപ്പെട്ടു, ഒരു പുതുമനുഷ്യനായി മാറി. ആ ജയിലറയ്ക്കുള്ളിൽ വിലങ്ങണിഞ്ഞ കൈകൾ കൊണ്ട് ധനനായ പൗലോസ് അവൻ്റെ തലയിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു, ഒരു പുതുമനുഷ്യനായി തീർന്നു. വീണ്ടും പലവിധ സംഭാഷണങ്ങൾ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുക. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പൗലോസ് ചോദിച്ചു, സ്നേഹിത, ഇതൊക്കെയാണെങ്കിലും നീ എവിടുത്തുകാരനാ? കാര്യമെല്ലാം കേട്ട് മനസ്സിലാക്കി. ഒടുക്കം പൗലോസ് ചോദിച്ചറിഞ്ഞു, താൻ മോഷ്ടിച്ചത് പൗലോസിൻ്റെ കൂടി ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. പൗലോസിനോട് വേണ്ടപ്പെട്ട ബന്ധമുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ്. അവനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്ന ലേഖനത്തിൻ്റെ പേരാണ് നമ്മൾ വായിക്കുന്ന ഫിലമോൻ്റെ ലേഖനം. അല്ലയോ പ്രിയ സഹോദര ഫിലമോനെ, ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് മോഷണം ചെയ്ത ഒരുവനെ പരിചയപ്പെട്ടു. ഞാൻ ഇന്നിവനെ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയക്കുക. അതിൻ്റെ കാരണമുണ്ട്, അവൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ടല്ല, മറിച്ച് നീ അവനോട് ക്ഷമിച്ചു എന്ന ഒരറിയിപ്പ് എഴുതി ഇങ്ങോട്ട് കൊടുത്തു വിട്ടാൽ ഇവനിതിൽ നിന്ന് പുറത്തു വരും. തന്നെയല്ല സഹോദര, ഇവനിപ്പോൾ വന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റം നിമിത്തം ഞാനിനി അവനെ വിളിക്കാൻ പോകുന്നത് തടവുപുള്ളി എന്നോ കള്ളനെന്നോ ഒന്നും അല്ലെന്നേ. കള്ളനെ പോലും കള്ളനെന്ന് വിളിക്കാൻ അമാന്തിക്കുന്ന കാലത്ത് കള്ളനെയും സ്നേഹിതനായി കരുതിക്കൊണ്ട് പൗലോസ്ലീഹ പറയാണ്, അവൻ കള്ളനല്ല, അവൻ നാളെ മുതൽ നിന്റെ സഹോദരനാണ്. സഹോദരൻ അവനെ വിളിക്കണം. അവനോട് നീ ചെയ്ത ഈ കേസുകളൊക്കെ നീ പിൻവലിക്കണം. ഒടുവിൽ പറയുക, അതുകൊണ്ട് കേസ് പിൻവലിച്ചിട്ടേ നീ വെറുതെ ഇരിക്കണമെന്നൊന്നുമില്ല. അവൻ നിന്നോട് എന്തെങ്കിലും കടപ്പെട്ടാൽ പൗലോസായ ഞാൻ സ്വന്തം കയ്യാൽ അത് വീട്ടി തീർക്കും, ഞാനത് പരിഹരിച്ച് തീർക്കും. ഇങ്ങനെ ഇടിവിൽ നിന്നുകൊണ്ട്, മാധ്യസ്ഥം വഹിച്ചുകൊണ്ട്, ജാമ്യം നിന്നുകൊണ്ട് തൻ്റെ സഹോദരൻ
സഹോദരനെ വിമോചനത്തിൻ്റെ വഴിത്താര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് വഴി, ഇതുവഴി നീ പുറത്തേക്ക് പോകണമെന്ന് പറയുന്ന ഏറ്റവും ശക്തിമത്തായ വിമോചനത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ആ വിശുദ്ധ സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രസംഗിക്കുമ്പോൾ അത് അടിമകളുടെ വിമോചനമാണ്. റോമിലെങ്ങും ഇതങ്ങ് ആളിപ്പടർന്നില്ലേ? ജൂതന്മാർക്കിടയിൽ വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ പോയ യഹൂദ പരീക്ഷകൾ തള്ളിക്കളഞ്ഞ സുവിശേഷത്തിന് വേരോട്ടമുണ്ടായത് റോമിലെങ്ങുമാണ്. റോമിലെങ്ങും അങ്ങോട്ട് വേരോട്ടമുണ്ടായപ്പോൾ എന്താണ് സ്ഥിതി? ഉഗ്രപ്രതാപങ്ങൾ മറ്റൊരു തരത്തിൽ മുട്ടുകുത്തി. കാരണം അടിമകൾ ബോധവൽക്കരിക്കപ്പെട്ടു, അവരവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. അവർ പറയുന്ന വചനത്തിൻ്റെ പ്രഖ്യാപനമാ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഞങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ വളരെ ത്രസ്റ്റ് ചെയ്ത് പ്രസംഗിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അടിമ നുഖത്തിൽ ഇനി കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തരം പാരതന്ത്ര്യത്തോടും എന്നേക്കുമായി വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഘോഷണം അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയ അത് ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം ചെന്നോ അവിടെയെല്ലാം ഇത്തരം ചില മാറ്റങ്ങളുണ്ടായി. സമയപരിധി കൊണ്ട് നമുക്ക് വേഗത്തിൽ ഇന്ത്യയിലേക്ക് വരണം. ഇന്ത്യയിലെ ക്രൈസ്തവ സഭ ഇവിടെ എന്താണ് ചെയ്തത്? അതിൻ്റെ പ്രവർത്തന രീതി എന്താണ്? അതെങ്ങനെയാണ് ജനങ്ങളുമായി സംവദിച്ചത്, ജനങ്ങളുമായി ഇടപഴകിയത്? പറയട്ടെ, കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് 2 സഹസ്രാബ്ദങ്ങളുടെ വഴക്കമുണ്ടെന്നാണ് ഒരു കണക്ക്. എന്നാൽ നമ്മുടെ മുമ്പിൽ ലഭ്യമായിട്ടുള്ള ഒരു ധാരണയനുസരിച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ രേഖ എന്ന് പറയുന്നത് പാന്തീനസ് എന്നറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ്റെതാണ്. ഈ പാന്തീനസ് എന്ന് പറയുന്ന ആൾ ഒരു ഈജിപ്തിലെ ഒരു സെമിനാരിയുടെ ഒരു വൈദിക പാഠശാലയിലെ അധ്യാപകനായിരുന്നു പാന്തീനസ്. ഈ പാന്തീനസ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ കടൽ മാർഗം യാത്ര ചെയ്ത് ഇന്ത്യയിലെത്തുകയാണ്. ഏതാണ്ട് 2-ാം നൂറ്റാണ്ടിൻ്റെ ഇടക്കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ കോപ്റ്റിക് എന്നറിയപ്പെടും. ഈജിപ്ഷ്യൻ ഭാഷയുടെ പേരാണ് കോപ്റ്റിക്. അദ്ദേഹം ഒരു കോപ്റ്റിക് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, അദ്ദേഹം പല വായനയിലൂടെ ഇന്ത്യയെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിലേക്ക് വന്നതാ എന്തിനാണ്? തൻ്റെ പക്കലിരിക്കുന്ന കോപ്റ്റിക് ഭാഷയിലെ ബൈബിൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ആളുകളെ പഠിപ്പിച്ച് ബോധവൽക്കരിച്ചെടുക്കണം. അതിനുവേണ്ടി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ആ ദൗത്യം പൂർത്തീകരിക്കാതെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നിട്ട് തൻ്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ച ഇന്ത്യയെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ ക്രൈസ്തവ സഭയെ പരാമർശിക്കുന്ന രേഖാമൂലമുള്ള ആദ്യത്തെ കുറിപ്പ്. അത് സഭാചരിത്രകാരനായ യൗസേബിയസ് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ. ഏത് നാടാണ്? കുരുമുളകിൻ്റെ നാട് ഞാൻ സന്ദർശിക്കവേ മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടു. എൻ്റെ അർത്ഥം, ഇദ്ദേഹം കോപ്റ്റിക് ഭാഷയിലെ ബൈബിള് പഠിപ്പിക്കാൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കാരണവന്മാരുടെ കയ്യിൽ മത്തായിയുടെ സുവിശേഷം ഉണ്ടെന്ന്, ബൈബിൾ എഴുതിയ ഭാഷയിലെ സാധനം ഇവിടെ ഉണ്ടെന്ന്. എബ്രായ അറിയാം, അരമായിക്കറിയാം, പ്രാകൃതങ്ങളായ ആ ഭാഷകൾ, പുരാതനമായ ആ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് തിരിച്ചുപോയി. അത്രയും വലിയ ഒരു ചരിത്രം ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. എങ്കിലും ഇതിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പരിമിതി, അവർക്ക് മനസ്സിലാകുന്നൊരു ഭാഷയിൽ ബൈബിളില്ല. ഉള്ളത് സുറിയാനി ഭാഷയിലോ എബ്രായ ഭാഷയിലോ ഒക്കെയാണ്. അല്ലെങ്കിൽ പിൽക്കാലത്ത് കത്തോലിക്ക സഭയുടെ രംഗപ്രവേശത്തോടു കൂടി ലാറ്റിൻ ഭാഷയിലെ ബൈബിളും കിട്ടുന്നുണ്ട്. 1594 പോർച്ചുഗീസ് ആദി വരവോടുകൂടി ലാറ്റിൻ ബൈബിളും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റ് ബൈബിളുകളില്ല. ഈ ബൈബിളുകളുടെ പ്രത്യേകത, വായിക്കുന്ന ആളുകൾക്കൊഴികെ ജനസാമാന്യങ്ങൾക്കൊന്നും അറിയില്ല. ക്രിസ്തു ആരാണ്, രക്ഷ എന്താണ്, സുവിശേഷം എന്താണ് എന്നൊന്നും വലിയ അറിവില്ല. പുരോഹിതൻ പറഞ്ഞുവിടുന്ന പ്രാർത്ഥന ഒന്ന് ആവർത്തിച്ച് ആ കൂടെ നിൽക്കും എന്നതിനപ്പുറത്ത് ഒരു മതം എന്ന ചട്ടക്കൂടിനുള്ളിലേക്ക് ക്രിസ്തീയതയെ ഇന്ത്യക്കാർ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കാരണം കുരിശുണ്ട്, കുമ്പസാരക്കൂടുണ്ട്, പുരോഹിതനുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ്? ഇവർക്ക് ബൈബിൾ അറിഞ്ഞുകൂടാ. ഈ ചിന്താധാരകളൊന്നും ജനങ്ങളിലേക്ക് എത്താൻ പാകത്തിന് വേണ്ടത്ര പ്രഭാഷണങ്ങളൊന്നുമില്ല. അത്യാവശ്യം പാട്ടുമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ക്രൈസ്തവ സഭ ചില ദുരാചാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ദുരാചാരങ്ങളിലൊക്കെ പടപൊരുതി രൂപപ്പെട്ട സഭയാണ് നാം അറിയുന്ന മാർത്തോമ. മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA പ്രസംഗിച്ചതുപോലെ ഇവാഞ്ചലിക് ചർച്ചും ഈ മാർത്തോമാ സഭയും ഒക്കെ രൂപപ്പെടുന്നത് ഇത്തരം പ്രശ്നങ്ങളോട് സംഘർഷപ്പെട്ടുകൊണ്ടാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയാം. അതിന് മുമ്പുള്ള സ്ഥിതി എന്ന് പറയുന്നത് പള്ളികളിൽ ബൈബിളുമായോ അനുബന്ധ ചിന്തകളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത നിരവധിയായ ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. കോഴിവെട്ട് എന്നൊരു ദുരാചാരം പള്ളികളിൽ നിലനിന്നിരുന്നു. ഒരു തമാശ നിങ്ങൾക്ക് കേൾക്കണ്ടേ? നാം ഇവിടെ നിന്ന് എറണാകുളം ജില്ലയ്ക്ക് ചെല്ലുമ്പോൾ കോലഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. ഈ കോലഞ്ചേരി പള്ളിയിൽ ഒരു കാലഘട്ടം വരെ നിലനിന്നിരുന്ന ഒരു തിരുനാൾ ആചാരമുണ്ടായിരുന്നു.
ആ തിരുനാൾ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ എന്നറിയപ്പെട്ടത്. രണ്ടുപേരുടെയും പേരുടെ ഒരുമിച്ച് ആഘോഷിച്ചു. അതിലൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ അന്നത്തെ ആചാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട നിവേദ്യം പട്ടച്ചാരായമായിരുന്നു. മദ്യത്തിനെതിരെ ഏറ്റവും അധികം നിലപാട് സ്വീകരിച്ച പൗലോസിൻ്റെ നാമത്തിൽ പട്ടച്ചാരായം കൊടുക്കുന്ന സ്ഥിതി പള്ളികൾ രൂപപ്പെട്ടിരുന്നു പണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥമെന്താ? ബൈബിളുമായിട്ടോ അനുബന്ധ ചിന്തകളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് പറയുന്ന പൗലോസിൻ്റെ നാമത്തിൽ കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആർക്കുമൊന്നും അറിയില്ല. ഇങ്ങനെ ഇരുട്ടിക്കിടക്കുന്ന ക്രിസ്തീയ സഭയ്ക്ക് ഇന്ത്യയിലെ തനതായ ചില പാരമ്പര്യങ്ങളോടൊക്കെ ഒത്തിരി കടപ്പാടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവനേതാ ഹൈന്ദവനേതാണെന്നൊന്നും തിരിച്ചറിയാനാവാത്ത വിധം ഒരു സമ്മിശ്രമായ ഒരു സമൂഹത്തിൻ്റെ രൂപവൽക്കരണം കാലങ്ങൾക്കപ്പുറത്തുണ്ടാകുന്നത്. അതതിൻ്റെ ആധ്യാത്മിക വശമെങ്കിൽ ഒരല്പം രാഷ്ട്രീയം കൂടി എനിക്ക് പറയാനുണ്ട്. പേടിക്കേണ്ട, ഞാൻ NCPയുടെയോ CPMൻ്റെയോ CPIയുടെ ഒന്നും രാഷ്ട്രീയമല്ല പറയുന്നത്, കോൺഗ്രസിൻ്റെ ഒന്നും രാഷ്ട്രീയമല്ല പറയുന്നത്. നമ്മുടെ രാഷ്ട്രത്തെപ്പറ്റി, രാഷ്ട്രതന്ത്രം, ശാസ്ത്രം എന്നൊക്കെ പറയുമല്ലോ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്ര ചരിത്രം എന്ന് പറയാം. പുരാതന ഇന്ത്യ ഏതാണ്ട് 600ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു. 600ൽ പരം നാട്ടുരാജ്യങ്ങൾ. ഈ നാട്ടുരാജ്യങ്ങൾക്കൊന്നും ഒരു ഭരണക്രമം സുസ്ഥിരമായി എടുത്തു പറയാനില്ല. അവ മതപരമായ ചില തിട്ടൂരങ്ങളെയോ ശാസനകളെയോ ആസ്പദമാക്കി ഇവിടെ ഭരണം നടത്തുകയായിരുന്നു. ഈ 600ൽ പരം നാട്ടുരാജാക്കന്മാരിൽ ഏതാണ്ട് ഈ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഈ രാജാക്കന്മാർ നാട് ഭരിക്കുന്നതിന് ഒരു പണ്ഡിത സഭയുടെ സഹായം മിക്കയിടത്തും കിട്ടിയിരുന്നു. ഈ പണ്ഡിത സഭ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏതെങ്കിലും ശാസ്ത്രവിജ്ഞാനമോ അതല്ലെങ്കിൽ ചരിത്രവിജ്ഞാനമോ ഉള്ള ആളുകളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. മറിച്ച് ഇന്ന് നമ്മുടെ മന്ത്രിമാർക്ക് സെക്രട്ടറിമാരെ എടുക്കാറുണ്ട്. അവരൊക്കെ IASകാരാണ്. ആ നിലയിൽ മുതിർന്ന നല്ല വിദ്യാഭ്യാസം ചെയ്തവരെ അവിടെ ഇരുത്തുന്നത് എന്തിനാ? ഒരു വിഷയത്തിൻ്റെ നിയമവശം നോക്കണം, അതിൻ്റെ പ്രായോഗികത നോക്കണം. ഇങ്ങനെ 100 കാര്യങ്ങളുണ്ട്. അതാണ് സത്യം. ഈ സ്ഥിതി നിലനിൽക്കവേ ഈ പണ്ഡിതന്മാരെ നൃത്തമാക്കുന്നത് അവർക്ക് സംസ്കൃതം അറിയാം, വേദ അധ്യയനം അവർ ചെയ്തിട്ടുണ്ട്, അത് പാടാനറിയാം, ആ കീർത്തനം അറിയാം. ചുരുക്കത്തിൽ ഓൺ ബിഹാഫ് ഓഫ് എ ഗാഡ്, ഒരു ദൈവത്തിന് വേണ്ടി, ഒരു ദേവന് വേണ്ടി, ഒരു ഡെയ്റ്റിക്ക് വേണ്ടി ആ ഡെയ്റ്റിയുടെ പേര് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാകും രാജാവ് ഭരിക്കുക. അല്ലെങ്കിൽ ഒന്നിലധികം ദൈവസങ്കല്പങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. അവിടെ ജനാധിപത്യം എന്നൊരു പദത്തിന് അർത്ഥമില്ല. അവിടെ സാമൂഹ്യനീതി എന്നൊരു പദത്തിന് അർത്ഥമില്ല. അവിടെ സമത്വം എന്നൊരു പദത്തിന് അർത്ഥമില്ല. സ്ത്രീ പുരുഷ സമത്വം പോലും അവിടെ പ്രസക്തമല്ലാത്ത ഒരു കാലം. മാത്രമല്ല ശിക്ഷ നൽകുന്നത് പോലും ജാതീയമായ ചില കീഴ്വഴക്കങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ്. നോക്കണം, ഇതൊന്നും അധിക നാൾ മുമ്പിലല്ല. 1870 മുമ്പുള്ള ഇന്ത്യയിൽ, 1870 ഞാൻ കൃത്യം പറഞ്ഞത്, 1860 നമുക്കൊരു പീനൽ കോഡ് ഉണ്ടാകുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പേരോടുകൂടി ഇന്ന് ഭാരതീയ ന്യായ സംഹിത എന്ന് നമ്മൾ വിളിക്കുന്നത് 1860 മെക്കോളെ പ്രഭു ഇന്ത്യയിൽ ഭരിക്കുന്ന കാലത്താണ് നമുക്കൊരു ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാകുന്നത്. അടുത്ത കാലത്തെ ഭേദഗതിയിലൂടെ നമ്മളതിന് ഭാരതീയ ന്യായ സംഹിത എന്ന് പേരിട്ടു. അതൊന്നും തെറ്റല്ല. എന്നാൽ ആ ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ചില ഭേദഗതിയും ആ കണക്ക് നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ രീതിയിൽ മാറുകയും ചില പുതിയ ആഡിങ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രാക്തനമായ രൂപം എന്ന് പറയുന്നത് 1860 മെക്കോളെ പ്രഭു എഴുതിയുണ്ടാക്കിയ 1862 മറ്റോ ആക്ട് ചെയ്യപ്പെട്ട ആ നിയമമാണ് ഇന്നുവരെ നമ്മളെ അടക്കം ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിലൊരു നിയമമാണ് അന്യായമായി സംഘം ചേരുക. ഉദാഹരണം, നമ്മളിപ്പോൾ ഇവിടെ ചേർന്നിരിക്കുന്നത് അന്യായമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 1860 ആ നിയമം അനുസരിച്ചാണ്. ഇപ്പം നമ്മളെ അറസ്റ്റ് ചെയ്യാത്തത് നമ്മൾ അന്യായമായിട്ടല്ല സംഘം ചേർന്നിരിക്കുന്നത്, യോഗമാണെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് അവർക്ക് കേൾക്കുകയും ചെയ്യാം. എന്നാൽ അന്യായമായി സംഘം ചേരുന്ന ഉൾപ്പെടെയുള്ള ഏതൊരു കാര്യത്തിനും, കൊലപാതകമടക്കം ഏതിനും ഇന്ന് അറസ്റ്റ് ചെയ്യാം, വേണ്ട നിയമ നടപടികളൊക്കെ സ്വീകരിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തിന്. ഈ നിയമം ഉണ്ടാകുന്നത് 1860. അതുവരെ കീഴ്വഴക്കങ്ങളെ ആധാരമാക്കിയോ ജാതി വഴക്കങ്ങൾക്കനുസരിച്ചോ ശിക്ഷ നിർവഹിക്കപ്പെട്ടു. അതിൻ്റെ ഒരു വിചിത്രമായ നിയമസംഹിത 19ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ ഈ P. ഭാസ്കരൻ ഉണ്ണി എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്. വില്ലൻ ലോകൻ എന്ന എഴുത്തുകാരൻ്റെ മലബാർ മാനുവൽ എന്ന പുസ്തകം കിട്ടും. മാതൃഭൂമി പ്രസിദ്ധം ചെയ്യുന്നതാണ്. ഇനി P. ഭാസ്കരൻ ഉണ്ണിയുടെ പുസ്തകം ബഹുമാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധം ചെയ്യുന്നതാണ്. ഈ പുസ്തകത്തിലൊക്കെ കേരളത്തിൻ്റെ പഴയ ഒരു ചരിത്രം നിങ്ങൾക്ക് കിട്ടും. സാമുവൽ മറ്റീർ എന്നറിയപ്പെടുന്ന ഒരു വിദേശി ഈ രാജ്യത്ത് വന്ന് എഴുതിയ പുസ്തകമുണ്ട്. ഇനി അതൊരു വിദേശിയാണ് എന്ന് കരുതിയത് കൊണ്ടോ ക്രൈസ്തവനാണ് എന്നതുകൊണ്ടോ നിങ്ങൾ ആ പുസ്തകം വായിക്കുന്നില്ലെങ്കിൽ PK ബാലകൃഷ്ണൻ എഴുതിയ ജാതി വ്യവസ്ഥയും കേരളവും എന്ന മറ്റൊരു പുസ്തകമുണ്ട്. അല്ലെങ്കിൽ ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെയോ MGS നാരായണൻ്റെയോ പുസ്തകം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇതുമല്ലെങ്കിൽ ഇടതുപക്ഷ ചരിത്രകാരായ
DD കൊശാംബിയുടേതോ അതല്ലെങ്കിൽ ദൊമീല ധാപ്പറുടേതോ അതുമല്ലെങ്കിൽ നമ്മുടെ ഇർഫാൻ ഹബീബിൻ്റെയോ ഒക്കെ ചരിത്രകൃതികൾ നിങ്ങൾ പരതിയാൽ ഒരു കാര്യം മനസ്സിലാകും. കേരളം കടന്നുപോയത്, ഇന്ത്യ കടന്നുപോയത് അതിരൂക്ഷമായ ചിലതരം ജാതീയ വഴക്കങ്ങളിലൂടെയായിരുന്നു. ഒരു കുറ്റം ചെയ്തത് കുറ്റം തെളിയിക്കുന്ന വിദ്യ പോലും രസാവഹമായിരുന്നു. കുറ്റം ചെയ്ത മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഇയാളുടെ കുറ്റം തെളിയിക്കുന്ന രീതി പോലും വിവേചനം നിറഞ്ഞതായിരുന്നു. ഇന്ന് നമുക്ക് അന്വേഷണ സംവിധാനങ്ങളുണ്ട്, ക്രൈംബ്രാഞ്ചും അതുപോലെ CBIയും ഒക്കെ നമുക്ക് അന്വേഷണ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളുണ്ടെങ്കിൽ, ലോക്കൽ പോലീസുമൊക്കെ ഉണ്ടെങ്കിൽ, പണ്ട് കുറ്റം തെളിയിക്കുന്ന രീതി നിങ്ങൾ കേൾക്കണം. കുറ്റവാളി ബ്രാഹ്മണ് താഴോട്ടുള്ള വ്യക്തിയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഒരു കുടത്തിൽ ഒരു സർപ്പത്തെ അടക്കിയ, ഒരു കുടത്തെ ഒരു സർപ്പത്തെ അടക്കിയ പാമ്പിനെ, വിഷപ്പാമ്പിനെ കുടത്തിലടച്ചിട്ട് അതിൻ്റെ കുടത്തിനുള്ളിലേക്ക് ഒരു നാണയമോ ഒരു മോതിരമോ ഇടുക. എന്നിട്ട് കുറ്റവാളിയെ കൊണ്ടുവന്നിട്ട് അവൻ്റെ കണ്ണെല്ലാം മൂടിക്കെട്ടിയിട്ട് അവനോട് പറയും, ഇതിനുള്ളിൽ കിടക്കുന്ന നാണയം നീ കൈകൊണ്ടെടുക്കണം, അല്ലെങ്കിൽ മോതിരം കൈകൊണ്ടെടുക്കണം. നീ നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നീ ശുദ്ധഗതിക്കാരനാണെങ്കിൽ പാമ്പ് നിന്നെ കൊത്തൂല. അപ്പോൾ ഇങ്ങനെ പാമ്പ് കൊത്തി മരിച്ച മനുഷ്യരുണ്ട്. പാമ്പിനറിയാവോ കള്ളനാണോ ശുദ്ധനാണോ എന്നൊന്നും അറിയില്ല. പാമ്പ് കൊത്തി മരിച്ച മനുഷ്യരുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു കുറ്റം തെളിയിക്കുന്ന ഒരു രീതി. ഇത് 90-100 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലൊക്കെ നിലനിന്ന രീതിയാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ശുചീന്ദ്ര രേഖകൾ ഒക്കെ നിങ്ങൾ പരിശോധിക്കുക, മതിലകൻ രേഖകൾ പരിശോധിക്കുക. ഇതിലെല്ലാം പൗരാണികമായ ഇത്തരം അറിവുകൾ കിടപ്പുണ്ട്. വീണ്ടും കുറ്റം ചെയ്ത ആള് ഒരു ബ്രാഹ്മണാണെങ്കിൽ അവൻ കൊടുക്കുന്ന ശിക്ഷ ഇയാൾ ചെയ്ത കുറ്റം എഴുതണം. അതൊരു താളിയോലയിൽ എഴുതണം. താളിയോലയിൽ എഴുതിയിട്ട് ആദ്യം ഇയാളുടെ തൂക്കം ഒന്നെടുക്കണം. അതായത് ഒരു തുലാസിലിരുത്തി ഈ മനുഷ്യൻ്റെ തൂക്കമെടുക്കും. റാത്തൽ എന്നൊരു കണക്കാണെന്നുള്ളതെന്ന് നമുക്കറിയാം. അത് 50 റാത്തലെന്നോ ഒക്കെ 10 റാത്തലെന്നൊക്കെ പറഞ്ഞൊരു കണക്കെഴുതും. ഈ കണക്കങ്ങോട്ട് എഴുതിയ ശേഷം ഇയാൾ കുറ്റം ചെയ്തതെന്തോ ആ കുറ്റം കൂടി എഴുതിയിട്ട് ഇയാളെ വീണ്ടും ആ ഓല കൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് തൂക്കും. നിങ്ങൾ ആലോചിച്ച് 60, 70, 80 കിലോ ഉള്ളൊരു മനുഷ്യൻ ആദ്യം തന്നെ തൂങ്ങുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആ വെരിഫിക്കേഷനൊന്നുമല്ല നടക്കുന്നത്. രണ്ടാമത് ഈ ഓല വെച്ച് തൂക്കുമ്പോൾ ഒരു വ്യത്യാസവും വരില്ല. അതിൻ്റെ അർത്ഥം അവൻ കുറ്റവാളിയേ അല്ല. ഇനി കുറ്റം തെളിഞ്ഞെന്ന് കുട്ടിക്കോ, കുറ്റം തെളിഞ്ഞാൽ അവനുള്ള ശിക്ഷ എന്താണെന്നറിയണ്ടേ? അവനുള്ള സമ്പത്ത് മുഴുവൻ കൊടുത്തിട്ട്, അവൻ്റെ വസ്തുവകയും പുരയിടവും അവൻ്റെ സമ്പാദ്യം മുഴുവൻ അവനെ ഏൽപ്പിച്ചിട്ട് പറയണം, നിന്നെ ഇനി ഇവിടെ കാണരുത്, പൊക്കോ, ഈ പരിസരത്തെങ്ങും കാണല്, പൊക്കോ, വേറെ ശിക്ഷയൊന്നുമില്ല. ചിലർക്ക് ഓർത്തിരിക്കുന്ന ഇപ്പോഴും അതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് ചിലരുടെ വിചാരം. അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ പോകട്ടെ. കാരണം ഈ രാജ്യത്ത് ഒരു ഭരണവ്യവസ്ഥിതിയുണ്ട്, ഈ രാജ്യത്തൊരു ശിക്ഷാ നിയമമുണ്ട്. നീ എടുത്ത സാധനം കൊണ്ട് നീ പൊക്കോ എന്നൊക്കെ പറയുന്ന ആ കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇന്നത്തെ ഇന്ത്യ രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണ് എന്നത് പറയാനാ ഞാൻ ഇത്രയും വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഘട്ടത്തിൽ ഇങ്ങനെ തമ്മിലടിച്ചൊക്കെ കഴിയുന്ന ഇന്ത്യയിലെ 600-ൽ പരം നാട്ടുരാജാക്കന്മാരെ പരാജയപ്പെടുത്താൻ എളുപ്പമാണ് എന്ന് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മനസ്സിലായി. പലതരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. ഫ്രഞ്ചുകാരുടെ, അതുപോലെ പോർച്ചുഗീസുകാരുടെ, ഡച്ചുകാരുടെ ഒക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്. കുളച്ചൽ യുദ്ധം വരെ ഡച്ചുകാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത്. ഇവരെല്ലാം ഇന്ത്യയിലേക്ക് വന്നു. ആക്കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരിക. ഇന്ത്യയിൽ വന്ന് അവർ നേരെ ബംഗാളിലൂടെയാണ് ഇന്ത്യയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ഈ ഭരണകൂടം അടുത്തടുത്ത സ്ഥലങ്ങളെ ഇങ്ങനെ പിടിച്ചെടുക്കുക. ഇത് പിടിച്ചെടുക്കുന്ന ഒരു തന്ത്രം വഴിയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചെടുക്കാൻ നമ്മൾ തമ്മിൽ ഭിന്നിപ്പിച്ചു എന്നൊരു പദത്തേക്കാൾ നമ്മൾ പണ്ടേ ഭിന്നിച്ച കഴിഞ്ഞ്, പ്രത്യേകിച്ച് അവരൊരു ഭിന്നത ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ നമ്മുടെ ഭിന്നത അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ നിരക്ഷരത അവർ യൂട്ടിലൈസ് ചെയ്തു. നമ്മുടെ അനൈക്യത അവർ യൂട്ടിലൈസ് ചെയ്തു, നന്നായി പ്രയോജനപ്പെടുത്തി. തമ്മിലടിക്കുന്ന നാട്ടുരാജാക്കന്മാരൊന്നുണ്ട്. ഈ നാട്ടുരാജാക്കന്മാരിൽ ഒരാൾ മരിച്ചാൽ ഈ സ്ഥലം അല്ലെങ്കിൽ ഈ രാജ്യം മരുമക്കത്തായി വന്ന സമ്പ്രദായം അനുസരിച്ച് അയാളുടെ പെങ്ങളുടെ മകനാണ് കിട്ടുന്നത്, മകനല്ല കിട്ടുന്നത്. ഇത്തരം പോരുകൾ, ഉൾപോരുകൾ. അപ്പോൾ ഈ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കെ തന്നെ അയാളെ വന്നൊരുത്തൻ കൊല്ലുക, അങ്ങനെ മക്കൾ കൊന്ന ചരിത്രമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അക്ബറുടെയൊക്കെ ചരിത്രം പഠിച്ചാൽ ഇത്തരം കഥകൾ മുഗൾ രാജാക്കന്മാരുടെ കാലത്തൊക്കെ നിലനിന്നിരുന്നു. ഈ ക്രൂരത നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇവിടേക്ക് വരുമ്പോൾ ഇവർക്ക് നല്ല പട്ടാളമുണ്ട്. ഇവർക്ക് അന്നത്തെ രീതിയിലെ ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. നമുക്കാണെങ്കിൽ വാളും കളരിപ്പയറ്റും വടിപ്പയറ്റും ആയോധന കലകളുമൊക്കെ ഉള്ളൂ. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരെ തങ്ങൾക്കൊപ്പം കൂട്ടിക്കൊണ്ട് യുദ്ധം ചെയ്തൊരു ചരിത്രമുണ്ട്. പലരും ഈ കാര്യം മിണ്ടാറില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ബ്രിട്ടീഷുകാരോട് നേർക്കുനേർ പോരാടിയ ആളുകളുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ ആ കൂടെ പഴശ്ശി രാജാവിനെ നമ്മൾ കൂട്ടാറുണ്ട്. പഴശ്ശി രാജ 10 വർഷത്തോളം ബ്രിട്ടീഷുകാരെ ചെറുത്തു. ഇതേ പഴശ്ശി രാജയാണ് ടിപ്പു സുൽത്താനെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ടിപ്പു സുൽത്താനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂട്ടുകൂടി ടിപ്പു സുൽത്താനെ ഓടിക്കാൻ ശ്രമിച്ചു. മനസ്സിലാക്കണം. അപ്പോൾ ടിപ്പു സുൽത്താനെ ഓടിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം, ബ്രിട്ടീഷുകാരുടെ സഹായം പഴശ്ശിരാജ നേടി എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കരുത്.
ഇനി ഈ ടിപ്പു സുൽത്താൻ എന്തിനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കലഹിച്ചത്, ബ്രിട്ടീഷുകാരോട് കലഹിച്ചത് നിങ്ങൾക്കറിയണ്ടേ? നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ചരിത്രം സ്വാതന്ത്ര്യം കിട്ടാനാണെന്ന് അല്ലല്ല. ജനാധിപത്യപരമായി നമ്മൾ ആരിവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ വോട്ട് ചെയ്ത് മന്ത്രിമാരെ തിരഞ്ഞെടുക്കാനോ MLA തിരഞ്ഞെടുക്കാനോ വേണ്ടിയിട്ട് ആരെങ്കിലും ഇന്ത്യയിൽ സമരം ചെയ്തോന്ന് ചോദിച്ചാൽ അത് 1885 ശേഷമൊക്കെ നടന്നിട്ടുണ്ട്. അതിനു മുമ്പൊന്നും ഇങ്ങനെ സംഭവങ്ങളില്ല. അതിനു മുമ്പുള്ള സമരങ്ങളൊക്കെ ഇവർക്ക് ഇവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ഝാൻസി റാണിയുടെ സമരം എന്താ? അവർക്ക് നികുതി പിരിക്കണം. ഇതേ രീതിയിൽ തന്നെ പഴശ്ശിരാജ കലഹിക്കുന്നപ്പോഴാണെന്നറിയണ്ടേ, പഴശ്ശിരാജയുടെ ആധിപത്യത്തിന് കീഴിലുള്ള മലബാറിലെ ഒരു ഭൂപ്രദേശത്തു നിന്നുള്ള നികുതി പഴശ്ശിരാജയുടെ അമ്മാവനായിട്ടുള്ള കേരളവർമ്മ പിരിച്ചെടുക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. അമ്മാവൻ നികുതി പിരിച്ചെടുക്കുന്നു, കേരളവർമ്മ നികുതി പിരിച്ചെടുക്കുന്നു. ആ നികുതി പിടിച്ചെടുക്കാനുള്ള അധികാരം തനിക്ക് ബ്രിട്ടീഷുകാർ തന്നില്ലല്ലോ എന്നുള്ള അരിശം കൊണ്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടുന്നത്. ടിപ്പു സുൽത്താൻ എന്താ കാര്യം? അതിന് കാരണമുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെടുന്നതിനോടനുബന്ധിച്ച് ബ്രിട്ടീഷുകാർ കയറി തുർക്കിയിലെ രാജാവിനെ അടിച്ചു, തുർക്കി ഭരണാധികാരി ആക്രമിക്കുമ്പോൾ ഇവിടെയുള്ള ഈ ടിപ്പു സുൽത്താൻ വിചാരിച്ചിരുന്നത് ഈ തുർക്കിയിലെ ഭരണാധികാരി ഞങ്ങളുടെ കൂടെ ഖലീഫയാണ്, ആ ഖലീഫയുടെ കീഴിലെ ഒരു രാജ്യമാണ് മലബാർ. അപ്പോൾ ഞങ്ങളുടെ ഖലീഫ ഏതാ തൊട്ടിരിക്കുന്നു, അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ നിങ്ങളോട് കൂട്ടില്ല. പകരം അദ്ദേഹം ഇഷ്ടപ്പെട്ട ആരെയാണ്? ഖലീഫ ഭരണമാണ് ഇഷ്ടപ്പെട്ടത്, അല്ല ജനാധിപത്യം വരാനല്ല ഇഷ്ടപ്പെട്ടത്. ഇത്തരം ഒരു സംവാദത്തിന് ആരെങ്കിലും തുടക്കം കുറിക്കുമെങ്കിൽ ഞങ്ങൾ സന്തോഷവാന്മാരാ. പഴശ്ശിരാജയാകട്ടെ, നമ്മുടെ ടിപ്പു സുൽത്താനാകട്ടെ, അതല്ലെങ്കിൽ ഝാൻസി റാണിയാകട്ടെ, സാക്ഷാൽ വേലുത്തമ്പി ദളവയാകട്ടെ, ആരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പടവരുതിയോ നിങ്ങളൊന്ന് പറയേണ്ടതുണ്ട്, കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 1885 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ രൂപവൽക്കരണത്തിന് മുമ്പ് ഇന്ത്യയിൽ ജനാധിപത്യവും സമത്വവും സാഹോദര്യവും ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധമോ ഏറ്റുമുട്ടലോ നടന്ന അറിവ് എനിക്കില്ല. ഉണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി തന്നാൽ മതി. ഞാനതിലേക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. എൻ്റെ വിഷയം ഇതിനോട് കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അങ്ങനെ തമ്മിലടിച്ച് കഴിയുന്ന ഈ നാട്ടിലേക്ക് ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവരൊരു തീരുമാനമെടുത്തു. നമ്മളെന്തിനാ ഇവിടെ വന്നേ? ഒറ്റ കാര്യമുള്ളൂ, കൊള്ളയടിക്കാൻ. അതിന് വേറെ അലങ്കാരമൊന്നും വേണ്ട. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ വരുന്നതിനാ കൊള്ളയടിക്കാൻ. ആ കാര്യത്തിൽ ഒരു അമാന്തം വേണ്ട സമ്മതിക്കാൻ. ഈ കൊള്ളയടിക്കാൻ വന്നെന്ന് മാത്രമല്ല, ശരിക്കും ഇന്ത്യയെ കൊള്ളയടിച്ചു. ഇത് കൂടാതെ ഇന്ത്യ കൊള്ളയടിച്ചൊരു ഗ്രൂപ്പിനെ പറ്റി ആളുകൾ പലപ്പോഴും മിണ്ടാറില്ല. അത് സാക്ഷാൽ ഇന്ത്യയിലെ രാജാക്കന്മാരാ. അവരാരും ഇന്ത്യക്കാർക്ക് ഗുണം വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതല്ല. ഭൂസ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കി. അത് ബ്രാഹ്മണർക്കും രാജാക്കന്മാർക്കും മാത്രം ആസ്വദിക്കത്തക്ക വിധത്തിൽ സ്വന്തമാക്കി. നമ്മുടെ രാജ്യത്ത് പണ്ടാരം പാട്ടവക നിയമമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വരെ കർഷകർക്കൊന്നും സ്വന്തം ഭൂമിയില്ല. ഇത്തരം പരിസ്ഥിതികളൊക്കെ ഇവിടെ ഉണ്ടായി. ഭൂമി പോലും വിറ്റ് തുടങ്ങുന്നത് മൂന്നാറിലെ ഭൂമി 3000 ഏക്കറാണ്. ആദ്യമായി കേണൽ മൺറോയുടെ കൊച്ചുമകൻ വില കൊടുത്തു വാങ്ങുന്നത്. ഒരു സെൻറ്റിന് 4 കണക്കിൽ. നമ്മുടെ പാസറയ്ക്ക നാട്ടിലെ കാര്യം പറയുന്നത് 3000 ഏക്കർ ഭൂമിക്ക് ഒരു സെൻറ്റിന് 4 കണക്കിൽ വാങ്ങിക്കൂട്ടുന്നത്. ഇത്തരമൊക്കെ സ്ഥിതികൾ തേയിലത്തോട്ടമൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് 108 വിധ കരം പിരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജാക്കന്മാർ നമ്മളെ ബുദ്ധിമുട്ടിച്ചത്. ആ കരങ്ങളുടെ ചില പേരുകൾക്ക് കണ്ടേ, രാജഭോഗം, കാട്ടുഭോഗം, പിന്നെയും പറയുന്ന ചില പേരുകളുണ്ട്. അംഗം, ചുങ്കം, ഏഴ, കോഴ. വേറൊരു കരമാണ് പുരുഷൻ കരമടയ്ക്കുന്നതിന് തലക്കരമെന്ന് പറയും, സ്ത്രീകളടയ്ക്കുന്ന കരത്തിന് മുലക്കരമെന്ന് പറയും. അങ്ങനെ തലക്കരം, മുലക്കരം, കുടിക്കരം, നടക്കരം, കിടക്കരം, അംഗം, ചുങ്കം, ഏഴ, കോഴ, 108 തരം കരം പിരിച്ച് നമ്മുടെ നട്ടല്ലൊടിച്ച കക്ഷികളാ ഈ രാജാക്കന്മാരെന്ന് പറയുന്നത്. ഇവരുടെ ഔദാര്യത്തെക്കുറിച്ചൊക്കെ ഇന്ന് ആളുകൾ 100 കണക്കിന് പാട്ടല്ലേ പാടുന്നത്. ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഭരണകൂടത്തെ വിമർശിക്കാൻ, അല്ലെങ്കിൽ രാജ്യത്തിലെ ഏതെങ്കിലും ഭരണാധികാരിയെ വിമർശിക്കാൻ, മുമ്പ് നമ്മുടെ മുമ്പിൽ വന്ന ആശംസ പറഞ്ഞ മന്ത്രിയെയോ MP-യെയോ MLA-യോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ വിമർശിക്കാൻ നിയമതടസ്സമില്ലാത്ത രാജ്യമാണ് നമ്മുടെ. ഞാനതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ മറിച്ചൊരു കാര്യം കേൾക്കണ്ടേ, പണ്ട് രാജാവിനെ വിമർശിച്ചു എന്ന് കേട്ടാൽ മതി, തിരുവായ്ക്ക് എതിർവായില്ല എന്ന നിലയിൽ നമ്മുടെ തലയെറുത്തു മാറ്റും. കാരണം എന്താണെന്നറിയണ്ടേ, 1947 മുമ്പ് നിങ്ങളും ഞാനും ഇവിടെ പ്രജയായിരുന്നു. വെറും പ്രജ എന്ന് പറഞ്ഞാൽ വോട്ടവകാശമില്ലാത്ത, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, നികുതി കൊടുക്കാൻ വിധിക്കപ്പെട്ട, രാജാവിൻ്റെ ഭൂമിയിലോ പണ്ടാരപ്പാട്ട ഭൂമിയിലോ അടിയരായി കുടിയാന്മാരായി കഴിഞ്ഞുപോയ, അവകാശങ്ങളൊന്നുമില്ലാത്ത, ഔദാര്യം പറ്റി ജീവിക്കാൻ വിധിക്കപ്പെട്ട സാധാരണ മനുഷ്യരായിരുന്നെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 50 ജനുവരി 26 നമുക്ക് റിപ്പബ്ലിക് ഉണ്ടാകുന്നു. അതായത് ഭരണഘടന സ്ഥാപിതമാകുന്നു. അതിനുശേഷം കളിയങ്ങ് മാറിയില്ലേ? ഈ വേദിയിൽ നിന്നുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമർശിക്കാം, രാജിവെച്ചൊഴിഞ്ഞ മന്ത്രിയെ വിമർശിക്കാം, മുൻമന്ത്രിയെ വിമർശിക്കാം. വിമർശനാതീതരായി ആരുമില്ല എന്നും പൗരൻ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആർട്ടിക്കിൾ എഴുതി പിടിപ്പിച്ചു. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19 ഇവിടെയൊക്കെ പറയുന്ന സ്വാതന്ത്ര്യം സകല മനുഷ്യർക്കും സംജാതമാക്കിയിട്ടുണ്ട്
എന്നുള്ളതാണ് സത്യം. ഞാൻ ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. ചിലയിടങ്ങളിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് പണ്ടൊക്കെ സാങ്ഷൻ തരില്ല പോലീസുകാർ. ഇപ്പോൾ അവർക്കും ബോധമായി, നമുക്കും ബോധമായി. ചോദിച്ചു വാങ്ങാൻ നമ്മളും പഠിച്ചു, അവർക്കും മനസ്സിലായി ഇവർക്ക് കൊടുക്കണം. കാരണം ഞങ്ങൾ രാജ്യവിരുദ്ധമായി ഒന്നും പറയുന്നില്ല, ഭരണഘടനാ വിരുദ്ധമായി ഒന്നും പറയുന്നില്ല. ഭരണഘടനയുള്ള അവകാശമാണ് പൗരൻ അവൻ്റെ വിശ്വാസം പ്രഘോഷിക്കാനും ചില ഘട്ടങ്ങളിൽ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശം, ഒത്തുചേരാനുള്ള അവകാശം. നികുതി അടയ്ക്കുന്ന പൗരൻ്റെ സാധാരണമായ നീതിബോധം, സാധാരണമായി കിട്ടേണ്ട നീതിയാണത് എന്ന് സമൂഹത്തിൽ നിന്ന് മനസ്സിലായി. പണ്ടൊക്കെ ഇങ്ങനെ പാസ്റ്റർമാരൊക്കെ ചെന്നാൽ ഓടിച്ചു വിടുന്നൊരു കാലമുണ്ട്. ഇതൊന്നും നടത്തണ്ട എന്ന് പറയുന്നൊരു കാലമുണ്ട്. 8 മണിക്ക് മുമ്പ് നിർത്തണമെന്ന് പറയുന്നൊരു കാലമുണ്ട്. 8 മണിക്കല്ല, സാധാരണ ഇത് 10 മണി വരെ പോകാമെന്നാൽ ഞങ്ങൾ അത്രയൊന്നും പോവില്ല. എങ്ങും ഒരു കൺവെൻഷൻ 10 മണി വരെ പോയ ചരിത്രമില്ല. കണക്ക് അങ്ങേയറ്റം പോയാൽ ഞങ്ങൾ 8:30 ഉള്ളിലാണ് സാധാരണ ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ തീർക്കുന്നത്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ രാജ്യത്ത് സമാധാനപരമായി സമ്മേളിച്ച് നമുക്ക് അവകാശങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നത് ഈ ഭരണഘടനയാണ്. അതിനു മുമ്പ് നമ്മൾ പ്രജകളായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത, വോട്ടവകാശം ഇല്ലാത്ത, ആ നികുതി അടയ്ക്കാൻ മാത്രം ബാധ്യസ്ഥരായ, വഴിയോരത്ത് രാജാവ് വന്നാൽ മാറിക്കൊടുക്കേണ്ട, തിരുവായ്ക്ക് എതിർവില്ലാത്ത വെറും പ്രജ. ഇപ്പോഴും ഒരു പുള്ളി നമ്മളെ വിളിക്കുന്ന പ്രജയെന്നാണ്. നീ പോയി ഭരണഘടന വായിക്കാതെ, ഞാൻ ഫ്രീ ആയിട്ടൊന്നും അയച്ചു തരാം, പോയി വായിക്കുക. നമ്മൾ പ്രജയാണോ? വി ആർ നോട്ട് പ്രജാസ്. അതിന് പകരം ഉപയോഗിക്കേണ്ട പദമുണ്ട് സിറ്റിസൺ. ഇന്ത്യൻ പൗരനായതിൽ അഭിമാനമുള്ളവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന്. നമ്മൾ 2 പൗരത്വം ഉണ്ട് നമുക്ക്, വിശ്വാസിയായി നമുക്ക്. എവിടെയാണ് പൗരത്വം? പൗലോസ് പഠിപ്പിച്ചു, നിങ്ങളുടെ പൗരത്വമോ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ. ഇന്ത്യൻ പൗരന്മാരാണ്, അതിൽ അഭിമാനിക്കണം. അപ്പോൾ ഇങ്ങനെ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഈ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ വന്നു, ചൂഷണത്തിന് വന്ന. ഇവരൊരു തീരുമാനം എടുത്തിരുന്നു. ഇന്ത്യയിലെ മതാചാരങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ കീഴ്വഴക്കങ്ങളിലോ ഞങ്ങൾ ഇടപെടില്ല, അത് നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടി ഇവർ ചെയ്തു. ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സുവിശേഷകർക്കോ മിഷൻ സ്ഥാപനങ്ങൾക്കോ ഇവിടേക്ക് വരാൻ മിഷനറിമാർക്കോ അനുവാദവും കൊടുക്കാൻ പാടില്ല. നിങ്ങളിങ്ങനൊരു ചരിത്രം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആളുകൾ ധരിച്ചു വച്ചത് സായിപ്പ് ഇവിടേക്ക് വന്നു, 3 തരം ബി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബയണറ്റ്, ബൈബിള്, ബ്രാൻഡി. ഇത് 3ഉം സായിപ്പ് കൊടുത്തെന്നാണ്. സായിപ്പ് കൊടുത്ത ചില സാധനം ഏറ്റുപോയി. അതുകൊണ്ട് ഇതുവരെ ഈ ബ്രാൻഡി കൂടി നിർത്തിയിട്ടില്ല ആളുകൾ. ബൈബിളൊന്നും അങ്ങനെ സ്വീകരിക്കപ്പെട്ടില്ല, ഈ സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ 3 ബി അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതൊരു തെറ്റായ കഥയാണ്, കള്ളക്കഥയാണ്, വിശ്വസിക്കരുത്. കാരണം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിസ കൊടുക്കില്ല. ആധുനിക മിഷനറി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ പിതാവായ വില്യം കേരിയെ നിങ്ങൾക്ക് പരിചയമുണ്ട്. വില്യം കേരി ഇംഗ്ലണ്ടിലെ കെറ്ററിംഗ് എന്ന സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരു ചെരുപ്പ് കുത്തിയാണ്. ഒരു സാധാരണ മനുഷ്യൻ. ചെരുപ്പുണ്ടാക്കുക, ഷൂ ഉണ്ടാക്കുക, ആർമിക്ക് ഷൂ ഉണ്ടാക്കുന്ന ജോലിയാണ്. അദ്ദേഹം വിദ്യാസമ്പന്നനല്ല. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ബൈബിൾ വായിക്കും. വ്യത്യസ്ത ഭാഷകളിലെ ബൈബിൾ വായന കൊണ്ട് കിട്ടിയൊരു അറിവുണ്ട്. അദ്ദേഹം ഇന്ത്യയെപ്പറ്റി കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. കാരണം ബാർബോസ, അതുപോലെ തന്നെ നമ്മൾ അറിയുന്ന നിരവധി സഞ്ചാരികൾ, ഭാഹ്യനും ഹുയാൻ സാങ്ങും ഒക്കെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടല്ലോ. നമ്മളറിയുന്ന പ്ലിനി ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്, ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പെരിപ്ലസ് ഇൻഡിക്ക, കോസ്മോസ് ഇൻഡിക്ക എന്നൊക്കെ പൗരാണിക കൃതികളുണ്ട്. ഇവിടേക്ക് വന്ന നിരവധി ആളുകൾ ഇത്തരത്തിലുണ്ട്. ആൽബെറൂനി, ഇവരുടെയൊക്കെ കൃതികളൊക്കെ വായിച്ചത് അന്നേ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രസിദ്ധമാണ് ഈ പുസ്തകങ്ങളൊക്കെ. സത്യത്തിൽ അമേരിക്ക പോലൊരു രാജ്യം പോലും കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് കേരളം ഒരു കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചുമൊക്കെ കേട്ടറിഞ്ഞ്, ഇവിടുത്തെ ജീവിത നിലവാരത്തെക്കുറിച്ചുമൊക്കെ കേട്ടറിഞ്ഞ് ഇന്ത്യയിലേക്ക് വരാൻ തീരുമാനിച്ച കൊളംബസ് വരും വഴിക്കൊരു നാട്ടിൽ തങ്ങിപ്പോയി. ആ നാട് കണ്ടിട്ട് പുള്ളി ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ നാട്ടുകാർക്ക് പുള്ളി അറിയാതെ പേരിട്ട് റെഡ് ഇന്ത്യൻസ്. അതാണ് അമേരിക്ക. ഇങ്ങോട്ട് വന്ന വരവാ, ഇടയ്ക്ക് തങ്ങിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ പുള്ളി ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നു, ആ ബന്ധം വച്ച് പോട്ടെ. അപ്പോൾ ഏതായാലും ഈ കാലഘട്ടത്തിൽ കെട്ടറിങ്ങിൽ നിന്ന്, ഇംഗ്ലണ്ടിലെ കെട്ടറിങ്ങിൽ നിന്ന് ഇന്ത്യയിലേക്കെത്തിയ വില്യം കേരി ഇന്ത്യയിലെത്താൻ ആഗ്രഹിച്ചിരിക്കവേ, ഇന്ത്യയെക്കുറിച്ച് കേട്ടിരിക്കവേ അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഈ തുകൽ നിർമ്മാണമായി ബന്ധപ്പെട്ട്, ചെരുപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കവേ അധികം വന്ന ആ പ്രൊഡക്ഷൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, ഈ തൂവല്, ഇതെല്ലാം ഒരു ഗോളം പോലെ ഒരു കമ്പിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് ഒരു ഭൂഗോളത്തിൻ്റെ രൂപമുണ്ടാക്കി. എന്നിട്ട് മഷി കൊണ്ട് അതിൽ മാപ്പ് വരച്ച് ചേർത്തു. കടൽ നീലയാണ് കളറ്.
ഓരോ രാജ്യങ്ങൾ അടയാളപ്പെടുത്തി ഇങ്ങനെ ഇട്ടു. അദ്ദേഹം ആ കൂടെ ബൈബിളും സുവിശേഷവും കടന്നു ചെല്ലാത്ത സ്ഥലങ്ങൾ വെറുതെ ഇങ്ങനെ അടയാളപ്പെടുത്തിയപ്പോൾ അതിലൊരു ഭാഗം ഇന്ത്യയാണ്. അദ്ദേഹം ആഗ്രഹിച്ചു ഇന്ത്യയിൽ പോകണം, ബൈബിൾ പ്രചരിപ്പിക്കണം, ഒരവസരം കിട്ടണം. എങ്ങനെ കിട്ടാനാ? കാത്തുകാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരിക്കൽ അവിചാരിതമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഡോക്ടർ വരിക, ഡോക്ടർ ജോൺ തോമസ്. അദ്ദേഹത്തിൻ്റെ ഇംഗിതം അറിഞ്ഞ് വലിയ സന്തോഷം തോന്നി. കാര്യമെല്ലാം പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ കേരി, ഇന്ത്യയിലെ അപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്കറിയാമോ? ഒരു പാശ്ചാത്യൻ ഇന്ത്യയിൽ വന്നാൽ 45 വയസ്സിലധികം ജീവിക്കില്ല. അപൂർവ ജീവിക്കുന്നത്. കാരണം കാലാവസ്ഥ എങ്ങനെയാണ്. അതുകൊണ്ട് വൈസ്രോയിമാരും ഗവർണർ ജനറൽമാരുമൊക്കെ ഒരു 30 മുതൽ 40 വയസ്സ് 45 വയസ്സിനുള്ളിൽ രാജ്യം വിട്ട് തിരിച്ചു പോകും. ചിലർ ഇവിടെ കിടന്ന് മരിക്കും. അവിടുത്തെ കാലാവസ്ഥ ദുസ്സഹമാണ്, ജീവിത ചിലവ് കുറവാണ്, നല്ല ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന രീതി കുറവാണ്. ആശുപത്രികൾ വേണ്ട വിധത്തിലില്ല, ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്. ഇതൊക്കെ പറഞ്ഞെങ്കിലും കേരി പറഞ്ഞു, ഞാൻ ആ രാജ്യം സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ഡോക്ടർ ജോൺ തോമസിനെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം വേണ്ട പ്രോത്സാഹനം കൊടുത്തെങ്കിലും അടുത്തൊരു പ്രതിസന്ധി. അതെന്താണെന്നറിയണ്ടേ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിൽ കിടക്കുന്ന ഇന്ത്യയിൽ മിഷണറിമാർക്ക് വിസ കൊടുക്കുന്ന ഏർപ്പാടില്ല. അതിനും ജോൺ തോമസ് ഒരു പോംവഴി കണ്ടുപിടിച്ചു. ഇവിടെ നിന്ന് പുറപ്പെടുന്ന കപ്പലിൽ ആ കപ്പലിൻ്റെ കപ്പിത്താൻ എൻ്റെ സ്നേഹിതനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് നിന്റെ ടിക്കറ്റ് ഉറപ്പ് വരുത്താം, പ്രശ്നമില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിസ ഇല്ലാതെ വില്ലം കയറി കപ്പലിൽ കയറാൻ തുടങ്ങുക. ഭാര്യയും മക്കളൊക്കെ വിളിച്ചു. ഭാര്യ വരില്ല. ഇന്ത്യയെക്കുറിച്ച് കേട്ട കഥകളൊക്കെ ഭീകരതയുടേതാ. മുതലകളുള്ള, സിംഹങ്ങളും കടുവകളും മക്കളൊരു നാട്. ആ നാട്ടിലേക്ക് വരാനുള്ള ഭയാശങ്ക. 2 കുട്ടികൾ അവർക്കുണ്ട്. അതുകൂടാതെ ഒരു കുട്ടിയെ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അവർ ഉദരത്തിലൊരു ശിശുവുണ്ട്. അവർ അനുജത്തിക്ക് ശാരീരിക വൈകല്യമുണ്ട്. ഇവരൊക്കെ ഇട്ടിട്ടുള്ള വരവ് പ്രയാസമാണ്. അവരാകപ്പാടെ പരീക്ഷീണയായി. നിർബന്ധങ്ങൾ ഒത്തിരി ശക്തിപ്പെട്ടെങ്കിലും അവർ വരില്ല എന്ന് ശഠിച്ച് ഒടുക്കം 7 വയസ്സ് പ്രായമുള്ള ഫെലിക്സ് എന്ന പേരുള്ളൊരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് വില്യം കയറി ഈ കപ്പലിൽ കടന്നു. കപ്പലിൽ കിടക്കുമ്പോൾ ക്യാപ്റ്റൻ വലിയ കാരുണ്യം കാണിച്ചു. ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ തരാം. കാരണം നിങ്ങളൊരു നല്ല കാര്യത്തിന് പോകുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മേശമേൽ നിന്ന് ഭക്ഷിക്കാം. വലിയ സന്തോഷം. പാട്ടുപാടുകയും ധ്യാനിക്കുകയും വചനം പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ഉല്ലാസയാത്ര പോലെ അവർക്ക് തോന്നി. കപ്പലിങ്ങനെ പോവുകയാണ്. വേറൊരു കാര്യം കൂടി, ക്യാപ്റ്റൻ്റെ ചിലവിൽ കഴിയണമെന്നുള്ളത് കൊണ്ട് അധിക ഭക്ഷണമൊന്നും കയറി കഴിക്കില്ല. കത്തയക്കാൻ സൗകര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, കടലിൽ നിന്ന് എങ്ങനെ കത്തയക്കുന്ന കപ്പലിൽ അതിന് വഴികളുണ്ട്. ഈ ബോട്ടുകൾ അതുവഴി വരും, കരയിലേക്ക് പോകുന്ന ആ ബോട്ടുകളിലൂടെ കത്ത് കൊടുത്തു വിടുന്ന ഏർപ്പാടാണ്. അഡ്രസ്സൊക്കെ എഴുതി തിരിച്ചും കിട്ടും. ഒരിക്കൽ കയറി എഴുതിയൊരു കത്തുണ്ട്. ആ കത്ത് നെറ്റിലൊക്കെ കിട്ടും, കുട്ടികൾക്ക് വായിക്കാം. അതിലെഴുതിയിരിക്കുകയാണ്, ഞാനും ഫെലിക്സും സുഖമായിരിക്കുന്നു. ഒരു തിമിംഗലത്തെ ഭക്ഷിക്കാനുള്ള വിശപ്പെനിക്കുണ്ട്, പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല, പട്ടിണിയാണ്. വീണ്ടും ഒന്നുകൂടി എഴുതി, നിന്നെയും മക്കളെയും കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നാട്ടിൽ വരണമെന്നുണ്ട്. പക്ഷെ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു ഭാരം എൻ്റെ ഹൃദയത്തിൽ നിന്ന് തുടിക്കുമ്പോൾ എനിക്ക് അവിടേക്ക് പോകാതിരുന്നുകൂടാ. ചിലപ്പോൾ ഓർക്കും, നിന്നേക്കാൾ മക്കളെക്കാൾ ഞാൻ ഇന്ത്യയെ സ്നേഹിച്ചു പോയോ എന്നറിയാതെ ഓർത്തുപോകും. അപ്പോഴൊക്കെ ഒരു പ്രായശ്ചിത്ത ബോധം ഹൃദയത്തിൽ വരും. നമ്മുടെ കുഞ്ഞുങ്ങളെന്തായി? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച കത്ത്. 3 മാസം കപ്പൽ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് കുറേ ദൂരം പിന്നിടുമ്പോൾ ക്യാപ്റ്റൻ്റെ കാതുകളിലേക്കൊരു വാർത്ത ഓടിയെത്തി. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലമാണ്. ഫ്രാൻസിൻ്റെ ഒരു പടക്കപ്പൽ പുറപ്പെട്ടു. ഈ ചാലിലൂടെ ഒരു കപ്പൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ യാത്രക്കപ്പൽ ഗതി മാറ്റി ഓടിച്ച് തൽക്കാലം ഫ്രാൻസിൻ്റെ കപ്പലിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മാറ്റണം. കപ്പൽ തിരിച്ചു. ഇംഗ്ലണ്ടിന് തന്നെ മറ്റൊരു തുറമുഖത്ത് അധികം ദൂരെ കൊണ്ട് മാറ്റി. ഫ്രാൻസിൻ്റെ കപ്പൽ കാണാത്ത, പടക്കപ്പൽ കാണാത്തൊരിടത്ത് മാറ്റി ഇട്ടിരിക്കുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. ഏതാനും ആഴ്ചകൾ അവിടെ നങ്കൂരമുറപ്പിച്ച ശേഷം യാത്ര തുടരാൻ ശ്രമിക്കുമ്പോൾ അടുത്തൊരു ദുരന്ത വാർത്ത ഓടി വരികയാണ്. ആ വാർത്ത എന്താ? ക്യാപ്റ്റൻ ഓടി വന്നിട്ട് പറയാണ്, ഡോക്ടർ മിസ്റ്റർ വില്യം കേരി, ഒരു പ്രശ്നമുണ്ട്. ഈ കപ്പലിൽ വിസയില്ലാതെ യാത്ര ചെയ്യുന്ന ഏതാനും ആളുകളുണ്ടെന്നുള്ള അറിവ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നു. നീ അവിടെ ചെന്ന് ഇറങ്ങി അറസ്റ്റ് വരിക്കേണ്ടി വരും. അത് എന്നെ കൂടി ബാധിക്കും. തൊഴിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തിരിച്ചു പോകണം. ഇത്രയും താല്പര്യത്തോടെ യാത്ര ചെയ്യാൻ വന്ന മനുഷ്യൻ്റെ മനസ്സ് മടുത്ത് മുരടിപ്പിച്ച് അദ്ദേഹത്തെ ദുഃഖിതനാക്കി മകനെയും തന്നെയും ഈ കപ്പലിൽ നിന്ന് പുറത്തിറക്കി വിട്ട് അവർ കപ്പൽ വീണ്ടും തിരിച്ചു പോകുന്ന കാഴ്ച വേദനയോടെ കണ്ട് നടന്നും അല്ലാതെയും ഒക്കെ യാത്ര ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തി. ക്ഷീണിതരായി 2 പേരും കാണപ്പെട്ടു.
ഛർദിയും പനിയുമൊക്കെ ബാധിച്ച് കേരിയും മകനും നന്നേ പ്രയാസപ്പെട്ടു. 3 മാസം കപ്പലിൽ അലഞ്ഞതാ. ഇതാണ് അവസ്ഥ. പക്ഷെ വീട്ടുകാർക്ക് വലിയ സന്തോഷം. നാൾക്ക് ശേഷം അപ്പനെ കാണുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കേരിയുടെ ഭാര്യ പ്രസവിച്ചിരുന്നു. ഗർഭവതിയായിരുന്നല്ലോ അദ്ദേഹം പോകുമ്പോൾ. ആ കുഞ്ഞിന് വ്യസനപുത്രൻ എന്നർത്ഥമുള്ള യബ്ബേസ് എന്ന് പേരിട്ട് അവൾ വീട്ടിൽ വളർത്തുകയാണ്. ആ കുടുംബത്തിൽ ഇപ്പോൾ 4 പേരാ ഈ കുഞ്ഞുങ്ങൾ തന്നെ. ഇനി അങ്ങനെ ദുഃഖിതനായും പ്രാർത്ഥിച്ചുമൊക്കെ കാലം കഴിച്ചു കിട്ടുമ്പോൾ ഇതാ 1-2 മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ കപ്പലിൽ പോകാൻ അവസരം കിട്ടാത്ത മറ്റൊരാളും ഉണ്ടായിരുന്നു, സാക്ഷാൽ ജോൺ തോമസ്. അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അരിയിൽ വന്നു. കേരി, മറ്റൊരവസരം ഒരുങ്ങിയിരിക്കുന്നു, മുമ്പത്തെ പോലല്ല, താങ്കൾ വരണം, താങ്കൾക്ക് നല്ലൊരു അവസരമാണ്. കേരി ക്ഷുഭിതനായിട്ട് പറഞ്ഞു, എൻ്റെ സമ്പത്തൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്തതാ, ഞാനും കുഞ്ഞും കൂടി ഇറങ്ങി പുറപ്പെട്ടതാ. എനിക്ക് വയ്യ, വരാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ നിങ്ങളെ വിശ്വസിക്കാൻ വയ്യ. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജോൺ തോമസ് പറഞ്ഞു, മിസ്റ്റർ കേരി, നിങ്ങളെ ഇന്ത്യയിൽ എത്തിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, എനിക്ക് ആരുമൊന്നും തരില്ല, നിങ്ങളെനിക്കൊരു ബാധ്യതയാണ്. പക്ഷേ നിങ്ങൾ പോകുന്നത് യേശുവിന് വേണ്ടിയാണ് എന്നതുകൊണ്ട് എൻ്റെയും മനസ്സ് നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഒരാലോചന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ത്യൻ മണ്ണിൽ ഒരു വിദേശി കലുകുത്തിയാൽ പരിസ്ഥിതി കൊണ്ട്, കാലാവസ്ഥ കൊണ്ട് 45 വയസ്സിനപ്പുറം ജീവിക്കില്ല കേരി. അതുകൊണ്ട് നീയും കുഞ്ഞും ഇന്ന് പോയാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, തിരിച്ചു വരാൻ കഴിയില്ല. ഇന്ത്യയിലാകും നിങ്ങളുടെ അന്ത്യം. ഭാഗ്യമുണ്ടെങ്കിൽ മുമ്പോട്ട് ജീവിക്കാം. അതുകൊണ്ട് നിൻ്റെ ഈ യാത്രയിൽ നീ 4 കുഞ്ഞുങ്ങളെയും 3 കുഞ്ഞുങ്ങളെയും ശേഷിക്കുന്ന 3 കുഞ്ഞുങ്ങളെയും ഭാര്യയും പിരിഞ്ഞു പോകുമ്പോൾ ഇനി ഒരിക്കലും അവരെ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അവരെ കൂടി നിനക്കൊപ്പം കൊണ്ടുപോകാനുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതിയല്ല ഇതെന്ന് ആര് കണ്ടു കേരി? ആ ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വില്യം കേരിയും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഘട്ടം പോകാൻ തയ്യാറായി. അപ്പോൾ എവിടേക്കാണ് പോകുന്നറിയണ്ടേ? ഈ വരവിനൊരു വ്യത്യാസമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്ന മിഷണറിമാർക്ക് ഒരു വിധത്തിലും വിസ നൽകുന്നില്ല, അവർക്കതിൽ താല്പര്യമില്ല. പക്ഷേ അന്ന് ഡച്ചുകാർക്ക് ആധിപത്യമുള്ള ചില സ്ഥലങ്ങൾ കൊൽക്കട്ടയിലുണ്ട്. ഡച്ചുകാർ കൈയടക്കി വെച്ചിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് പോകാൻ തടസ്സമില്ല. ഡച്ച് കപ്പലാണ് വരുന്നത്. പക്ഷേ ഇവിടെ അപകടമുണ്ട്. ഈ ഡച്ച് കപ്പലിൽ കടലിൽ നിന്ന് കരയിൽ ഇറങ്ങി നിങ്ങൾ ഈ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് പോകുന്നത് വള്ളത്തിലാണ്. ആ വള്ളത്തിൽ പോകുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക സ്ഥലമുണ്ട്. അവിടെ വെച്ച് പിടിക്കപ്പെട്ട പ്രശ്നമാണ്. എന്നാലും പ്രാർത്ഥിച്ചു പോകാം. ഭാര്യയോടും മക്കളോടും കാര്യം പറഞ്ഞു, അനിയത്തിയോട് കാര്യം പറഞ്ഞു. അവർ വരുന്നില്ല. ഗത്യന്തരമില്ലാതെ കേരി ആ റോഡരികിൽ മുട്ടുകുത്തി കവിണ്ണു വീണ് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞ് മൂത്ത മകനെയും പഴയതുപോലെ കൈപിടിച്ച് യാത്ര തുടരുകയാണ്. പക്ഷെ ഇത് കണ്ട് ജോൺ തോമസിന് സഹിക്കാനായില്ല. കേരിയുടെ ഭാര്യയെ ശകാരിച്ചുകൊണ്ട് അരികിൽ വന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ പോവുക, നിങ്ങളെ വിവാഹം കഴിച്ച ആളാ, നിങ്ങളുടെ മകനും പോവുക, അവസാനം ഒരു ചുംബനം കൊടുത്തു വിടണം, വേറൊന്നുമല്ല. ഇന്ത്യൻ മണ്ണിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നത്, ഇവിടെ നിന്ന് പോയാൽ ജീവിച്ചിരിക്കാൻ പറ്റുന്ന ഇത്രയും ചെറിയ പ്രായം മാത്രമാ. അതുകൊണ്ട് അദ്ദേഹത്തെ വേണോ, മകനെ വേണോ, നിങ്ങളും കൂടെ പോകണം. വളരെ വളരെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുടുംബം കൂടി പോവുക. കാലമുറുത്ത് നോക്കണേ. ഈ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് അമ്മ, ഈ വിലങ്ങ കുഞ്ഞിനെ കയ്യിലെന്തിയ കേരിയുടെ ഭാര്യ, 3 കുഞ്ഞുങ്ങൾ, ഫെലിക്സ്, അവരുടെ അനിയത്തി, ഇവരെല്ലാം കൂടെ ചേർന്ന് യാത്ര തിരിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്ര. സുദീർഘമായ യാത്രയുടെ മധ്യേ ഇവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഈ ക്യാപ്റ്റൻ്റെ സന്തത സഹചാരിയായ ഒരു സ്റ്റാഫുണ്ടായിരുന്നു, ഒരു സഹോദരി. ആ സഹോദരി കനത്ത പനിയും അതിസാരവും വന്ന് മരിച്ചു. ആ മരിച്ച ശവശരീരം കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് വില്യം കേരി ജീവിതത്തിലെ ആദ്യത്തെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിച്ചു. അങ്ങനെ കപ്പൽ ദീർഘദൂരം യാത്ര ചെയ്ത് ശ്രീരാമപുരം എന്നറിയപ്പെടുന്നൊരു സ്ഥലത്തെത്തി. ഈ ശ്രീരാമപുരം എന്ന് പലരും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള പേര് സെറാംപൂർ എന്നാണ്. ശ്രീരാമപുരം എന്ന് സായിപ്പിന് വഴങ്ങാത്തതിനിട്ട പേരാണ് സെറാംപൂർ. മനസ്സിലായില്ലേ? നിങ്ങൾ എഴുതി നോക്കിയാൽ അത് മനസ്സിലാകും. ആ സ്ഥലത്ത് ഒരു കലാലയം ആരംഭിച്ചു, അവിടെ പഠനം ആരംഭിച്ചു, ആളുകളെ പരിശീലിപ്പിച്ചു. കേരിയുടെ ജീവിതം മുഴുവൻ ദുരന്തങ്ങളിങ്ങനെ വെട്ടയാടി. ഈ വഴിത്താരയിൽ കേരി ഒരു കാഴ്ച കണ്ടു. 8, 10, 12 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, പിഞ്ചോമനകളെ 80, 85 വയസ്സുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുന്നു. മരിച്ച കുട്ടികളെ ഈ മരിച്ചുപോയ ഭർത്താവിൻ്റെ ചിതയിൽ കൊണ്ടിട്ട് കത്തിക്കുന്നു. സതി എന്നാണ് അതിന് പേര് പറയുക. നിരന്തരം കത്തിടപാടുകളിലൂടെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ട് കേരി നടത്തിയ അത്തരത്തിലെ വലിയ സാമൂഹ്യ പ്രവർത്തനമുണ്ട്. ഈ സെറാംപൂർ കോളേജ് നടത്തിയ അനവധിയായ ഇടപെടലുണ്ട്. മഹാനായ രാജാറാം മോഹൻ റോയുടെ ഇടപെടലുണ്ട് ആഭ്യന്തരമായി. എന്നാൽ ബാഹ്യമായ ഇടപെടൽ ഏറ്റവും അധികം നടത്തിയത് മഹാനായ വില്യം കേരിയാണ്.
അങ്ങനെ 1829 ആകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ശാശ്വതമായി സതി നിരോധിക്കുന്ന സ്ഥിതിവിശേഷ സംജാതമായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അടിമ വ്യാപാരം നിരോധിച്ചതിൻ്റെ പിന്നിൽ ക്രിസ്തീയമായ ഒരു ഇടപെടലുണ്ട്. അടിമച്ചന്തകളെ എന്നേക്കും വിലക്കിക്കൊണ്ട് എല്ലാ മനുഷ്യർക്കും സാമൂഹ്യ നീതി എന്ന വിളംബരം ഈ സമൂഹത്തിന് കൊടുത്തതിന് പിന്നിൽ ക്രിസ്തീയതയുടെ സാക്ഷ്യപത്രമുണ്ട്. സാർവത്രിക വിദ്യാഭ്യാസം, സതിയുടെ നിരോധനം, സ്ത്രീകളുടെ സുരക്ഷ, ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ചിട്ടയോടെ പ്രവർത്തിച്ച അന്തസ്സുള്ള മാർഗമാണ് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗം. അത് തിരിച്ചറിയാതെ കേവലമായ മതപരിവർത്തനത്തിന്റെ ചട്ടക്കൂടിൽ അതിനെ ഒതുക്കിക്കാണാൻ വിഷലിപ്ത കണ്ണുകളോടെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെന്ന് പറയട്ടെ, ഇത് മതം മാറ്റമെന്ന പേരിനാൽ നിങ്ങൾ ചുരുക്കരുത്. കാരണം ഞങ്ങളുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ മറ്റിടങ്ങളിൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എവിടെയൊക്കെ സുവിശേഷം ചെന്നോ അവിടെയൊക്കെ മനുഷ്യരാശി വിദ്യയുടെ വെളിച്ചം കണ്ടു. തേജസ്സാർന്ന ആ വെളിച്ചത്തിലെ കാലം അതിശക്തിയോടെ മുമ്പോട്ട് പോയത്. കാലത്തിന് വന്ന ഈ മാറ്റങ്ങളെല്ലാം അതിൻ്റെ പിന്നിലെ ഇടപെടലാണ് എന്ന യാഥാർത്ഥ്യം അരക്കിട്ടുറപ്പിച്ച് പറയാൻ ഞങ്ങൾ അമാന്തിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയട്ടെ, മഹാനായ വില്ലങ്കേരിയുടെ പ്രവർത്തന ഫലമായി ഒരു സ്കൂൾ രൂപപ്പെടുക ഇന്ത്യയിൽ. ആ സ്കൂളിൽ അധ്യയനം ശക്തിപ്പെട്ടപ്പോൾ ഡച്ച് രാജാവ് അറിയുന്നു, ഇന്ത്യയിൽ ഒരു മിഷണറി ഇങ്ങനൊരു പ്രവർത്തനം നടത്തിയിരിക്കുന്നു. അവരവരുടെ സെനറ്റ് വിളിച്ചു കൂട്ടിയിട്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പഠിച്ചിട്ട് വളരെ അത്ഭുതകരമായ അഭിമാനകരമായ ഒരു ഉത്തരവ് പുറത്തിറക്കി. കേരിയുടെ സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ബിരുദം ഇന്നു മുതൽ ഡച്ച് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ബിരുദങ്ങളാകും എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കുമ്പോൾ ഒരു കാര്യം അഭിമാനപുരസരം പറയാം, ഇന്ത്യക്കാരൻ ആദ്യം BA എന്നും MA എന്നുമൊക്കെയുള്ള ഡിഗ്രികൾ കണ്ടത്, ആ ഡിഗ്രികൾ കൈനീട്ടി കൈപ്പറ്റിയത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കലാലയത്തിൽ നിന്നാണ് എന്ന് കോടിക്കണക്കിന് ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളുമായുള്ള ഈ രാജ്യത്ത് അഭിമാന പുരസ്സരം ഞങ്ങൾ വിളിച്ചു പറയട്ടെ. രാജ്യത്തിന് വന്ന മാറ്റം അച്ചടിയാണെങ്കിലും കലാലയങ്ങളാണെങ്കിലും വിവിധതരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ഇടപെട്ടത് പ്രാർത്ഥനാ മനുഷ്യൻ്റെ ഇത്തരത്തിലെ ഇടപെടലാണെങ്കിൽ അതിനെ കേവലം മതത്തിൻ്റെ വ്യവഹാര അടയാളങ്ങളാക്കി ചുരുക്കി കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ചരിത്രം പഠിക്കുക, വസ്തുതകൾ പഠിക്കുക. കാര്യം അങ്ങനെയല്ല എന്നൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഞങ്ങൾ ബോധവൽക്കരിക്കാൻ ഉള്ള അവസരങ്ങൾ തേടുന്നത് നിങ്ങൾ മറ്റുള്ള മനുഷ്യരെ ഏതെങ്കിലും വിധത്തിൽ കൊച്ചാക്കി കാണിക്കുവാനല്ല, ചെറുതാക്കി കാണിക്കുവാനല്ല, ചിലതരം മാറ്റങ്ങൾക്ക് ചാലക ശക്തിയായി എങ്ങനെയൊക്കെ നമ്മൾ ഭവിച്ചു എന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പോഴൊക്കെ ചിലർ പറയും, ഇന്ത്യയിലും പണ്ട് കലാലയങ്ങളുണ്ട്, നളന്തയുണ്ട്, തക്ഷശിലയുണ്ട്, ഓദന്തപുരിയുണ്ട്, വാരണാസിയുണ്ട്, അറിയപ്പെടുന്ന നിരവധി കലാലയങ്ങളുണ്ട്. ഞാനതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. അവിടുത്തെ പഠനം ശ്രേഷ്ഠമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അവിടുത്തെ പഠനം ശ്രേഷ്ഠമാണ്, അധ്യയന രീതികൾ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് ഭിക്ഷുക്കൾ, ബുദ്ധ ഭിക്ഷുക്കൾ നടത്തിയ കലാലയങ്ങൾ ഈ രാജ്യത്തുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നിട്ടുണ്ട്? ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകിയില്ല. അത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ, ആദിവാസിക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ, ചണ്ടാളന് വിദ്യാഭ്യാസം നൽകുന്നതിനെ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് വിദ്യാഭ്യാസം നൽകുന്നതിനെ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് എല്ലാ തരത്തിലും എതിരെ നിന്നും അത് മാത്രമല്ല, വിദ്യ അഭ്യസിക്കുന്നവന് ഈ രാജ്യത്തിലെ പാരമ്പര്യങ്ങൾ വെച്ചിരുന്ന കനത്ത ശിക്ഷയുടെ എത്രയെത്ര കഥകൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ അതുവഴി പറഞ്ഞ് ഒത്തിരി സമയം ദീർഘിപ്പിക്കുന്നില്ല. അതിന് ചില ബദലുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർദ്ദേശിക്കാം. ഈ രാജ്യത്ത് കോട്ടയത്ത് പള്ളം എന്നൊരു സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ആ പള്ളം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഹെൻറി ബേക്കർ ജൂനിയർ എന്നൊരു സായിപ്പുണ്ട്, ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം വന്നിട്ട് അങ്ങകലെ ഇടുക്കി മലനിരകളിൽ മേലുകാവിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള മലയരയാ സമൂഹം എന്നറിയപ്പെടുന്നൊരു ജനത അവിടെ ഉണ്ടായിരുന്നു. ആ ജനതയ്ക്കിടയിലേക്ക് ഈ ബൈബിളുമായി കടന്നുപോയി. അവർ അന്നത്തെ കാലത്ത് അപരിഷ്കൃതമായ ജീവിതം നയിച്ച സാധുക്കളായ മനുഷ്യരാ. വേട്ടയാടിപ്പിടിച്ച് കാട്ടുമൃഗങ്ങളോട് ഇടപഴകി, മന്ത്രങ്ങൾ ചൊല്ലി, ഉച്ചാരണങ്ങൾ ചൊല്ലി, അർത്ഥരാഹിത്യമുള്ള ജീവിതം നയിച്ച് വേണ്ടത്ര വസ്ത്രം പോലും ധരിക്കാൻ അറിവും അവകാശമില്ലാതെ ജീവിച്ചിരുന്നവർക്ക് നടുവിൽ ഒരു കലാലയം കെട്ടിപ്പൊക്കി അവരെ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഭാഷകൾ പഠിപ്പിച്ചു. ഇതിനകം മറ്റൊരു കാര്യം കൂടി അറിയണം. ഏതാണ്ട് 85 പരം ഭാഷകൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് നിഘണ്ടു ഉണ്ടാക്കിയത് യേശുവിൻ്റെ അനുഗാമികളാണ്. 125 പരം ഭാഷകൾക്ക് വ്യാകരണമുണ്ടാക്കിയത് യേശുവിൻ്റെ അനുഗാമികളാണ്. വിദ്യാഭ്യാസമടക്കം സാർവത്രികമാണ് അത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം പലവിധമായ സംരംഭങ്ങൾ ഇന്ത്യയുടെ പലയിടങ്ങളിൽ നടക്കുമ്പോൾ അതിന് ആക്കം കൂട്ടിക്കൊണ്ട് ഈ മേലുകാവിൻ്റെ പരിസരത്ത് ഇത്തരത്തിൽ കലാലയങ്ങൾ ആരംഭിച്ച ഹെൻറി ബേക്കറുണ്ട്. ഹെൻറി ബേക്കറുടെ ഇടപെടലിൻ്റെ പരിശേഷം നൽകുന്നതെങ്കിൽ ഓരോ പരസ്യവും നടത്തുന്ന യേശുവിൻ്റെ അഭിഷിക്തന്മാരും ധരിക്കേണ്ടത് അവിടെ ഉരുണ്ടുകൂടിയിരിക്കുന്ന ജാതീയ ഇരുട്ടിൻ്റെ കർമ്മകാണ്ഡങ്ങളുടെ, തെറ്റായ അനുഭവങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ, ദുരാചാരങ്ങളുടെ അടിത്തറയെ തകർത്തുകൊണ്ട് ലോകത്തിൻ്റെ
വെളിച്ചമാകുന്നവൻ്റെ ആ വിദ്യുത് തരംഗങ്ങളെ പ്രകാശിപ്പിക്കുന്ന മഹത്തര സന്ദേശത്തിൻ്റെ പ്രകാശനമാണ് യേശുവിൻ്റെ സുവിശേഷത്താൽ ഞാനും നിങ്ങളും നിർവഹിക്കുന്നത് എന്ന സത്യം മറക്കാതിരിക്കുക. ദിവസങ്ങളിലെ യാത്രയ്ക്ക് ശേഷം ക്ഷീണിച്ച് ഹെൻറി ബേക്കറെ കാണാൻ ചെന്നു. അത് ഹെൻറി ബേക്കർക്കൊരു പ്രത്യേകതയുണ്ട്, മിഷണറിമാർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ പറയപ്പെട്ട ചങ്ങനാശ്ശേരിയിൽ, അതല്ലെങ്കിൽ മല്ലപ്പള്ളിയിൽ, അതുമല്ലെങ്കിൽ തിരുനക്കരയിൽ, അവിടേക്കുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന അടിമകളെ വില കൊടുത്തു വാങ്ങി സ്വതന്ത്രരാക്കി വിടുന്ന പ്രക്രിയ. പണം കൊടുത്തവരെ, യജമാനന് പണം കൊടുത്തിട്ട് സ്വതന്ത്രരാക്കി വിടുക. അവരെ മതപരിവർത്തനത്തിനൊന്നും വിധേയമാക്കിയിട്ടില്ല, അത്ര ഏർപ്പാടുകളുമില്ല. ആളുകൾ തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളിൽ ഒരാൾ ഈ സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നാളെ രാവിലെ നിങ്ങളെ മുക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? മതം മാറണം എന്ന ചിന്ത ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നിങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ജീവിതത്തിൻ്റെ തെറ്റായ വശങ്ങളിൽ നിന്ന് മാറണമെന്ന് പറയും. അതാണ് ഭൗതികമായി പറയാനുള്ളത്. രണ്ടാമത് പറയുന്നൊരു കാര്യമുണ്ട്. ഏക സത്യദൈവമേ ഉലകത്തിനുള്ളൂ. ഈ മുഴു പ്രപഞ്ചത്തിനും കാരണഭൂതനായി ഒരു ദൈവം എന്നൊരു സത്യം പറയും. അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് മനുഷ്യൻ്റെ കൈപ്പണിയായ ഒരു സ്ഥലങ്ങളിലും വാസം ചെയ്യുന്നില്ല. അത് യെരുശലേം ദേവാലയം മുതൽ ഞാനും നിങ്ങളും പണി കഴിപ്പിച്ച അമ്പര ചുംബികൾ എത്ര ശ്രേഷ്ഠമായിക്കൊള്ളട്ടെ, അതിലെവിടെയും ദൈവം വസിക്കുന്നില്ല. അല്പം മുമ്പ് MLA പറഞ്ഞല്ലേ സോളമനെ കുറിച്ച്. ലോകത്തിലേറ്റവും മനോഹരമായ ദേവാലയം പണിത സോളമൻ പ്രാർത്ഥന നടത്തുമ്പോൾ പറയുന്നുണ്ട്, നീ സ്വർഗത്തിലും ഒതുങ്ങുന്ന ദൈവമല്ല എന്നെനിക്കറിയാം. പക്ഷെ നിന്റെ ജനം ഏകാഗ്രതയോടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമെന്നതിൽ കവിഞ്ഞ് ഇതിന് യാതൊരു സവിശേഷതയുമില്ല. അത് ഞങ്ങൾ അരക്കിട്ടുറപ്പിച്ച് പ്രഖ്യാപിക്കുക. അങ്ങനെയെങ്കിൽ സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ് ദൈവമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ദൈവത്തിനൊരാലയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സർവ്വവ്യാപി എന്നുള്ള ചിന്ത പോയി. കാരണം അവിടെ മാത്രമേ ഉള്ള ആളെന്ന് അതിൻ്റെ അർത്ഥം. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇതാ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തീർത്ഥാടന കേന്ദ്രമില്ല. ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി, ചരാചരങ്ങളുടെ മുഴുവൻ കാരണഭൂതനായി, സർവശക്തൻ, സർവജ്ഞാനി, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയായ ആത്യന്തിക ജനയിതാവായ ആ ദൈവപുത്രനെ കുറിച്ചുള്ള ആ സദ്വചനം പറഞ്ഞിപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അരികിൽ പറയുക, യേശു എൻ്റെ രക്ഷകനാണ് എന്ന് ഹൃദയംഗമായി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവനെ അടുത്ത നിമിഷം കൊണ്ടുപോയി അടുത്ത ജലാശയത്തിൽ മുക്കിപ്പോക്കൂല. നാളെ ചെയ്യില്ല, അടുത്ത ആഴ്ച ചെയ്യില്ല, അടുത്ത മാസം ചെയ്യില്ല. പിന്നെ എപ്പോഴാ അവനോട് അവൻ്റെ ഏറ്റുപറച്ചിൽ വസ്തുതാപരമോ എന്ന് നാനാധ്രുവങ്ങളിൽ പരിശോധിച്ചിട്ട് പക്വമതിയായൊരു ദൈവദാസനെ വരുത്തി ആ മനുഷ്യനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കഴിപ്പിക്കും. അതിന് മതപരിവർത്തനം നിങ്ങൾ പേരിട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? ഇനിയും പറയാം ഒന്നുകൂടി. ഹെൻറി ബേക്കറെ കാണാൻ വന്ന ആളുകൾ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, സാർ അങ്ങേ കാണാൻ വന്ന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെയ്യാവുന്ന സഹായമൊക്കെ ചെയ്യാം. നിങ്ങൾ അദ്ദേഹം ഈ അടിമകളെ പണം കൊടുത്ത് മോചിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, യജമാനെ പണമൊന്നും വേണ്ട, അടിങ്ങൾക്ക് പണം ആവശ്യമില്ല. കാട്ടുകിഴങ്ങ് കഴിച്ചും വേട്ടയാടിയും ചൂണ്ടലിട്ട് മത്സ്യത്തെ പിടിച്ചും അവയെ ചുട്ടുഭക്ഷിച്ചുമൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, കാട്ടുവാസികളാണ്. പക്ഷേ യജമാനനെ ഞങ്ങളൊന്നറിഞ്ഞു, ഞങ്ങളുടെ സമശിഷ്ടങ്ങൾക്കങ്ങ് മേലുകാവിലൊക്കെ സ്കൂള് കെട്ടിക്കൊടുത്തു എന്നറിഞ്ഞു. അവിടെ കൊച്ചുമുണ്ടൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നെന്നറിഞ്ഞു. അത് കേട്ട മാത്രയിൽ ഞങ്ങൾക്കും ഒരു താല്പര്യം, ഒരു സ്കൂള് കിട്ടിയാൽ കൊള്ളാം. ഹെൻറി ബേക്കർ പറഞ്ഞു, അത് സാധ്യമല്ല. കാരണം സ്കൂളുണ്ടാക്കിയ പോരാ, അധ്യാപകർ വേണം, പാഠപുസ്തകം വേണം. അധ്യാപകരെ കിട്ടാനില്ല. എന്താ സ്ഥിതി? ഇംഗ്ലീഷ് പഠിപ്പിക്കണം, വ്യാകരണം പഠിപ്പിക്കണം, മാത്സ് പഠിപ്പിക്കണം, പറ്റില്ല. അവസരം ഇല്ലിപ്പം, തിരിച്ചു വിട്ടു. ഇവർ വീണ്ടും വന്നു, അവർ വീണ്ടും വന്നു, അവർ വീണ്ടും വന്നു. 1-2 തവണയല്ല, 6 വട്ടം വന്നു. 6-ാം വട്ടം ഹെൻറി ബേക്കർ പരാജയപ്പെട്ടു. അദ്ദേഹം വായിച്ച വചനം അന്ന് പകലിതായിരുന്നു. ഒരു വിധവ വന്ന് ഒരു യജമാനനെ അസഹ്യപ്പെടുത്തി. അദ്ദേഹം അത് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുക, ഇതാരെങ്കിലും പറഞ്ഞ് ഇനി വിധവ വന്ന് എൻ്റെ മുഖത്തടിക്കും, അതുകൊണ്ട് അവിടെ പ്രതിക്രിയ ഞാൻ നടത്തണം. ഈ വാക്യം ഇടപെട്ടപ്പോൾ വന്നവരോട് ഹെൻറി ബേക്കർ പറഞ്ഞു, വരാം, ഇത്ര നാളും പറഞ്ഞ പോലെ നമുക്ക് പോകാം. ഇവർ വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെ യജമാനം പറഞ്ഞാൽ പോലെ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സെറ്റപ്പിലാണ് വന്നേ. നീണ്ട 2 കമ്പുകൾ, അതിൽ തലങ്ങം വിലങ്ങൻ 2 കമ്പുകൾ കെട്ടി, അതിൽ ഒരു തടിക്കസേര കെട്ടിവെച്ച് അതിലേക്ക് കയറി ഇരുന്നോളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു,
ഞാൻ നടന്നോളാം. കുറേ ദൂരമൊക്കെ നടന്നെങ്കിലും ആറിൻ്റെ തീരത്ത് തോട് കിടന്ന്, മല കടന്ന്, കാട് കടന്ന് ഇത്രയും ദൂരം പോകാൻ 1-2 ദിവസം എടുത്തു. ഒടുക്കം ഈ യാത്രയുടെ പ്രഭാതത്തിൽ ധാരാളം വെള്ള നിറമുള്ള പക്ഷികൾ പറക്കുന്ന ഹൈറേഞ്ചിൻ്റെ കുട്ടിക്കാനത്തിൻ്റെ അടിവാരത്തൊരു ഗ്രാമത്തിലെത്തുമ്പോൾ മലയാളമറിയാവുന്ന ഹെൻറി ബേക്കർ കൂടെ വന്നവരോട് ചോദിച്ചു, ഈ പറക്കും പക്ഷികളുടെ പേരെന്താ നിങ്ങളുടെ ഭാഷയിൽ? അവർ പറഞ്ഞ പേരാണ് മുണ്ടി. സായിപ്പങ്ങനെ സ്ഥലത്തിനിട്ട പേരാ മുണ്ടിക്കയം. അതാണ് മുണ്ടക്കയം എന്ന് പറയുക. നോക്കണേ, അവിടെ പുല്ലുമെഞ്ഞ് തടിവെട്ടി ഒരു മനോഹരമായ കെട്ടിടം പണിതു. അതാണ് ഇന്നവിടെ കാണുന്ന CMS സ്കൂള്. അത് പിന്നെ വളർന്ന് ഹൈസ്കൂളായി. ഇതേ സമയത്ത് കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി ബൈബിളിൻ്റെ പരിഭാഷയിൽ 1911 മുതൽ ഏർപ്പെട്ടു. 17 ആകുമ്പോഴേക്കും ഫുൾ ബൈബിൾ ലഭിക്കത്തക്ക വിധം പാമ്പാടിയിലും കഞ്ഞിക്കുടിയിലും പരിസര പ്രദേശത്തുമുള്ള കൊല്ലപ്പണി ചെയ്യുന്ന സഹോദരന്മാരുടെ വീട്ടിൽ ചെന്ന് അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന അച്ചുകൾ എങ്ങനെ സൃഷ്ടിക്കണമെന്ന് കൃത്യം ഇരുന്ന് പറഞ്ഞു കൊടുത്ത് അക്ഷരങ്ങളുണ്ടാക്കി. ലണ്ടനിൽ നിന്നൊരു പ്രസ് കപ്പലിൽ ഇവിടെ വരുത്തി. ഈ സജ്ജീകരണങ്ങളെല്ലാം സംജാതമാക്കിക്കൊണ്ട് അവിടെ കലാലയങ്ങൾ സജ്ജീകരിച്ചു. മുണ്ടക്കയത്തുള്ള സ്കൂളിൽ പോയി ആളുകളെ പഠിപ്പിക്കണം. അധ്യാപകർക്ക് എല്ലാ ദിവസവും വന്നു പോകാൻ വയ്യ. അതിന് പലവ്യഞ്ജനങ്ങളും അരിയും ഒക്കെ കയറ്റിയ കാളവണ്ടി പോകണം. ആ കാളവണ്ടിക്ക് പോകണമെന്ന ചിന്ത വരുമ്പോൾ വേറെ അറിവ് കിട്ടി. ദൂരെയുള്ള കാടമൺ ടീ എസ്റ്റേറ്റ് ഉണ്ട്, അവിടേക്ക് പോകാനും വഴി വേണം. ഇവർ ഒന്നിമിച്ച് ചേർന്നുകൊണ്ട് കോട്ടയം മുതൽ കുമളി വരെ വഴിവെട്ടാൻ തീരുമാനിച്ചു. മുണ്ടക്കയം വരെയുള്ള വഴിവെട്ടുന്ന സമയത്ത് ഹെൻറി ബേക്കർ സഹായിച്ചു. ആ റോഡാണ് നമ്മൾ അറിയപ്പെടുന്ന കേക്കർ റോഡ്. ഞാൻ നിൽക്കുന്ന ഈ ഹൈവേക്ക് കൊണ്ടൊരു ചരിത്രം. കേണൽ മൺറോ പണിതാണ് ഈ ഹൈവേ. അതൊന്നും പറഞ്ഞു തീർക്കാൻ എനിക്ക് നേരമില്ല. നിങ്ങളിന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യയിൽ കാണുന്ന, കേരളത്തിൽ കാണുന്ന ഇത്തരത്തിലെ വികസനത്തിൻ്റെ അടയാളങ്ങളിലെല്ലാം ബൈബിൾ ഉപയോഗിച്ചവൻ്റെ ഒരു കയ്യൊപ്പ് കാണാം, അത്തരമൊരു ഇടപെടൽ കാണാം. അത് ചികിത്സയെടുത്ത്, അത് ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ ഏത് മണ്ഡലങ്ങൾ പരിശോധിച്ചാലും ആധുനികതയുടെ ഇന്ന് കാണുന്ന ഗുണപരമായ മുന്നേറ്റങ്ങളിലെല്ലാം ബൈബിൾ വായിച്ചവൻ്റെ ഒരു കയ്യൊപ്പ് കാണാം. ഈ ബൈബിൾ സൃഷ്ടിച്ച കുറേ മനുഷ്യരുണ്ട്. ഈ ആധുനികമായ ശാസ്ത്രബോധം മനുഷ്യരാശിക്ക് നൽകാൻ ബൈബിൾ സൃഷ്ടിച്ചെടുത്ത മനുഷ്യരുടെ കഥ പറയുമ്പോൾ നിങ്ങളും ഞാനും നമ്മളിൽ ചിലരെങ്കിലും നിലത്ത് മണ്ണുവാരിയിട്ട് അക്ഷരം എഴുതി പഠിച്ച ആളുകൾ ഇവിടെ കാണാം. ഓലയുടെ മീതെ അതിനൊരു തലക്കെട്ട് കെട്ടി അതിൽ 4 ആയം കൊണ്ട് എഴുതിയ ചിലരെങ്കിലും ഇവിടെ കാണാം. പക്ഷെ ഒരു കാര്യം അറിയണ്ടേ, നിങ്ങളും ഞാനും ഓലയിൽ എഴുതി തറാപ്പറ എന്നൊക്കെ പഠിക്കുന്നതിൻ്റെ 1000 വർഷം മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ ആളുകൾ, ആ ബൈബിളിൻ്റെ അനുഗാമികൾ, 1000 ആണ്ട് മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയൊക്കെ തുടങ്ങിക്കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഇത്തരം സ്ഥാപനങ്ങൾ രൂപീകരിച്ചു. ഇന്ത്യക്ക് മഹത്തരമായൊരു സംസ്കാരമുണ്ട്. അത് ഇൻഡസ് വാലിയാണെന്ന് കണ്ടുപിടിച്ചത് ജോൺ മാർഷൽ എന്നൊരു സായിപ്പാണ്. എന്തായിരുന്നു കാരണം എന്നറിയണ്ടേ? 1854 ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായുള്ള പഞ്ചാബിൽ മുൾട്ടാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് ലാഹോറിലേക്ക് തീവണ്ടിപ്പാത ഒരുക്കാൻ ഒത്തുകൂടിയ ആളുകൾ പണിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ധാരാളം ചുടുകട്ടകൾ കിട്ടി. ആ ചുടുകട്ടകൾ കൊണ്ട് 194 കിലോമീറ്റർ ദൂരം റെയിൽവേ ട്രാക്ക് പണികഴിപ്പിക്കത്തക്ക വിധം കട്ടകൾ ഉണ്ടായിരുന്നു. കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ലോകത്തിൽ മെസപ്പൊട്ടേമിയയെ, അതല്ലെങ്കിൽ ഈജിപ്തിനെ, ചൈനയുടെ സംസ്കാരത്തെയൊക്കെ വെല്ലുമാറ് നമുക്കുണ്ടായിരുന്ന പൗരാണിക നാഗരികതയുടെ അവശിഷ്ടങ്ങൾ ലഭിക്കുന്നത്. ആ അവശിഷ്ടങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളതിന് പേരിട്ടു ഇൻഡസ് വാലി സിവിലൈസേഷൻ. മോഹൻജദാരോയിലും ഹാരപ്പയിലുമൊക്കെയുള്ള നമ്മുടെ പൗരാണികമായ ആ സംസ്കാരത്തിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നമുക്ക് ലഭിച്ചു. ഇനിതാ വീണ്ടും പുതിയ ഗവേഷണങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ മധുരയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്ത് കീഴടി എന്ന സ്ഥലത്ത് നിന്ന് പുത്തൻ ഗവേഷണങ്ങളുടെ ചരിത്രം പുറത്തോട്ട് വരുന്നു. ഈ ഗവേഷണങ്ങളെയൊക്കെ ഭയക്കുന്ന ചില ആളുകളുണ്ട്. അതെന്താണെന്ന് ഇങ്ങനെ പറയാം. ഇതാ മോഹൻജദാരോയിലും ഹാരപ്പയിലും നടന്ന ഉഴുതുമറിക്കുന്ന സംസ്കാരമുണ്ട്. അതിനകത്തുനിന്ന് കിട്ടിയ നിരവധി അറിവിൻ്റെ ഏടുകളുണ്ട്. അതിനകത്തുനിന്ന് കിട്ടിയ കട്ടകളിൽ കൊത്തിവെച്ച അക്ഷരങ്ങളുണ്ട്. അതിനകത്ത് അന്നത്തെ മനുഷ്യൻ ഉപയോഗിച്ച വിവിധതരം ജീവജാലങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്. ഫോസിലുകൾ, അസ്ഥികൂടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയണ്ടേ, മോഹൻജദാരോയിലെ ഹാരപ്പയിലെ അവശിഷ്ടങ്ങളിലൊന്നും കുതിരയെ കാണുന്നില്ല. കുതിര അവരുപയോഗിച്ചതായിട്ടോ കുതിരയുടെ അവശിഷ്ടങ്ങളോ കാണുന്നില്ല.
അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ പൗരാണികതയിൽ കുതിരയെക്കുറിച്ചൊക്കെ അടയാളപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് മോഹൻജദാരോയിലും ഹാരപ്പയിലും അതിൻ്റെ യാതൊരു ചരിത്രശേഷിപ്പുകളും ഇല്ലാതെ പോയി എന്ന് ഇന്നത്തെ തെറ്റായ ചരിത്രത്തിൻ്റെ വ്യാഖ്യാതാക്കൾ എണ്ണം പറഞ്ഞ മറുപടി നിങ്ങൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ചലഞ്ച് ഞാൻ അഭിമാന പുരസ്സരം നിങ്ങളുടെ മുമ്പിൽ വെക്കുക. വീണ്ടും പറയട്ടെ, ഇവിടെ നിന്ന് കിട്ടിയ അക്ഷരങ്ങൾ ഇനിയും വായിച്ചെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ അക്ഷരങ്ങളുടെ രൂപിമ വ്യവസ്ഥയില്ലേ, അതിൻ്റെ സ്വനങ്ങളും സ്വരങ്ങളുമില്ലേ, അതിൻ്റെ ചിഹ്ന ആ ലിഖിതങ്ങളുടെ സ്വഭാവമില്ലേ, അതിനൊന്നും സംസ്കൃതത്തോട് യാതൊരു ബന്ധവുമില്ല, ഹിന്ദിയുടെ ലിപിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമുള്ളത് ഏതിനോടാണെന്ന് അറിയണ്ടേ? നമ്മുടെ തമിഴ് ഭാഷയോട്. മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും ഒക്കെ പൂർവ്വഭാഷയായ തമിഴിനോടാണ് ഏകദേശമൊക്കെ ബന്ധമുള്ളത്. ഞാൻ അതിന് അനുബന്ധമായൊരു കാര്യം കൂടി പറയാം. കീഴടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തെങ്ങിൻ തോപ്പുണ്ടായിരുന്നു. ആ തെങ്ങിൻ തോപ്പിലൂടെ ഒരു കള്ളൻ ഇങ്ങനെ അടുത്ത കാലത്ത് യാത്ര ചെയ്യുക. ഈ കള്ളൻ തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി പോയതാണ്. തേങ്ങ മോഷ്ടിക്കുന്നവനെ കള്ളൻ എന്ന് വിളിച്ചാൽ മറ്റു പലതും മോഷ്ടിക്കുന്നവനെ എന്ത് വിളിക്കണം അതെനിക്കറിയില്ല. ഏതായാലും ഈ തേങ്ങ മോഷ്ടിച്ചവനെ ആളുകൾ കല്ലെറിഞ്ഞപ്പോൾ അയാൾ പോയി അവിടെ ഒളിച്ചിരുന്നവൻ പുറത്തോട്ട് വരുന്നില്ല. പിന്നെ ആളുകൾ തിരക്ക് ചെല്ലുമ്പോൾ അയാളൊരു കുഴിയിലാണ്. ചെല്ലുമ്പോഴാണ് കാണുന്നത് ഈ കുടി അകത്തോട്ടുള്ളൊരു പടിക്കെട്ടാണ്. ചെല്ലുമ്പോൾ അവിടെയും മുമ്പ് കണ്ടതുപോലെ നിരവധി കട്ടകൾ, നിരവധി ഇഷ്ടികകൾ, അവിടെ മുമ്പ് പറഞ്ഞ പോലെ ശിലകളിൽ രേഖപ്പെടുത്തി വെച്ച നിരവധി അടയാളങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഈ തെങ്ങിൻ തോപ്പ് വൈഗാ നദിയുടെ തീരത്ത് ഒരു മനോഹരമായ നാഗരികത സിന്ധു നദിയുടെ തടത്തിലുണ്ടായിരുന്നു എന്നതിനെ ആവർത്തിക്കുന്ന വിധത്തിൽ അവരവിടെ കണ്ടു. വേറൊരു കാര്യം കൂടി കേൾക്കുക. എന്താണ് അങ്ങ് സിന്ധു നദിയുടെ തീരത്ത് മോഹൻജദാരോയിലും ഹാരപ്പയിലും കണ്ടത്? അതിന് സമാനമായ അടയാളപ്പെടുത്തലുകൾ പിന്നെ കണ്ടത് നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലാണെന്ന് ഓർത്തുകൊള്ളണം. സമാനമായ അടയാളപ്പെടുത്തലുകൾ. ആ ലിപി വായിച്ചെടുക്കാൻ അവിടുത്തെ പ്രധാനമന്ത്രി സ്റ്റാലിൻ കോടിക്കണക്കിന് രൂപയാണ് ഇനാം പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ പാരിതോഷ്യം പ്രഖ്യാപിച്ചത്. ആരെങ്കിലും വായിച്ചെടുത്താൽ, നിങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ അറിയാമെങ്കിൽ കോടിക്കണക്കിന് പൈസ കിട്ടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. രസം കേൾക്കണ്ടേ? ഇവിടുന്ന് കിട്ടിയ ഈ അവശിഷ്ടങ്ങളെ മുഴുവൻ ഇറ്റലിയിലും അമേരിക്കയിലുമൊക്കെ അയച്ച് ലാബിൽ പരിശോധന കഴിച്ച് പുറത്തു വന്നപ്പോൾ ആ സംസ്കാരത്തിൻ്റെ കാലഗണന അവർ ഗണിച്ചു. ആ കാലഗണന എത്രയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? BC 600 മുതൽ 800 വരെ കാലത്തെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് കണ്ടത്. ക്രിസ്തുവിനും 600 മുതൽ 800 വരെ. നോക്കി നിൽക്കേ ഈ സ്ഥാപനമെല്ലാം കൂടെ അടച്ചു പൂട്ടാൻ തൽപര കക്ഷികൾ തീരുമാനിച്ചു. അവർക്കൊരാഗ്രഹമുണ്ട്. അവർ പറഞ്ഞു നമുക്കിത് 300 കുറയ്ക്കണം. പക്ഷേ തമിഴരിൻ്റെ ബോധമല്ലേ, അവർ വിട്ടില്ല. ഹൈക്കോടതി പോയി ഫൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ആ വഴികളടച്ച വഴികളെ തുറന്നിട്ട് ഗവേഷണം ശക്തിക്ക് പുരോഗമിക്കുക. അവിടെയും കണ്ടില്ല, ഈ സംസ്കൃതവും ഹിന്ദിയൊന്നും കണ്ടില്ല. ഞാനിത്തരം പ്രസംഗങ്ങളിലൂടെ യൂട്യൂബിൽ ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നുണ്ട്. കാരണം ഇവിടെ എഴുതി വെച്ചിട്ട് ഇന്ത്യയുടെ നേരവകാശികളായി ചിലരൊക്കെ പലതരം കഥകൾ മെനഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത്തരം കഥകൾ ചരിത്രം പഠിച്ച എന്നെപ്പോലുള്ള ആളുകളുടെ മുമ്പിൽ വിജയിക്കാനൊന്നും പോകുന്നില്ല. കാരണം ചരിത്രത്തെ തെറ്റായ അളവിൽ വ്യാഖ്യാനിച്ചിട്ട് ഇന്ത്യ മുഴുവൻ ആരുടെയൊക്കെയോ സ്വന്തമാണെന്ന് ഇങ്ങനെ വിളംബരം ഘോഷിക്കേ. ഞങ്ങൾ പറയാം, ഇന്ത്യ എല്ലാവരുടേതാണ്, ഇവിടെ വന്നവരുടെയും നിന്നവരുടെയുമാണ്. ഇന്ത്യൻ പൗരത്വമുള്ള സകലരേതമാണ് ഇന്ത്യ. ഈ രാജ്യം നമ്മുടേതാണ് എന്ന് വിശ്വസിക്കാനും ഈ രാജ്യത്ത് ജീവിക്കാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമായിരിക്കുന്നില്ല, അത് അവകാശമാണ് എന്നുകൂടി ചിന്തിക്കുകയും അതിന് ആ നിലയിൽ വോട്ട് ചെയ്യുന്ന നികുതി അടയ്ക്കുന്ന പൗരന് സുവിശേഷം പ്രസംഗിക്കാൻ അവൻ്റെ മതമോ വിശ്വാസ സംഹിതയോ അത് എന്തെന്ന് പറയാൻ ഉള്ള അവകാശം കൂടി ഭരണഘടന നമുക്ക് നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന പോലെ ഒരുവൻ്റെ വിശ്വാസ സംഹിത അതിനെ പ്രവസ് ചെയ്യുവാൻ, ആ പ്രവസ് കൃത്യമായി അതിനെ പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഘട്ടം ഘട്ടമായി എടുത്തു മാറ്റിക്കൊണ്ട് നമ്മുടെ വഴികളെ മുഴുവൻ അടച്ചു തീർത്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാനാവാത്ത സ്ഥിതിവിശേഷം സംജാതമാക്കുമ്പോൾ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഭാരപ്പെടരുത്, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കൂടി കാരണം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഉപസംഹരിക്കാം. എന്താണ് കാരണം? കഴിഞ്ഞ 10-15 കൊല്ലങ്ങൾ ഈ രാജ്യത്ത് നമുക്ക് പ്രവർത്തിക്കാനാവാത്ത വിധത്തിൽ വഴികളൊക്കെ കൊട്ടിയടയ്ക്കപ്പെട്ടു. ഛത്തീസ്ഗഡിൽ, ഉത്തരാഞ്ചലിൽ, UP-യിൽ, ബീഹാറിൽ, ഇന്ത്യയുടെ പലയിടങ്ങളിൽ ആയിരക്കണക്കിന് സുവിശേഷകർ ജയിലിൽ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കപ്പെട്ടു. അവരിൽ പലരും ദാരുണമായ ആക്രമണത്തിന് വിധേയമായി. നമ്മൾ പടുത്തുയർത്തിയ കലാലയങ്ങളും ഹാളുകളും കടന്നു വന്ന് ആക്രമിച്ച് നിഷ്ഠൂരമായി മതപരിവർത്തനത്തിൻ്റെ ചാപ്പകുത്തി ആക്ഷേപിച്ച് ഉപദ്രവിച്ചപ്പോൾ സംഭവിച്ച റിസൾട്ട് എന്താണെന്ന് കൂടി ഈ ഹരിപ്പാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പരസ്യമായി ഈ ഹൈവേയിൽ എന്ന് പറയുന്നതിലേക്ക് അഭിമാനമുണ്ട്. കഴിഞ്ഞ 15 കൊല്ലമാണ് കേരള സഭയുടെ ഇന്ത്യ സഭയുടെ ചരിത്രത്തിൽ അതിദ്രുതം ഈ പ്രസ്ഥാനം വളർന്നത്. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല ആളുകൾ പഞ്ചാബിൻ്റെ മണ്ണിൽ യേശുവിൻ്റെ അനുഗാമികളായി മാറി, ഛത്തീസ്ഗഡിൽ യേശുവിൻ്റെ അനുഗാമികളായി മാറി. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ രൂപത്തിൽ വന്നത് അടിച്ചൊതുക്കുന്ന, സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഹനിക്കുന്ന, സാമ്പത്തിക സ്രോതസ്സുകളെ മുഴുവൻ ഒരുപോലെ അടച്ചു വെക്കുന്ന ഒരു ഭരണകൂടവും വ്യവസ്ഥയും ഉണ്ടായിട്ടും പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, ദൈവത്തിൻ്റെ വചനം
വചനമോ എന്നേക്കും നിലനിൽക്കുന്നുവെന്ന വചനത്തിൽ ആസ്പദമാക്കി അതിൽ വിശ്വാസമർപ്പിച്ചവരുടെ ആ വീക്ഷണഗതിക്ക് പ്രസക്തി വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ യേശുവിനെ പ്രസംഗിക്കുന്ന, യേശുവിൻ്റെ സുവിശേഷത്തെ ഉലകത്തിലെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഈ ഗ്രാമവാസികൾ അഭിമാനപുരസരം പറയണം, ഇതാ ഒരു കാലഘട്ടം വരുന്നു. പാപത്തിന് വിളയാടാൻ കഴിയാത്ത, ഇരുട്ടിന്റെ ശക്തികൾക്ക് വിളയാടാൻ കഴിയാത്ത, മദ്യാസക്തിക്ക് വിളയാടാൻ കഴിയാത്ത സമത്വ സുന്ദരമായ യേശു വിഭാവനം ചെയ്ത ഒരു ജീവിത വീക്ഷണത്തിന്റെ കാലഘട്ടം ഈ രാഷ്ട്രത്തിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക്, ഉള്ളിലേക്ക് സ്ഥാപിക്കപ്പെടാൻ കാലം സമാഗതമായിരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ വഴി എന്താ? ആ വഴി യേശുവിൻ്റെ സഹന സമരത്തിൻ്റെ വഴിയാ. ഞാൻ പറയാം, കുമ്പനാടുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൺവെൻഷൻ്റെ പ്രായം 100, മുളക്കുഴ കൺവെൻഷൻ്റെ പ്രായം 100, പാക്കിൽ കൺവെൻഷൻ്റെ പ്രായം 100, ഞങ്ങളുടെ അസംബ്ലീസ് കോഡിൻ്റെ കൺവെൻഷൻ്റെ പ്രായം 100, മർത്തോമാ സഭകളുടെ CSI സഭകളുടെ ഓർത്തഡോക്സ് സഭകളുടെ ഒക്കെ പ്രവർത്തന കാലഘട്ടം നിങ്ങൾ എടുക്കുക. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ 100 കൊല്ലത്തെ ഞങ്ങളുടെ പ്രസംഗങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ ഇടയിൽ ഈ കൺവെൻഷൻ ഗ്രൗണ്ടുകളിൽ നിന്ന് ഒരു പെറ്റി കേസെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിന് ഇട കൊടുക്കാതെ, കള്ളവാറ്റി നടത്തിയതിൻ്റെ പേരിൽ, തമ്മിലടിച്ചതിൻ്റെ പേരിൽ, കത്തിക്കുത്ത് നടത്തിയതിൻ്റെ പേരിൽ, രക്തം ചൊരിഞ്ഞതിൻ്റെ പേരിൽ, ആക്ഷേപകരമായ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാനാവാതെ ഈ രാജ്യത്ത് 100 കൊല്ലം കൊണ്ട് മര്യാദപരമായി, ഭരണഘടനാപരമായി, സാമൂഹ്യ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാ യേശുവിൻ്റെ അനുഗാമികൾ. മഹത്തരമായ ആ ചിന്തയുടെ വക്താക്കളായി നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുവാൻ ഒരു പുതിയ ധൈര്യവും ഒരു പുതിയ മനക്കരുത്തും ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ. പക്ഷൊരു കാര്യം, ഇത് പ്രസംഗിക്കാനുള്ള നമ്മുടെ അന്തസ്സും ആഭിജാത്യത്തിൻ്റെയും പിന്നിലെ ഘടകം ഈ ക്രൂശ് ചുമക്കാനുള്ള മനസ്ഥിതിയാണ്. ആര് കഷ്ടപ്പെട്ട് ഈ ക്രൂശ് ചുമന്നുവോ അവർ അനുഗ്രഹിക്കപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് ക്രൂശ് ചുമക്കാൻ കഴിയുന്നത് മഹത്തരമായൊരു ഭാഗ്യം. അവിടെ കൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ ഇങ്ങനെ സമന്വയിപ്പിച്ചു കൊള്ളാം. നിങ്ങൾ കണ്ടിട്ടുണ്ട് ക്രൂശ് എന്ന് പറയുന്ന ഒരു ഉപകരണം. ഇതൊരു റോമൻ ശിക്ഷാ ഉപകരണമാണ്. റോമിലെ മുമ്പ് പറഞ്ഞ അടിമകളെ അവരുടെ കുറ്റകൃത്യ നിമിത്തം പരസ്യമായി വഴിപോക്കർ കാണുന്ന വിധത്തിൽ ക്രൂശിക്കണമെന്ന നിയമം. കുരിശിന് 2 തലങ്ങളാ, 2 ഭാഗങ്ങളാ. ഒന്ന് വിലങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഭാഗം, കുത്തനെ വെച്ചിട്ടുള്ള ഒരു ഭാഗം. കുത്തനെ വെച്ചിട്ടുള്ള ആ തടിക്കഷണത്തിന് പറയുന്ന പേര് സിംപ്ലക്സ് എന്നാണ്. വിലങ്ങനെ വെച്ചിട്ടുള്ള തടിക്കഷണത്തിൻ്റെ പേര് പാറ്റീബുലം എന്നാണ്. ഞാനും നിങ്ങളും കണ്ട് പരിചയിച്ചതുപോലെ ആശാരി കൊത്തിപ്പണി ചെയ്ത് മിനുക്കിയെടുത്ത മനോഹരമായ ആകർഷണീയമായ ഒരു കുരിശൊന്നുമല്ല ചരിത്രത്തിലെ കുരിശ്. അത് 2 ഉരുളൻ തടികളാ. അത് ഭീകരമായ മാർദ്ദവമില്ലാത്ത 2 തടികളാ. ഈ 2 തടികൾ ആണി വെച്ചടിച്ചു ചേർത്ത് പിണച്ചു ചേർക്കുകയല്ല, മറിച്ച് അതിൻ്റെ രീതി എന്താണെന്ന് ഞാനൊന്ന് പറയാം. എങ്കിലേ ആ ക്രൂശിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അതെന്താണെന്നറിയണ്ടേ പ്രിയപ്പെട്ടവരെ? ഈ 2 തടിയും പിണച്ചു വെച്ചൊരുത്തൻ തോളിലെന്തി കൊണ്ടുപോകുന്ന ചരിത്രമൊന്നുമില്ല. അതൊക്കെ പിൽക്കാലത്ത് ഈ ജീസസ് പോലെയുള്ള സിനിമകളിൽ, അതല്ലെങ്കിൽ മഷികാചരിത്രം പോലുള്ള സിനിമകളിലോ ക്രൈസ്തവ സഭയുടെ ആചാരങ്ങളിലോ കടന്നുകൂടിയ കാര്യങ്ങളാണ്. എന്താ ചുമക്കണ്ടെന്ന് അറിയണ്ടേ? ഈ വിലങ്ങൻ തടിയില്ലേ പാറ്റീബുലം, ഇത് തോളിലേക്ക് എടുത്തു വെച്ച് 2 കൈകളും കയറ് ചേർത്ത് വെച്ച് കെട്ടും. മറ്റേ കമ്പില്ലേ വിലങ്ങനെ നിൽക്കുന്ന, കുത്തനെ നിർത്തുന്ന സിംപ്ലക്സ്, അത് ഓൾറെഡി അവിടെ എത്തിച്ചിരിക്കും. കാരണം ഒരു മനുഷ്യനെ കൊണ്ട് ഈ 2 തടിയും പിണച്ചു വെച്ച് അവിടെ കൊണ്ടുചെല്ലാനൊന്നും പറ്റില്ല. അത്ര ബലമുണ്ട് ഇതിന്. ഈ ഒറ്റത്തടി ഇങ്ങനെ കയ്യിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി അവിടെ കൊണ്ടുചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഈ കരടരിച്ച്, ഈ കയറഴിച്ച് ഈ 2 തടികളെ കൂട്ടി പിണച്ച് എക്സാകൃതിയിൽ കെട്ടി ടൈറ്റാക്കും. ഇതിലാണ് ഒരുത്തരെ ക്രൂശിക്കുക. ഈ ക്രൂശിക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ക്രൂശ് തടിയിൽ മറ്റാരും തൊടില്ല. അതാണ് നിയമം. തൊട്ടുപോയാൽ ശാപം വരുമെന്ന് അവരുടെ ഭയം. കാരണം ഈ ക്രൂശ് ഭരണം കൊടുക്കുന്നതേ ഏറ്റവും ഗതികെട്ടവനാണ്, യാതൊരു തരത്തിലും കഴിവില്ലാത്തവനാ, നാട്ടിലേറ്റവും അവഹേളിക്കപ്പെട്ടവനാ. അതിനാ ബൈബിളിൽ പറയുന്നത് അവനെ ദുർമാർഗികളുടെ കൂടെ, അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി. അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ട് ഈ ക്രൂശ് മരം വെച്ചിട്ട് യേശുവിനെ വിലങ്ങണിയിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വരിക. അതിനു മുമ്പൊരു കാര്യമുണ്ട്. ഗെത്സമനയുടെ പ്രാർത്ഥനാ കോട്ടയിൽ യേശു എന്ന ഒരുവൻ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനാ മധ്യത്തിൽ പൊട്ടിക്കരഞ്ഞ് നെഞ്ചുരുകുന്ന യേശുവിനെ കണ്ടിട്ട് നിരീശ്വരന്മാരും യുക്തിവാദികളും ഞങ്ങളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ദൈവമാണ് യേശുവെങ്കിൽ എന്തിനാണ് കരഞ്ഞത്? പറയാ, എൻ്റെ സ്നേഹിത, ഈ കരച്ചിൽ പോലും 700 ആണ്ടുകൾക്ക് മുമ്പ് ഈ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നു. ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് എന്തൊക്കെ സംഭവിക്കണം എഴുതി വെച്ചതുപോലെ അവൻ പൊട്ടിക്കരയുമ്പോൾ മറ്റൊരു മുഖം കൂടി നിങ്ങൾ യേശുവിൻ്റെ കാണാറുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? പ്രാർത്ഥന മുറിയുടെ ഏകാന്തതയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാണവേദന കൊണ്ട് പിടയുന്ന യേശു പുറത്തേക്ക് വരുമ്പോൾ അർദ്ധരാത്രി ഏതാണ്ട് ഇതുപോലെയുള്ള സമയം അടുക്കുന്നു. ഇതേ അർദ്ധരാത്രിയോട് അടുക്കുക ആ സമയം. ആ ഘട്ടത്തിൽ ഈ ഗെത്സമന എന്നറിയപ്പെടുന്ന മനോഹരമായ തോട്ടം വളഞ്ഞുകൊണ്ട് 100 കണക്കിന് പടയാളികൾ കയ്യിൽ കുന്തമേന്തി, പന്തമേന്തി, വടിവാളേന്തി കാവൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ യേശു ഇറങ്ങി വന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയൊരു ചോദ്യമാ, നിങ്ങൾ ആരെ തിരയുന്നു?
ഈ യേശുവിനെ ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുമ്പോൾ ഒരഭിമാനം എനിക്ക് എന്താണെന്നറിയണ്ടേ? പ്രാർത്ഥന മുറിയുടെ ഏകാഗ്രതയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചവന് ഒരു സൈന്യം പാളയം ഇറങ്ങിയപ്പോൾ ഭയം വന്നില്ല. അവനെ ക്രൂശിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് പീലാത്തോസ് സഹിച്ച പടയാളികൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുമ്പോൾ ഭയം വരാതെ നെഞ്ചുറപ്പോടെ കരുത്തോടെ അവരുടെ മുമ്പിലേക്ക് കരം നീട്ടി കൊടുത്തെങ്കിൽ ആ ധൈര്യശാലിയ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തുവെങ്കിൽ, പരസ്യത്തിൽ പ്രസംഗിക്കുന്ന യേശുവിനെ ഉയർത്തുന്ന, യേശുവിനെ വേണ്ടി പാടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എവിടെയും തലകുനിക്കാത്ത അജയനായ ആ യുഗപുരുഷനെ ഉലകത്തിൻ്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിട്ട് പറയാ, ക്രിസ്തുവേ ഞങ്ങൾ നിന്നെയാണ് പ്രസംഗിക്കുന്നത്, അങ്ങയാണ് വാഴ്ത്തിപ്പാടുന്നത്. കാരണം ഇത്രയും വലിയ സൈന്യം തൊട്ടുമുമ്പിൽ നിന്നിട്ട് തലകുനിക്കാത്ത നിന്റെ ആർജവമില്ലേ, നിന്റെ ആ ചങ്കുറപ്പില്ലേ, നിന്റെ ആർദ്രതയില്ലേ, നിന്റെ തീവ്രഭാവമില്ലേ, നിന്റെ തീഷ്ണതയില്ലേ? ആ തീഷ്ണതയുടെ ആ ധൈര്യത്തിന്റെ ഒരളവ് ഇന്ന് രാത്രി അടിയന്റെ ശരീരത്തിൽ വേദനകളിൽ, കഷ്ടതകളിൽ, ഭാരങ്ങളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ അതിജീവനത്തിന്റെ പുത്തൻ കരുത്തായി ഒന്ന് വ്യാപരിക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, അടുത്ത മകളയുമായി ഇരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കുള്ളിലേക്ക് ആ ധൈര്യത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിച്ചാൽ നീ നേരിടുന്ന സകലവിധ പ്രശ്നങ്ങൾക്ക് ക്രിസ്തുവിലൊരു പരിഹാരം ഇതാ കയ്യം കൊണ്ട് നീട്ടിക്കൊടുത്തേ. ഈ വിലങ്ങിങ്ങോട്ട് ഏറ്റുവാങ്ങുക. വിലങ്ങേറ്റുവാങ്ങി വിചാരണയ്ക്കൊരു മതകോടതിയിലാണ് കൊണ്ടുപോകുന്നത്. മതകോടതിയുടെ ആ മതനിയമങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ തുറന്നു വച്ച് പുരോഹിതന്മാർ തലങ്ങും വിലങ്ങും വ്യാഖ്യാനിച്ചിട്ട് അവർക്കൊരാഗ്രഹം. എന്താ ആഗ്രഹം? അവനെ ക്രൂശിക്കണം. പക്ഷെ അവരുടെ പുസ്തകത്തിൽ ഈ വകുപ്പില്ല. അവരുടെ പുസ്തകത്തിൽ കല്ലെറിഞ്ഞു കൊല്ലാനേ വകുപ്പുള്ളൂ. അതുകൊണ്ട് ക്രൂശിക്കണമെങ്കിൽ മറ്റൊരു കോടതിയിൽ വിടണം. ആ കോടതി പീലാത്തോസിൻ്റെ കോടതിയാണ്. ഈ പീലാത്തോസ് ഒരു റോമൻ കോടതിയാണ്. അയാൾക്കാകട്ടെ ഇതിൽ താല്പര്യമില്ല. അയാൾ രാജ്യം ഭരിക്കുന്ന നാടുവാഴിക്കരികിലേക്ക് വിട്ടു. നാടുവാഴി ഇതൊക്കെ നോക്കിയിട്ട് അയാൾക്ക് ആരെയും പിണക്കാൻ ആഗ്രഹമില്ല. യേശുവിനെ ക്രൂശിച്ചാൽ കുറേ പേര് ഇവിടെ പിണങ്ങും. ഇനി യേശുവിനെ ക്രൂശിച്ചത് ശരിയായെങ്കിൽ അത് റോമക്കാർ പിണങ്ങും. ഇനി യേശുവിനെ ക്രൂശിച്ചത് തെറ്റായെങ്കിൽ അത് വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഈ റിസ്ക് എടുക്കാൻ വയ്യ. ഇദ്ദേഹം നേരെ പീലാത്തോസിന് വിട്ടു. പീലാത്തോസിൻ്റെ ആ കൊത്തളത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്ന് വരുമ്പോൾ പീലാത്തോസ് യേശുവിനെ രക്ഷപ്പെടാനുള്ള സകല പഴുതും പറഞ്ഞു കൊടുക്കുക. ഇങ്ങനൊരു കോടതിയും ചെയ്തിട്ടില്ല. നോക്കണം, രക്ഷപ്പെടാനുള്ള പഴുതേ. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാളുടെ കുറ്റം എന്താന്ന് പറയുമ്പോൾ ആളുകൾ പലതും പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും സസ്റ്റെയിൻ ചെയ്യുന്നല്ല. ഒരുത്തൻ പറയും, ഇവൻ ദേവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയും എന്ന് പറഞ്ഞു. അതിന് കൊല്ലേണ്ട കാര്യമുണ്ടോ? കളക്ട്രേറ്റ് പൊളിച്ച് ഞാൻ ഇച്ചിരി വൃത്തിക്ക് പണിയെന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലേണ്ട കാര്യം എന്താ? വേണ്ടി വന്നൊരു പെറ്റി അടിച്ച് വിട്ടാൽ പോരെ? അങ്ങനെ പലതും നിലനിന്നില്ല. ഒരുത്തം വിളിച്ചു പറയും, ഇവൻ കൈസർക്ക് നികുതി കൊടുക്കരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയും. വക്കീൽ വായി തപ്പി പിടിച്ചിട്ട് പറഞ്ഞ് അബദ്ധം പറയരുത്. അങ്ങനെ ഈ രസീത് കാണും. പത്രോസും പുള്ളിയും കൂടെ കഴിഞ്ഞ ആഴ്ച മീൻ പിടിച്ച് നികുതി കൊടുത്തൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മിണ്ടരുത്, അനങ്ങാതെ അവിടെ നിന്നോ. പലതും പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം, ഇവൻ രാജാവെന്ന് പറഞ്ഞു. രാജാവെന്ന് പറഞ്ഞെങ്കിൽ അതിച്ചിരി ഗൗരവമാണ്. കാരണം രാജ്യത്തൊരു രാജാവ് ഉള്ളപ്പോൾ നീ രാജാവെന്ന് പറഞ്ഞോ? സത്യത്തിൽ രാജാവെന്ന് പറഞ്ഞത് തള്ളിവിടാവുന്നൊരു കേസാണ്. ഞാനിവിടെ ഒന്നുകൊണ്ട് പറയാം, ഞാനാ ഇവിടുത്തെ MLA എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറിജിനൽ MLA കണ്ടു ഇച്ചിരി മുമ്പ്. അതിന് എൻ്റെ പേര് കേസെടുക്കാൻ തരാം. അതെൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളതുള്ളൂ. തള്ളിവിടാം. പക്ഷെ കോടതിയുടെ ചോദ്യം വളരെ ഷാർപ്പാണ്. ഓ യേശൂസ് നാസറിൻ ഒഹൈ മീ ബെസേലിയൂസ് ഈസൂസ് ലെഗോ. നസ്രയനായ യേശുവേ പറഞ്ഞാലും നീ രാജാവാണോ? അവിടെ പറയേണ്ട ഇത്രേ ഉള്ളൂ, അല്ല. രാജാവെന്ന് ഞാൻ ഉദ്ദേശിച്ചതൊരു സ്വർഗീയ രാജാവെന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ യേശുവിൻ്റെ മറുപടി പീലാത്തോസിൻ്റെ മുഖത്ത് നോക്കി, ഞാനാകുന്നു. അതിന് പടിയൊക്കെ കൊടുത്തു, മുൾക്കിരീടം തലയിൽ വെച്ചു, അങ്കി ധരിപ്പിച്ചു. ആട്ടെ, വെറുതെ ഒരാൾ നിങ്ങളെ ഒന്ന് പിടിച്ചു തള്ളി ചീത്ത പറഞ്ഞു, വേണ്ട ഫേസ്ബുക്കിലൊരു കമൻ്റ് ഇട്ടു. എത്ര ടെൻഷനാണ് ചിലർക്കല്ലേ? ഞങ്ങൾക്കൊന്നും ഇതൊരു പ്രശ്നമില്ല. കാരണം ഇയാൾ ഈ ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്നതിനനുസരിച്ച് വളഞ്ഞ വഴിക്ക് ഇച്ചിരി ചില്ലറ എനിക്ക് കിട്ടുന്നുള്ള ഇവനറിയത്തില്ല. മനസ്സിലായില്ലേ? പിന്നെ നമ്മളതിനെ എതിർക്കണോ? അപ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ചിലർക്ക് ടെൻഷനാണ്, വല്ലാത്താകുലത. അങ്ങനെ ചിലർ നോക്കുമ്പോൾ തകരുന്ന നമ്മുടെ ജീവിതമെങ്കിൽ അതങ്ങ് പോട്ടെ. അങ്ങനെയൊന്നും പോകത്തില്ല. കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവിടെ നിന്ന് നമ്മെ തിരഞ്ഞെടുത്ത് കർത്താവിനെ അടിച്ച് മാനസികമായി തകർത്ത് പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. ഇന്നലെ വരെ ഒരു ക്രൗഡ് പുള്ളറായി ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്ത മനുഷ്യനെ പ്രതിക്കൂട്ടിലിട്ട് പൊരിച്ച് തകർത്ത്
ഉന്മൂലനം ചെയ്യാൻ ശക്തിയോടെ നിൽക്കുമ്പോൾ ഒരു ചോദ്യം, നീ രാജാവാണോ? അല്ലേ നലറി കരഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഈ വേദികളിൽ ഇങ്ങനെ കണ്ടക്ഷോഭം ചെയ്ത് പ്രസംഗിച്ചിട്ട് ഒരു കേസ് വന്ന് കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ധൈര്യം എല്ലാം പോകും. കോടതി പിടിച്ചു കഴിയും, മയങ്ങി ഒരു വീഴ്ച, അവിടെ നിന്ന് എടുത്തുകൊണ്ടൊരു പോക്കാം. ഡോക്ടർ ഏതാണ്ടല്ല കുത്തും, ഇതിലെങ്ങും ഒന്നും ഇല്ലയെന്ന് മനസ്സിലായില്ലേ? മുമ്പത്തെ ധൈര്യമൊന്നും പിന്നില്ല. പിന്നെ ജാമ്യം അവിടെ പോയി കിടക്കണം. യേശുവിൻ്റെ അനുഗാമികളെ പഠിക്കും. അങ്ങനെ ഒറ്റ മയങ്ങി വീഴാൻ താല്പര്യമുള്ളവരാരും സുവിശേഷം പ്രസംഗിച്ച് പോല്. നേരെ നിൽക്കണം, നേരെ. സന്തോഷമില്ല? ചിലർ ഈ ട്രാക്റ്റും കൊണ്ട് പോകുമ്പോൾ വഴിയിൽ നിന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, ബാക്കിയും പറഞ്ഞ് അവിടെ നിൽക്കുക. വേറെ പണിയൊന്നുമില്ലേ? അയാളെന്തെങ്കിലും പറഞ്ഞോട്ടെ, അവിടെ നിന്ന് അവന് മറുപടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത സ്ഥലത്ത് പോയി പ്രസംഗിച്ചോണം. ഹല്ലേലൂയ, സന്തോഷമല്ലേ? ഇതാ നിർത്തുക. യേശു പറഞ്ഞു, ഞാനാകുന്നു, ഞാൻ രാജാവ് തന്നെയാണ്, ഞാനാ രാജാവ്. പീലാത്തോസ് അമ്പരന്നു. എന്തിനാ പറഞ്ഞതെന്നറിയട്ടെ? ഇത്രയും പീഡയേറ്റ് വാങ്ങിയ യേശുവിനെ ക്രൂശിക്കാൻ ഉത്തരവിട്ടപ്പോൾ ഈ ക്രൂശ് ചുമന്നു. ക്രൂശിക്കുന്നതിന് നിയമമുണ്ടേ. ചതുരവടിവുള്ള ആണി ഞരമ്പ് കെട്ടുകൾ വന്നു പിണയുന്ന ഈ ഭാഗത്ത് കുത്തിയിറക്കണം. അല്ല, ചുമ്മാ ഇങ്ങോട്ട് വെച്ച് അടിക്കുകയല്ല, കലണ്ടറിൽ അടിക്കുന്നല്ലേ. ആണി കുത്തി ഇറക്കി തടിയിലേക്ക് അടിച്ചിറക്കുക. പിന്നെ അതിന് നിയമമുണ്ട്. ഇത്രയും ഘോര പീഡകൾക്കുള്ളിൽ ക്രൂശിച്ചവൻ അവിടെ കിടക്കുമ്പോൾ ലോകത്തൊരു ചിത്രകാരനും അത് വൃത്തിക്ക് വരച്ചിട്ടില്ല. കാരണം ബൈബിൾ പറയുന്നു, അവൻ മരണം ആസ്വദിച്ചു. ആ മരണം ആസ്വദിച്ചവൻ എന്തിനാ ചെയ്തേ? നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായി ഉള്ള ശിക്ഷ അവൻ്റെ മേലായി. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അതുകൊണ്ട് ബഹുമാന്യരെ, ഇന്ന് രാത്രി കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുറപ്പാക്കി പോകണം. യേശുവിനെ പ്രസംഗിക്കാൻ ശിഷ്ടായുസ് മുഴുവൻ പ്രയോജനപ്പെടുത്തണം. യേശു ഇന്ത്യ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ഗ്രാമത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ഈ ദേശത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ രൂപാന്തരത്തിന് ശക്തി ചൈതന്യങ്ങൾക്ക് കീഴില ഇനിയുള്ള കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ദേശത്തിന് മാറ്റം ഭവിക്കുന്നത്. തീർച്ചയായും ഈ ദേശത്ത് ഈ ദിവസങ്ങളിൽ ഈ UPF നടത്തിയ പര്യടനങ്ങളും പ്രസംഗങ്ങളും അതിന് താൽക്കാലികമായി ഇന്നേ ദിവസം ഇവിടെ പര്യവസാനിക്കുമെങ്കിലും അടുത്തടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഈ മീറ്റിംഗ് തുടരുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള ആ പ്രസംഗം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവിൻ്റെ ദീപശിഖയിലാണ് ഈ രാജ്യം ഇനി മുന്നോട്ട് നയിക്കപ്പെടുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. പ്രിയരേ, ഈ സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം കൊടുംപാപികൾ, മദ്യപാനികൾ, തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തി. ഇതൊക്കറിയണ്ടേ? തിരുവിതാംകൂർ രാജാക്കന്മാർ ഒരിക്കൽ സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങി. അതിന് പല കാരണങ്ങളാണ്. ഈ ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടി 29 വയസ്സ് പ്രായമുള്ള ഒരു സിവിൽ സർവീസ് ഓഫീസറെ ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു. അദ്ദേഹത്തിൻ്റെ പേരാ T. മാധവറാവു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. മാധവറാവു IAS ഓഫീസറായി കേരളം ഭരിക്കുമ്പോൾ, ദിവാനായിരിക്കുമ്പോൾ പുള്ളി കൊണ്ടുവന്നൊരു പണിയുണ്ട്. മദ്യം, കഞ്ചാവ്, ഇവിടെ കിട്ടാവുന്ന കറുപ്പ്, ഇതെല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് ആർക്കും വിൽക്കാം. അങ്ങനെയാണ് കേരളത്തിൻ്റെ അങ്ങ് തെക്കൻ മേഖലയിൽ കള്ളും കഞ്ചാവും ഒക്കെ സമൃദ്ധമായി കിട്ടാൻ തുടങ്ങി. വലിയ വരുമാനമായിരുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് രൂപ അക്കാലത്ത് സമ്പാദിച്ചു ഗവൺമെൻറ്, മാധവറാവിൻ്റെ കാലത്ത്. പരിണിതഫലമായി തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും പകലന്തിയോളം പണിയെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് തൊഴിലാളികൾ മദ്യപിച്ച് മതോന്മത്തരായി കരളുരുകി ആരോഗ്യം ക്ഷയിച്ച് നശിച്ച ഘട്ടത്തിലാ ഈ രാജ്യത്തിലേക്ക്, ഈ നാട്ടിലേക്ക് തിരുനെൽവേലിയിൽ നിന്നുമൊക്കെ ഈ സുവിശേഷത്തിൻ്റെ പ്രവർത്തകർ വന്നതും LMSൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും. അങ്ങനെ ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ, സാൽവേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ, സുശക്തമായ ആത്മീയ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിട്ട് പള്ളിയിൽ വരുന്ന മനുഷ്യരോട് അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മദ്യാസക്തിയോട് വിട പറയണമെന്ന, പുകവലിയോട് വിട പറയണമെന്ന. ഇന്ത്യ മഹാരാജ്യത്ത് കേരളക്കരയിൽ പിന്നീട് വന്ന പെന്തക്കോസ്ത് സഭകൾ അക്കാര്യത്തിലെടുത്ത ഉദാത്തമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗകരും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചത്
എത്രയെത്ര ആളുകൾ അത് അംഗീകരിച്ചു. ഇങ്ങനെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പടപൊരുതിക്കൊണ്ട് ഈ രാജ്യത്ത് 100 വർഷം മാതൃകാപരമായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിനെ ഉന്മൂലനം ചെയ്യാൻ എല്ലാത്തരം ശക്തികൾ അന്നു മുതൽ 2000 ആണ്ടായി ലോകത്തിന്റെ പലയിടങ്ങളിൽ പണിയെടുത്തിട്ടും തലകുനിക്കാതെ, തോൽവി അണയാതെ ആ മഹത്തരമായ സ്ഥാപനം നിൽക്കാൻ കാരണം പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ഈ ദൈവസഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിലാണ്. ആ മൂലക്കല്ലിന്മേൽ അപ്പോസ്തോലികമായ പാരമ്പര്യത്തിന്മേലാണ്. അതുകൊണ്ട് ഈ ദേശത്ത് വചനം കേൾക്കുന്ന എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, തിന്മകൾ, എല്ലാത്തരം മാനുഷികമായ ഇത്തരം പ്രതിബന്ധങ്ങൾ, അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തിന്മകളോട് പടവരുതിക്കൊണ്ട് അജയ്യമായി മുന്നേറുന്ന ആ സുവിശേഷം ഈ ഗ്രാമവാസികൾക്കും ഈ രാത്രി വിടുതലായി തീരട്ടെ. സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് മുഴുവൻ അഭിവൃദ്ധി ചൊരിയട്ടെ. പാപഭംഗിലമായ ജീവിതത്തിന് ഉത്തരം നൽകട്ടെ. രോഗികൾ, അശരണർ, തകർന്നുപോയവർ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ, ഇതാ നിങ്ങളെ ഈ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് മാടി വിളിക്കുന്നു. ഈ ക്രൂശ് നിങ്ങൾക്ക് ശാശ്വത സമാധാനം, വൈരാഗ്യമില്ലാത്ത, ഏറ്റുമുട്ടലില്ലാത്ത, രക്തം ചൊരിയാത്ത, പരസ്പരം സ്നേഹിക്കുന്ന ഉദാത്തമായ മാതൃകകൾ ലോകത്തിന് പഠിപ്പിച്ച അജയ്യനായ യേശുവിൻ്റെ പാതാര ബിന്ദങ്ങളിൽ എന്നും ജയമുണ്ട്. അത് യേശുവിൻ്റെ മാത്രം സവിശേഷതയെങ്കിൽ താം കയ്യിൽ കരവാൾ എന്തിക്കൊണ്ട്, കടാര എന്തിക്കൊണ്ട് ചങ്ക് വിളർക്കാൻ വേണ്ടി ഓടി വരുന്നവൻ്റെയും കരം നീട്ടി ആശീർവദിക്കുന്ന ഒരൊറ്റ പരമഗുരുവേ ഉലകത്തിലുള്ളൂ. അവിടുത്തെ പേരാണ് നസ്രയനായ യേശു. കരള് വിറക്കാൻ അടുത്തു വരുന്നവനും തലകൊയ്യാൻ അടുത്തു വരുന്നവനും കരം നീട്ടി ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ഈ മാർഗത്തിൻ്റെ ശ്രേഷ്ഠതയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നും ഇന്ത്യ കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല, ഉലകത്തിൽ വരാനില്ല. അതുകൊണ്ട് മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം യേശുക്രിസ്തു എന്ന യുഗപുരുഷന്റെ നാമം എന്ന് ഉജ്ജ്വലമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയും നിമിഷം ഞങ്ങളെ സശ്രദ്ധം കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.